സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാമോ? ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ നമ്മൾ അഡൻഡോ പ്രോപ്പർട്ടി വരെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. ദെൻ നമുക്ക് സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടി. അഡൻഡോ പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്ലസ് ചെയ്തെടുത്തെല്ലാം മൈനസ് ആണെങ്കിൽ വരിക, സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടി ആണെങ്കിൽ വരിക. സോ ഇവിടെ എ ഈസ് ടു ബി ഈക്വൽ, സി ഈസ് ടു ഡി ഈക്വൽ, ഇ ഈസ് ടു എഫ് ആണെങ്കിൽ, 3 റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ ദെൻ all these ratios will be equal to difference of antecedents is to difference of consequence b minus d minus f. So most important property, addendo property, componendo property, then componendo and dividendo property, then addendo property ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ടെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻ ആപ്ലിക്കേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് വന്നിരിക്കുന്നത്.
ചെയ്യാം. ഇപ്പോൾ ക്ലിയർലി? സോ സോൾവ് ചെയ്തതിൻ്റെ PDF ആയിട്ടുള്ളത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നോട്ട്സ് ഷെയർ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇനിയും പ്രപ്പോർഷനകത്ത് മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ്റെ ക്വസ്റ്റനാണ് നമുക്ക് നോർമലി ചോദിച്ച് കാണുന്നത്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമുക്കതൊരു ഷോർട്ട് കട്ട് ഡയഗ്രത്തിലൂടെ എക്സാമിന് സോൾവ് ചെയ്യാൻ പറ്റും മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മിക്സിംഗ് ഓഫ് 2 വെറൈറ്റീസ് ഓഫ് സെയിം കൈൻഡ്. സോ 2 വെറൈറ്റീസ് ഓഫ് സെയിം കൈൻഡ്. സോ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് റൈസ് കോസ്റ്റ് റുപ്പീസ് 1, സോ 10, ദെൻ 10.5 മിക്സ് ചെയ്തു, ദെൻ റിസൾട്ടിങ് റൈസ് ഇത്ര രൂപയ്ക്ക്, അങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്ത റേഷ്യോ എത്രയാണെന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മിക്സിംഗ് ഓഫ് 2 വെറൈറ്റീസ് ഓഫ് സെയിം കൈൻഡ്. മിക്സ് ചെയ്യുന്ന വെറൈറ്റി എന്തായിരിക്കണം? സെയിം കൈൻഡ് ആയിരിക്കണം, ബട്ട് 2 വെറൈറ്റീസ് ആയിരിക്കണം. ഒരേ ഇതിൻ്റെ തന്നെ ഇപ്പം റൈസ് എടുക്കുകയാണെങ്കിൽ 10 രൂപ വിലയുള്ള അരിയും 15 രൂപ വിലയുള്ള അരിയും മിക്സ് ചെയ്തിട്ട് ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്ത റേഷ്യോ എത്രയാണെന്ന രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എക്സ് ഫസ്റ്റ് വെറൈറ്റി, സെക്കൻഡ് വെറൈറ്റി വൈയും, ദെൻ എക്സും വൈയും കൂടെ മിക്സ് ചെയ്ത് ഇസഡ് ആണ് കിട്ടുന്നതെങ്കിൽ ദെൻ മിക്സ് ചെയ്ത റേഷ്യോ ചോദിച്ചാൽ നമുക്ക് മോഡുലസ്, ദാറ്റ് മീൻസ് ഡിഫറൻസ് എടുക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത് മോഡുലസ് ഓഫ് വൈ മൈനസ് ഇസഡ് ഈസ് ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഇസഡ് ആയിരിക്കും. സോ മോഡുലസ് ഇൻ ദ സെൻസ് നമുക്ക് ഡിഫറൻസ് വേണം, അതായത് നെഗറ്റീവ് വാല്യൂ വരുത് എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഷോർട്ട് കട്ട് ഫോർമുല, സോ എപ്പോഴാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്? 2 വെറൈറ്റീസ് ഓഫ് സെയിം കൈൻഡ് മിക്സ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ വെയ്റ്റഡ് മീൻ വെച്ചിട്ട് നമ്മൾ എന്താണ് റേഷ്യോ മിക്സ് ചെയ്ത് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഷോർട്ട് കട്ട് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഇതിനകത്ത് ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. സോ ഫസ്റ്റ് വെറൈറ്റി കോസ്റ്റിലാണെങ്കിൽ സെക്കൻഡ് വെറൈറ്റിയും മിക്സറും നമ്മൾ എന്തായിരിക്കണം? കോസ്റ്റിലായിരിക്കണം. സോ സെല്ലിംഗ് പ്രൈസിലാണ് ഫസ്റ്റ് വെറൈറ്റിയും സെക്കൻഡ് വെറൈറ്റിയും എങ്കിൽ ആ മിക്സർ എന്തിലായിരിക്കണം? സെല്ലിംഗ് പ്രൈസിലായിരിക്കണം. പ്രോഫിറ്റ് ആണ് ഫസ്റ്റ് വെറൈറ്റിയും സെക്കൻഡ് വെറൈറ്റിയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിലാണെങ്കിൽ മിക്സറും എന്തിലായിരിക്കണം? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിലായിരിക്കണം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻലി റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസിനകത്ത് നോക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 4 to 5 മാർക്സ് വരെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. സോ അതിൽ 2 to 3 മാർക്സ് വരെയൊക്കെ റേഷ്യോസ് ആൻഡ് പ്രപ്പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻ വന്ന അറ്റംപ്റ്റ് ഉണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 numbers are in the ratio 3:4 if 6 is added to each. 2 numbers are in the ratio 3:4. If 6 is added to each term, then the new ratio will be 4:5. Then the numbers are. Okay. So first question, ratio ile first question. നോക്കാം, 2 numbers ratio എപ്പോഴും എങ്ങനെയാണ്? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് റേഷ്യോ 3:4 ആണ്. റേഷ്യോ 3:4 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. ആക്ച്വൽ കിട്ടാനായിട്ട് നമുക്ക് രണ്ട് ടേമിനെയും നോൺ സീറോ നമ്പറായ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എടുക്കാം. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് മീൻസ് 3x and 4x are the original numbers അല്ലെങ്കിൽ ആക്ച്വൽ നമ്പേഴ്സ്. ദെൻ 6 is added to each terms of the ratio. That means നമ്മുടെ ആക്ച്വൽ റേഷ്യോ എത്രയാണ്? 3x ഡിവൈഡഡ് ബൈ 4x ആണ്. സോ ഇതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുന്നു. രണ്ട് ടേമിൻ്റെയും ആക്ച്വൽ ടേംസിൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എത്രയാണ്? 4:5. ദാറ്റ് മീൻസ് 4/5. ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. എക്സിൻ്റെ വാല്യൂ യൂസ് ചെയ്ത് ആക്ച്വൽ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 15x പ്ലസ് 5 × 3x + 6 എന്നുള്ള സ്റ്റെപ്പ് ഒന്നും എക്സാമിന് എഴുതാൻ നിൽക്കരുത്. 5 × 3x 15x, 5 × 6 30 is equal to 4 × 4x 16x plus 6 × 4 24. So that means നമുക്ക് 30 minus 24 equal to 16x minus 15x. So that implies x is equal to 6. x 6 ആണെങ്കിൽ ആക്ച്വൽ നമ്പേഴ്സ് ഏതൊക്കെ വരും? 3x ഉം 4x ഉം അല്ലേ? ആക്ച്വൽ നമ്പേഴ്സ് 3x ഉം 4x ഉം ആണ്. സോ 3x എത്ര വരും? 18. 4x
24. So answer എത്രയാണ്? 18 and 24 will be the answer. 18 and 24 will be the answer. Okay അല്ലേ? Then next one. Daily earnings of two persons are in the ratio 4:5 and their daily expenses are in the ratio 7:9. If each saves rupees 50 per day, their daily incomes in rupees. Okay. So ഈ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് തവണ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ എക്സാമിനും റേഷ്യോയിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ സെയിം നമ്പർ അല്ലെങ്കിൽ 1500 1200 എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻകം വരുന്നത്, സേവിങ്സ് വരുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് നമ്പർ മാത്രം ചേഞ്ച് ചെയ്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഡെയിലി ഏണിങ്സ് ഓഫ് ടു പേഴ്സൺസ് ആർ ഇൻ ദ റേഷ്യോ 4:5 and their daily expenses are in the ratio 7:9. If each saves rupees 50 per day, their daily incomes അല്ലെങ്കിൽ ഏണിങ്സിൻ്റെ നമുക്ക് സേവിങ്സ് എന്ന് പറയുന്നത് ഏണിങ്സ് മൈനസ് എക്സ്പെൻസസ് ആണ്. So that means നമുക്ക് expenses is equal to earnings minus savings എന്നൊരു ഫോം എടുക്കുക. സോ ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല. എക്സ്പെൻസിന് ഇപ്പോൾ വരുമ്പോൾ പ്ലസ് ആവും, ഈ സേവിങ്സ് ഇപ്പോൾ വരുമ്പോൾ മൈനസ് ആവും. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെയിലി ഏണിങ്സ് ഓഫ് ടു പേഴ്സൺസ് റേഷ്യോ തന്നിട്ടുണ്ട്. ഏണിങ്സ് ഓഫ് ടു പേഴ്സൺസ് റേഷ്യോ. സോ ഏണിങ്സ് റേഷ്യോ വരുന്നത് 4:5 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് ആക്ച്വൽ നമുക്ക് എങ്ങനെ എടുക്കാം? 4x and 5x. സോ ദാറ്റ് മീൻസ് ആക്ച്വൽ ഏണിങ്സ് എന്ന് പറയുന്ന ഇതാണ്. സോ ദാറ്റ് മീൻസ് ഏണിങ്സിൽ നിന്നുണ്ട് ആക്ച്വൽ ഏണിങ്സ് 4x 5x ആണ്. അതിൽ നിന്ന് സേവിങ്സ് എത്രയാണ് തന്നിട്ടുണ്ട്? 50 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻസസ്. സോ 4x മൈനസ് ആദ്യത്തെ ആളുടെ ഏണിങ്സ് 4x ആണ്, ആദ്യത്തെ ആളുടെ സേവിങ്സ് 50 ആണ്. സോ ദാറ്റ് മീൻസ് ആദ്യത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ ആണിത്. അത് ഡിവൈഡഡ് ബൈ 5x ആണ് രണ്ടാമത്തെ ആളുടെ ഏണിങ്സ്, രണ്ടാമത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ 50 ആണ്. ദാറ്റ് മീൻസ് 4x minus 50 divided by 5x minus 50. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റേഷ്യോ ഓഫ് എക്സ്പെൻസസ് അല്ലേ? സോ റേഷ്യോ ഓഫ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് ആർ ഇൻ ദ റേഷ്യോ 7:9. ദാറ്റ് മീൻസ് 7/9. സോ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. തന്നിരിക്കുന്ന ഏണിങ്സിൻ്റെ റേഷ്യോ വെച്ചിട്ട് ആക്ച്വൽ ഏണിങ്സ് കണ്ടുപിടിച്ചു. 4x 5x അതിൽ നിന്ന് ഓരോന്നിൽ നിന്നും 50 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ആദ്യത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ റേഷ്യോ. ദെയർഫോർ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4x into 9 that means 36x minus 450 is equal to 35x minus 350. So that implies x is equal to 100 എന്ന് കിട്ടി. x 100 കിട്ടിയാൽ ആദ്യത്തെ ആളുടെ 4x ആൻഡ് രണ്ടാമത്തെ ആളുടെ 5x ആണ്. therefore നമുക്ക് എങ്ങനെ പറയാം? 400 and 500 will be the income അല്ലെങ്കിൽ ഏണിങ്സ്. ചോയ്സ് മെത്തേഡിലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ബട്ട് നമുക്ക് ഈ ഒരു ഫോമുല ഒന്ന് അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമുക്ക് സംടൈംസ് ചില ക്വസ്റ്റ്യൻസ് ചോയ്സ് മെത്തേഡിൽ പറ്റില്ല. അവിടെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. Angles of a triangle are in the ratio 2:7:11. Then angles of a triangle. Then ഓരോ ആംഗിൾസും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ട്. ആംഗിൾസിൻ്റെ ടോട്ടൽ എത്രയാണ്? സം ഓഫ് ആംഗിൾസ് 180 ആണ്. 180 ആണ് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2:7:11. ഓക്കെ. സോ നമുക്ക് കണ്ടോ 180 ഡിഗ്രീസ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. ഇതിൻ്റെ മൂന്നിൻ്റെ റേഷ്യോ 2:7:11 ആണ് തന്നിട്ടുണ്ട്. സോ റേഷ്യോ എപ്പോഴും എങ്ങനെ എക്സ്പ്രസ് ചെയ്തുള്ളൂ? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ദെയർഫോർ നമുക്ക് ആക്ച്വൽസ് എങ്ങനെ എടുക്കാം?
2x 7x 11x ഇതാണ് ആക്ച്വൽ വാല്യൂസ് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. സോ ആക്ച്വൽസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? ടോട്ടൽ ആയിട്ടുള്ള 180 കിട്ടണം. സോ ഇത് വെച്ച് നമുക്ക് എക്സ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ആൻസറിലേക്ക് എത്താം. സോ 2x plus 7x 9x plus 11x 20x equal to 180. That implies x is equal to 9. x 9 ആണെങ്കിൽ മൂന്ന് വാല്യൂസ് എത്ര വരും? 2x equal to 18. then അടുത്തത് 7x. So 9 into 7 63 degrees. then അടുത്തത് 11x. that means 99. so 18, 63 and 99 is the right answer. 18, 63 and 99. choice D is the right answer. Okay, then next one. Two numbers are in the ratio 2:3 and their difference the difference of their squares is 320. Two numbers are in the ratio 2:3. Two numbers are in the ratio 2:3 and the difference of their squares is 320. okay, two numbers ratio എത്രയാണ്? 2:3. therefore actual numbers നമ്മൾ എങ്ങനെ എടുക്കും? 2x and 3x. ഇനിയാണ് നമുക്ക് നോക്കേണ്ടത് and the difference of their squares is 320. difference of their squares. Two numbers are in the ratio and the difference of their squares is 320. and ഇവിടെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് 2x the whole square minus 3x the whole square എന്ന് എടുക്കും. അങ്ങനെയല്ല. ഡിഫറൻസ് മീൻസ് ഡിഫറൻസ് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്? ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ അല്ലേ. സോ ദാറ്റ് മീൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയണമായിരുന്നു ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ഇത്ര വരും. ഒബ്വിയസ്ലി ഫസ്റ്റ് ടേം ആണ് ഇവിടെ കുറവ് വരുന്നത്. സോ ഡിഫറൻസ് ഒരു പോസിറ്റീവ് വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ. ദാറ്റ് മീൻസ് 3x the whole square. 3x square എന്ന് എഴുതി വെക്കരുത്. 3x the whole square minus 2x the whole square എത്രയാണ്? 320. so that implies 9x square minus 4x square equal to 320. 9x square minus 4x square is equal to 320. so that implies 5x square equal to 320. that implies x square 320 by 5 64 കിട്ടും. that implies x root of 64 നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുകയാണ് 8. നമ്മുടെ ചോയ്സിൽ 64ൻ്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് 8 ആണ്. ബട്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുകയാണ് 8 എടുക്കുകയാണ്. therefore രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ വരും? 2x എന്ന് പറയുന്നത് 16 ആണ്. 3x എന്ന് പറയുന്നത് 24. 16 and 24. ഓക്കെ അല്ലേ? 16 and 24. then next question. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ബട്ട് ഇതേപോലത്തെ ക്വസ്റ്റൻ എക്സാമിന് ചോദിക്കാറുണ്ട്. A earns rupees 80 in 7 hours and B earns. so A in 7 hours rupees 80 ആണ്. B in 12 hours rupees 90 ആണ്. okay, so then the ratio of their earnings എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റുഡൻസ് നോർമലി വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്. 80:90 എന്ന് എടുത്തിട്ട് 80:9 എന്ന് എടുക്കും. സോ നമുക്ക് എപ്പോഴും ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾക്ക് 7 മണിക്കൂർ കിട്ടുന്ന വാല്യൂവും കിട്ടുന്ന ഏണിങ്സും ഒരാൾക്ക് 9 മണിക്കൂർ കിട്ടുന്ന ഏണിങ്സും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്യാൻ റേഷ്യോ ഡെഫിനിഷൻ എന്താണ്? സെയിം കൈൻഡ് സെയിം യൂണിറ്റ്. സോ ദാറ്റ് മീൻസ് രണ്ടു പേർക്കും ഒരു മണിക്കൂറിൽ കിട്ടുന്ന ഏണിങ്സ് എന്താണ്? ഈക്വൽ എന്താണ്? സെയിം യൂണിറ്റ്സിലേക്ക് വരും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അല്ലാണ്ട് ഒരാൾക്ക് 7 മണിക്കൂറും ഒരാൾക്ക് 9 മണിക്കൂറും കിട്ടുന്നത് നമുക്ക് എന്താണ്? ഡയറക്ട്ലി കമ്പാരിസൺ പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് റേഷ്യോ എക്സിസ്റ്റ് ചെയ്യില്ല. സോ എക്ക് 1 മണിക്കൂറിൽ എത്ര കിട്ടും? ഇൻ 1 hour 80 divided by 7. ബിക്ക് 1 hour എത്ര കിട്ടും? 90 divided by 12. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ഓഫ് ഏണിങ്സ് പെർ അവർ കണ്ടുപിടിക്കാം. റേഷ്യോ ഓഫ് ഏണിങ്സ് per hour. so ratio കണ്ടുപിടിക്കാൻ 80 divided by 7 is to 90 divided by 12. so that means 80 divided by 7 divided by 90 divided by 12. so that implies നമുക്ക് ഡിവിഷൻ മീൻസ് എന്താണ്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
80 divided by 7 into 12 divided by 90. So നമുക്ക് 10 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3, ഇവിടെ 4. So that means നമുക്ക് എത്ര കിട്ടും? 32, 8 into 4, 32, 7 into 3, 21. That means 32 is to 21. 32 is to 21. ഓക്കെ അല്ലേ? സോ ആ ആൻസർ സി പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ആൻസർ എത്രയാണ് ശ്രദ്ധിക്കണം. 80:90. അത്രയും പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മാർക്ക് തരില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് മാർക്ക് വാങ്ങിച്ചു തരണം എന്ന് വെച്ചാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമുക്കിത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ 18-19 കണ്ടോണം. 80:90. ദാറ്റ് മീൻസ് 80:9. ചോയ്സിലേക്ക് നോക്കുമ്പോൾ സി ഉണ്ട്. ചാടിക്കയറി ആൻസർ എഴുതരുത്. സോ 32:21 is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ അടുത്തതാണ്. ഇതെങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പിന്നീട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. റേഷ്യോയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊരു ബോക്സ് ഇത്ര കോയിൻസ് ഉണ്ട് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. So there are 23 coins in a box in the form of ₹1, ₹2 and ₹5. The value is ₹43. Then the ratio of ₹1 and ₹2 and the ratio of ₹1 and ₹2 is 3:2. Find the number of coins of ₹1. Okay. So നമുക്ക് എത്ര കോയിൻസ് ഉണ്ട്? 23 കോയിൻസ് ഉണ്ട്. എത്രയാണ് വാല്യൂ? 43 rupees ആണ് എൻ്റെ കയ്യിൽ മൊത്തത്തിലുള്ളത്. 23 കോയിൻസ് ഏതൊക്കെ ഫോർമാറ്റിലാണ്? ₹1, ₹2, ₹5 ഫോർമാറ്റിലാണ് അല്ലേ? ദെൻ നമുക്ക് എന്താ റേഷ്യോ ഓഫ് ₹1 ആൻഡ് ₹2. സോ ഇവിടെ നമുക്ക് റേഷ്യോ ഈ രണ്ട് കോയിൻസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 3:2. 3:2. So that means ₹1 3x-ഉം ₹2 2x-ഉം എടുത്താൽ നമുക്ക് ടോട്ടൽ എത്ര കോയിൻസ് ഉണ്ട്? 23 കോയിൻസ് ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ്? 5x ആണ്. ടോട്ടൽ എത്രയാണ് വരേണ്ടത്? 23 കോയിൻസ് ആണ് വരേണ്ടത്. സോ ഒബ്വിയസ്ലി ₹1-ഉം ₹2-ഉം കൂടെ എൻ്റെ കയ്യിൽ 5x കോയിൻസ് ഉണ്ടെങ്കിൽ ₹5 എത്രയായിരിക്കും റിമൈനിങ്? ദാറ്റ് മീൻസ് 23 മൈനസ് 5x. 23 കോയിൻസ് ഉണ്ട്. അതിൽ നിന്ന് 5x പോയാൽ മിച്ചമുള്ളതായിരിക്കും എന്ത്? നമ്പർ ഓഫ് ₹5 കോയിൻസ്. ദെൻ നമുക്കിനി ഇതിൻ്റെ എണ്ണമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് വരാം. ഇങ്ങനെ വരും 3x into 1 plus 2x into 2 plus 23 minus 5x into 5 എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 43 ആയിരിക്കണം. ഓക്കെ. ₹1 കോയിൻസ് എത്ര ഉണ്ട്? 3x ഉണ്ട്. ഇൻറ്റു 1 ആണ് അതിൻ്റെ വാല്യൂ. ₹2 കോയിൻസ് 2x ഉണ്ട്. ഇൻറ്റു 2 ആണ് അതിൻ്റെ വാല്യൂ. ദെൻ ₹5 കോയിൻസിൻ്റെ എണ്ണത്തിന് അതിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് മീൻസ് എത്ര വരും? 3x പ്ലസ് 2x പ്ലസ് 115 മൈനസ് 25x ഈക്വൽ ടു 43. So that means 3x, 2x, 4x. 7 minus 18x is equal to 43 minus 115 minus 72. That means x equal to 4 എന്ന് കിട്ടും. x 4 ആണെങ്കിൽ ₹1 കോയിൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ₹1 കോയിൻസ് എത്രയാണ്? 3x ആണുള്ളത്. 3x മീൻസ് എത്രയാണ്? 3 into 4 12. Choice A is the right answer. Okay, correct ആണ്. നെക്സ്റ്റ് വൺ. സോ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തേക്കണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അത് എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ. A boy has ₹5 coins, ₹2 coins and ₹1 coins in the ratio 3:4:5. He has an amount of ₹224. If he has an amount of ₹224, find the number of ₹1 coins with the boy. So total ₹224 ഉണ്ട് in the form of ഏതൊക്കെയാണ്? ₹5 coins. The order ഇമ്പോർട്ടൻസ് ഉണ്ട്. ₹5, then ₹2,
rupee 1 coin in the ratio 3:4:5. Okay, so that means under ratio ഏറ്റവും simplest formula ആണ് തരുന്നത്. നമ്മൾ നേരെ എങ്ങനെ എടുക്കും? 5 rupee coins എത്ര ഉള്ളതായിട്ട് എടുക്കും? 3x എന്നുള്ളതായിട്ട് എടുക്കും. 2 rupees 4x, 1 rupee 5x. സോ ഇതിൻ്റെ വാല്യൂ എടുത്താൽ വാല്യൂ എടുത്തിട്ട് ആഡ് ചെയ്താൽ എന്തിനോട് ഈക്വൽ ആകണം? 224 ഈക്വൽ ആകണം. ദാറ്റ് മീൻസ് 3x × 5 പ്ലസ് 4x × 2 പ്ലസ് 5x × 1 ആണ്. ദാറ്റ് മീൻസ് 5x എത്രയാണ്? 224. So 15x plus 8x plus 5. So 15 plus 8 plus 5, 28x is equal to 224. That implies x is equal to 224 divided by 8 to 28 8 എന്ന് കിട്ടും. Then നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? Find the number of 1 rupee coin. 1 rupee coins എത്രയാണുള്ളത്? 5x ആണുള്ളത്. 5x ആണുള്ളത്. Therefore answer 40. Answer 40. Okay, 40. Then next one, the employer. The question on the mark. So when a quantity increases or decreases in the ratio, which is a question, employer reduces. Okay, simple ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. ഒരുപാട് സ്റ്റെപ്പ് എഴുതുകയും ചെയ്യാം. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്ക് വേണ്ടത്. An employer reduces the number of employees in the ratio 19:16 and increases their wages in the ratio 4:5. What is the ratio of wage paid by employer initially and now? So നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് എന്താണ്? വേജ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേജ് പെയ്ഡ് ബൈ എംപ്ലോയർ ഉണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് വേജ് ബൈ എംപ്ലോയർ നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? നമ്പർ ഓഫ് employees into wage per employee. Number of employees into wage per employee. So നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ്. എക്സിസ്റ്റിങ്ങും ഇനിഷ്യലി. നമ്പർ ഓഫ് എംപ്ലോയീസ് എന്താണ്? ഡിക്രീസസ് നമ്പർ ഓഫ് എംപ്ലോയീസ് reduces in the ratio 19:16. That means നമുക്ക് initially now നമുക്ക് ഇനീഷ്യലി 19 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 16. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്തെടുക്കാം? രണ്ടിനെയും നോട്ട് സീറോ നമ്പറായ എക്സ് കൊണ്ട്. സോ 19x ഇപ്പോൾ എത്രയാണ്? 16x ആയിട്ട് എടുക്കാം. ദെൻ വേജ് റേഷ്യോ എത്രയാണ്? റേഷ്യോ ഇൻക്രീസ് ചെയ്യാണ്. 4:5. നമുക്ക് ഓൾറെഡി എക്സ് എടുത്തുകൊണ്ട് വേറൊരു വേരിയബിൾ എടുക്കുകയാണ്. 4:5. ഇനീഷ്യലി 4 ആണെങ്കിൽ ഇപ്പോൾ 5. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആണ്. ദെയർഫോർ നമുക്ക് എങ്ങനെ എടുക്കാം? 4y ഇവിടെ 5y. ഓക്കെ, ദെൻ നമുക്ക് ടോട്ടൽ വേജ് കിട്ടാനായിട്ട് ടോട്ടൽ വേജ് ബൈ വേജ് പെയ്ഡ് ബൈ എംപ്ലോയർ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു വേജ് പെർ എംപ്ലോയി അല്ലേ. സോ ഇനീഷ്യലി എത്രയാണ് വരുന്നത്? ഇനീഷ്യലി 19x × 4y ആണ്. ഇപ്പോൾ എത്രയാണ്? 16x × 5y ആണ് അല്ലേ. സോ രണ്ട് ആദ്യത്തെ നമ്പർ ഓഫ് എംപ്ലോയീസും ഇപ്പോഴത്തെ നമ്പർ ഓഫ് എംപ്ലോയീസും, ആദ്യത്തെ വേജ് പെർ എംപ്ലോയിയും ഇപ്പോഴത്തെ വേജ് പെർ എംപ്ലോയി ഉണ്ടെങ്കിൽ എന്താണ്? കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ്? ആദ്യത്തെ ടോട്ടൽ വേജ്, ഇനീഷ്യൽ ടോട്ടൽ വേജും ഇപ്പോഴുള്ള ടോട്ടൽ വേജും കിട്ടി. ദെയർഫോർ ഇനി ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ പോരെ. റേഷ്യോ ഇസ് ഈക്വൽ ടു 19x × 4y ഡിവൈഡഡ് ബൈ 16x × 5y. സോ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? x ഗെറ്റ് ക്യാൻസൽ, y ഗെറ്റ് ക്യാൻസൽ. സോ 4. സോ ന്യൂമറേറ്ററിൽ ഒരു 19 മിച്ചം, ഡിനോമിനേറ്ററിൽ ഒരു 20. ദാറ്റ് മീൻസ് എന്ത് വരും? റേഷ്യോ ഓഫ് വേജസ് വിൽ ബി 19:20. 19:20. സോ ആൻസർ ചോയ്സ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? Okay, then next one. So 9th one and 10th one, n number of times നമുക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്ന് n നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആൻഡ്. സോ ഒരുപാട് തവണ മോക്ക് ടെസ്റ്റ് പേപ്പറിലെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും. ഇനിയും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് മാർക്ക് ചെയ്തേക്കാം. P:2Q is the subduplicate ratio of. P:2Q is the subduplicate ratio of
പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ. സോ ഇവിടെ നോക്കാം, പി ഈസ് ടു ക്യൂ എന്തിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്? പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. സോ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോയെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒറിജിനൽ റേഷ്യോയോട് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ പി ഈസ് ടു ക്യൂ ഈസ് ദ സബ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് പി മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു ക്യൂ മൈനസ് എക്സ് സ്ക്വയർ. സോ അതായത് ഇതാണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ഇതാണ് ഒറിജിനൽ റേഷ്യോ. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോയെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒറിജിനൽ റേഷ്യോയോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എപ്പോഴും സോൾവ് ചെയ്യാനായിട്ട് നല്ലത് ഫ്രാക്ഷൻ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നാണ്. പി ഈസ് ടു ക്യൂ നമുക്ക് എങ്ങനെ എഴുതാം? പി ബൈ ക്യൂ. ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? പി മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് എക്സ് സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ സോ നമുക്ക് നേരെ സോൾവ് ചെയ്യാം. പി സ്ക്വയർ ഡിവൈഡഡ് ബൈ പിയുടെ സ്ക്വയർ പി സ്ക്വയർ, ക്യൂവിൻ്റെ സ്ക്വയർ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് എക്സ് സ്ക്വയർ. എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി സ്ക്വയർ ക്യൂ മൈനസ് എക്സ് സ്ക്വയർ, പി സ്ക്വയർ ക്യൂ മൈനസ് പി സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ പി മൈനസ് ക്യൂ സ്ക്വയർ എക്സ് സ്ക്വയർ. സോ നമുക്ക് എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെയർഫോർ എക്സ് സ്ക്വയർ ടേംസിനെയൊക്കെ എൽ എച്ച് എസിലേക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അതായത് ഈ ഒരു ടൈമിനെ, ഈ മൈനസ് ടൈമിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആകും. സോ ദാറ്റ് മീൻസ് ക്യൂ സ്ക്വയർ എക്സ് സ്ക്വയർ, ഓൾറെഡി മൈനസ് പി സ്ക്വയർ എക്സ് സ്ക്വയർ എൽ എച്ച് എസിലുണ്ട്. ദെൻ എക്സ് ഇല്ലാത്ത ടൈം ക്യൂ സ്ക്വയർ പി ഓൾറെഡി ആർ എച്ച് എസിലുണ്ട്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് പി സ്ക്വയർ ക്യൂ. സോ ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ മിച്ചം വരും ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ. സോ ഇവിടെ നമുക്ക് പി ക്യൂ കോമൺ എടുത്താൽ ക്യൂ മൈനസ് പി മിച്ചം വരും, ക്യൂ മൈനസ് പി. സോ ദാറ്റ് മീൻസ് so this can be written as x square equal to pq into q minus p divided by q square minus p square. q square minus p square എന്തിൻ്റെ ഫോർമാറ്റ് ആണ്? a square minus b square. എങ്ങനെ എഴുതാം? a plus b into a minus b. so that means pq into q minus p divided by q plus p into q minus p. so that means നമുക്ക് എന്ത് ചെയ്യാം? q minus p get cancelled. Therefore final answer x square is equal to pq divided by q plus p. so ഇതിനെ എങ്ങനെ എഴുതാം? pq divided by q plus p യെ p plus q എന്ന് എഴുതിയാലും ഒരു മാറ്റവും വരില്ല. therefore answer pq divided by p plus q. so ഒന്ന് മാർക്ക് ചെയ്തേക്കാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, pq divided by p plus q. സോ വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഫോമുലയായിട്ട് ഈ ഒരു ആൻസർ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നതും കുഴപ്പമില്ല. n നമ്പർ ഓഫ് ടൈംസ് നമുക്ക് മോഡൽ ടെസ്റ്റ് പേപ്പറിലും മോക്ക് ടെസ്റ്റ് പേപ്പറിലും എല്ലാം കയറി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2s is to 3t. ക്ലിയർ അല്ലേ എല്ലാവർക്കും? 9th ക്വസ്റ്റ്യൻ, 2s is to 3t is the duplicate ratio of 2s is to 3t is the duplicate ratio of 2s minus p is to 3t minus p is the duplicate ratio. 2s is to 3t is the duplicate of. The sentence is 2s minus p is to 3t minus p. So ഇവിടെ നോക്കുക, 2s is to 3t is the duplicate of. So that means ഇവിടെ 2s minus 3t ആണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. 2s minus p is to 3t minus p ആണ് ഒറിജിനൽ റേഷ്യോ. ഒറിജിനൽ റേഷ്യോയെ സ്ക്വയർ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒറിജിനൽ റേഷ്യോയെ സ്ക്വയർ ചെയ്താലാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കിട്ടുക. ഒറിജിനൽ റേഷ്യോയെ സ്ക്വയർ ചെയ്താലാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഇതാണ് ഒറിജിനൽ റേഷ്യോ, ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഒറിജിനൽ റേഷ്യോയെ സ്ക്വയർ ചെയ്താലാണ്, അത് a is to b ആണെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? a സ്ക്വയർ is to b സ്ക്വയർ അല്ലേ. സോ ഒറിജിനൽ റേഷ്യോയെ സ്ക്വയർ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇത്
Original ratio 2s minus p divided by 3t minus p the whole square is equal to 2s divided by 3t. That so that implies 2s minus p the whole square, a minus b the whole square, a square. That means 2s ന്റെ സ്ക്വയർ ആണ്. ശ്രദ്ധിക്കണം, s ന്റെ മാത്രം സ്ക്വയർ എടുക്കരുത്, 2 ന്റെയും സ്ക്വയർ എടുക്കണം. നോർമലി സ്റ്റുഡൻസ് വരുന്ന ഈ സോൾവിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് ഫൈനലി എത്തുമ്പോഴത്തേക്കും റോങ് ആൻസറിലേക്ക് എത്തിക്കും. രണ്ടാമത് അത് വെരിഫൈ ചെയ്ത് ശരിയാണോ നോക്കാനുള്ള ടൈം നമുക്ക് എക്സാമിനില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഗോ ഉണ്ടോ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം, വേണ്ട സ്റ്റെപ്പ് മാത്രം എഴുതി ആൻസറിലേക്ക് എത്തുക. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് മിനിമം ഒരു 75 to 80 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഇനിയുള്ള ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ 4s square minus 4sp plus p square divided by 9t square minus 6st plus p square is equal to 2s divided by 3t. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ആൻസർ മാത്രം എഴുതുക. 3t ഇൻറ്റു എന്നുള്ള സ്റ്റെപ്പ് ഒന്നും കഴിയുന്നതും എക്സാമിന് എഴുതി സമയം കളയരുത്. 4s square into 3t. So 4 into 3 12 ആണ്. 12s square t minus 12stp plus 3tp square is equal to 18st square minus 12stp plus 2sp square. സോ രണ്ടിടത്തും ഒരേപോലെ ടേം മൈനസ് 12stp അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വന്നാൽ 1 പ്ലസ് ആകും. ദാറ്റ് മീൻസ് സെയിം വാല്യൂ ആണ്, ക്യാൻസൽ ആകും. ദെൻ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഈക്വൽ ടു അല്ലെങ്കിൽ പി സ്ക്വയർ. ദാറ്റ് മീൻസ് പി ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഉള്ള ടേംസിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ഇവിടെ ഓൾറെഡി ഒരു 3tp സ്ക്വയർ ഉണ്ട്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും. 3tp സ്ക്വയർ മൈനസ് 2sp സ്ക്വയർ ഈസ് ഈക്വൽ ടു 18st square minus 12s square t. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? പി സ്ക്വയർ കോമൺ എടുത്താൽ മിച്ചം 3t മൈനസ് 2s. ഇവിടെ RHSൽ വരികയാണെങ്കിൽ 18 12, ദാറ്റ് മീൻസ് 6 കോമൺ എടുക്കാം. st സ്ക്വയർ s സ്ക്വയർ t, ദാറ്റ് മീൻസ് 6st കോമൺ എടുത്താൽ മിച്ചം 3t മൈനസ് 2s. മൾട്ടിപ്ലിക്കേഷൻ രണ്ട് സൈഡിലും 3t മൈനസ് 2x ഗെറ്റ് ക്യാൻസൽ. ദെയർഫോർ നേരെ ആൻസറിലേക്ക് വന്നു. പി സ്ക്വയർ ഈക്വൽ ടു 6st. പി സ്ക്വയർ is equal to 6st is the right answer. So mark ചെയ്തേക്കാം, important question. Okay, p square is equal to 6st. then ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടേ പോകുള്ളൂ. നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടൊരു കോമ്പൗണ്ടഡ് റേഷ്യോ ചോദിക്കണം. അതിനകത്ത് ഇൻവേഴ്സ് റേഷ്യോ വരുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ വരുന്നുണ്ട്, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ വരുന്നുണ്ട്, സബ് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം കൂടെ ചേർത്ത് വന്നിട്ട് ഒരു കോമ്പൗണ്ടഡ് റേഷ്യോ. ദെൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ്. സോ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് റേഷ്യോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, 275:31. ദെൻ ഇൻവേഴ്സ് ഓഫ് 729:1331. സോ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ത് വരും? 1331:729. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് 2:5. സോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2:5 ഡ്യൂപ്ലിക്കേറ്റ് മീൻസ് 2 സ്ക്വയർ ഈസ് ടു 5 സ്ക്വയർ. ദാറ്റ് മീൻസ് 4:25. Then next duplicate one. Then triplicate of 9:11. So 9 cube triplicate 9 729:1331 ആണ്. Then subduplicate of 961:1296. സബ്ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റൂട്ട് എടുക്കണം.
961 root 31. Then 1296 in the root 36. Then finally subtriplicate. Subtriplicate of again no 729 is to 1331. So നമുക്ക് triplicate ratio വെച്ചിട്ട് അറിയാം 729 cube root 9 ആണ് 1331 cube root 11 ആണ്. So that means 9 is to 11. 9 is to 11. Then നമുക്ക് compounded ratio കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? Product of antecedents is to product of consequence. So that means നമുക്ക് എങ്ങനെ എഴുതാം? 275 into 1331 into 4 into 729 into 31 into 9 divided by 31 into 729 into 25 into 1331 into 36 into 11. Okay, cancel ചെയ്യാം 31 get cancel, 729 get cancel, 1331 get cancel, 4 9 36 get cancelled. Then 25 into 11 എടുത്താൽ exactly 275 ആണ്. That means എല്ലാം cancel ആകും. Answer 1:1 എന്ന് വരും. That means 1:1. Choice A is the right answer. Choice A is the right answer. So ratios and proportional പിന്നീട് ഒന്ന് നോക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. കോമ്പൗണ്ടഡ് റേഷ്യോ മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കോമ്പൗണ്ടഡ് റേഷ്യോ. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പറിലെല്ലാം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് 2 ക്വാണ്ടിറ്റീസ്, റേഷ്യോ എത്രയാണ്? 5:7. ദെൻ ദ കോൺസിക്വൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻവേഴ്സ് റേഷ്യോ. സോ ഇതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ എത്രയായിരിക്കും? 7:5. സോ ദാറ്റ് മീൻസ് ഇൻവേഴ്സ് റേഷ്യോയുടെ ആൻറ്റിസിഡൻറ്റ് 7ഉം കോൺസിക്വൻറ്റ് 5 ആണ്. അവർ നമുക്ക് ആൻറ്റിസിഡൻറ്റ് കോൺസിക്വൻറ്റ് എന്ന് പറഞ്ഞാൽ ടെർമിനോളജി അറിയില്ല എങ്കിൽ ഇതെന്തോ വലിയ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ മോഡൽ ടെസ്റ്റ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ അറിയാമെങ്കിൽ നേരെ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ. അത്രയും ടൈം നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആ ടൈം നമുക്ക് ലെസ് ദാൻ 10 seconds നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇവിടെ കോൺസിക്വൻറ്റ് 5 ആണെങ്കിൽ ഒബ്വിയസ്ലി ആൻറ്റിസിഡൻറ്റ് എത്രയായിരിക്കും? 7. ആൻറ്റിസിഡൻറ്റ് 7. ഓക്കെ. ദെൻ അടുത്തത് കണ്ടിന്യൂസ് റേഷ്യോയുടെ കേസാണ്. കണ്ടിന്യൂസ് റേഷ്യോയുടെ നോക്കാം. കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ട്രിക്ക്. ബിക്കോസ് നമുക്ക് കണ്ടിന്യൂസ് റേഷ്യോ വെച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും എക്സാമിന്. ഒന്നെങ്കിൽ ഫാദർ മക്കൾക്ക് ഇത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, ഇത്ര രീതിയിൽ 3ആയിട്ടോ 4ആയിട്ടോ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഓരോരുത്തരുടെയും റേഷ്യോ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും എമൗണ്ട് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് മസ്റ്റായിട്ട് കണ്ടിന്യൂസ് റേഷ്യോ ഫോർമുലേറ്റ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത്. ദെൻ എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, മസ്റ്റായിട്ട് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കണ്ടിന്യൂസ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് A/B, that means A is to B. A/B equal to 2/3. That means A is to B ആണ് തന്നിരിക്കുന്നത്. 2:3. Then B/C equal to 4/5. That means B is to C 4:5 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A is to B is to C. A is to B is to C കണ്ടുപിടിക്കാൻ നമ്മളൊരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. A is to B is to C. ബിക്കോസ് n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് നമുക്ക് ടൈം ലിമിറ്റിൽ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. A is to B is to C കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ്. കണ്ട ആദ്യം A is to B ആ ഓർഡറിൽ കറക്റ്റായിട്ട് എഴുതുക. 2:3. ദെൻ ബിയുടെ അണ്ടറിൽ 4, രണ്ടാമത്തെ റോ ആയിട്ട് എഴുതുക. ദെൻ നമുക്കിവിടെ കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഇതാണ്. സോ ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോയിൽ ഒരു ടേം മിസ്സിംഗ് ആണ്, തേർഡ് ടേം മിസ്സിംഗ് ആണ്. സോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് മിസ്സിംഗ് ടേമിന് തൊട്ടടുത്ത്, ഫസ്റ്റ് റോയിൽ മിസ്സിംഗ് ടേമിന് തൊട്ടടുത്തുള്ള ടേം ഏതാണ്? 3 ആണ്. സോ അവിടെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? 3 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ദെൻ അതേപോലെ സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോയിൽ ഒരു ടേം മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ടേമിന് തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? 4 ആണ്. സോ 4 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. So that means നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 4 8 is to
3 into 4, 12 is to 3 into 3. 3 into 4 is to 5 ആയിരുന്നു അല്ലേ. സോ ഇവിടെ 5 ആണെങ്കിൽ നേരെ നമുക്ക് എന്ത് കിട്ടും ആൻസർ 15. സോ ആൻസർ ആയി 8 is to 12 is to 15 is the right answer. കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ട്രിക്കാണ്. സോ യൂസ് ചെയ്യണം, ബിക്കോസ് നമ്മുടെ വലിയൊരു പ്രോബ്ലത്തിൽ ഇത് യൂസ് ചെയ്തായിരിക്കും, അല്ലാണ്ട് നോർമലി മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തെടുത്ത് സമയം കളയരുത്. ദെൻ നെക്സ്റ്റ് വൺ, എ ഇസ് ടു ബിയും ബി ഇസ് ടു സിയും സി ഇസ് ടു ഡി എന്ന് തന്നിട്ടുണ്ട്. എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി. ഇതേ ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്ത് നമുക്കൊന്ന് ആൻസറിലേക്ക് എത്താം. എ ഇസ് ടു ബിയും ബി ഇസ് ടു എ ഇസ് ടു ബി, 2 is to 3, B is to C, 4 is to 5, C is to D, 3 is to 7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A is to B is to C is to D ആണ്. സോ നേരത്തെ ചെയ്ത പോലെ ഓർഡറിൽ എഴുതുക. 2 is to 3, രണ്ടാമത്തെ റോയിൽ 4 is to 5, മൂന്നാമത്തെ റോയിൽ 3 is to 7. ഫസ്റ്റ് റോയിൽ ശ്രദ്ധിക്കുക, രണ്ട് ടേം മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ടേമിന് തൊട്ടടുത്ത് വരുന്നത് 3 ആണ്. therefore 3 കൊണ്ട് ഫില്ലപ്പ് ചെയ്യുക. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് എക്സ്ട്രീമും റൈറ്റ് എക്സ്ട്രീമുമാണ് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. സോ ലെഫ്റ്റ് എക്സ്ട്രീമിൽ നമുക്ക് തൊട്ടടുത്ത് വരുന്നത് 4 ആണ്, റൈറ്റ് എക്സ്ട്രീമിൽ തൊട്ടടുത്ത് വരുന്നത് 5 ആണ്. അതുകൊണ്ട് ഫില്ലപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് തേർഡ് റോയിൽ രണ്ട് ടേം മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ടേം തൊട്ടടുത്ത് വരുന്നത് 3 ആണ്, 3 കൊണ്ട് ഫില്ലപ്പ് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ ബി ചെയ്താൽ കിട്ടുന്നത് ആൻസർ ആയിരിക്കും 2 into 4 into 3. സോ ഇത് റേഷ്യോ എപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സോ ദാറ്റ് മീൻസ് ഇവിടെ 3 ഒഴിവാക്കാൻ. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ 3ലും 4ലും 3 കോമൺ ആയിട്ട് വരുന്നുണ്ട്. therefore മിച്ചം എന്ത് വരുന്നുണ്ട്, 8 is to 12 is to 15 is to 35. 8 is to 12 is to 15 is to 35 കറക്റ്റ് ആണ്. Okay, then next one, A is to B given ആണ്, B is to C given ആണ്, C is to D given ആണ്, and D is 50% more than E. D is 50% more than E. Then find the ratio between A and E. So first നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോക്ക് ടെസ്റ്റ് പേപ്പറിലെല്ലാം ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാനല്ല, എ ഇസ് ടു ബിയും ബി ഇസ് ടു സിയും സി ഇസ് ടു ഡിയും തന്നിട്ടുണ്ട്. ദെൻ ഡി ഈസ് 50% മോർ ദാൻ ഇ. ഈ റേഷ്യോയിൽ ഇല്ലാത്ത ഒരു ടേമിനെക്കാട്ടിലും 50% കൂടുതലാണ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയും ഇയും തമ്മിലുള്ള റേഷ്യോ ഫസ്റ്റ് നമുക്ക് എ ഇസ് ടു ബിയും ബി ഇസ് ടു സിയും സി ഇസ് ടു ഡി തന്നിരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി. സോ നമുക്ക് ഓർഡറിൽ എഴുതാം. 3 is to 5, then 5 is to 4, then 2 is to 3. സോ ഇവിടെ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. ഇവിടെ രണ്ടിടത്തും 5 ഉണ്ട്, ഇവിടെ 5, ഇവിടെ 4, ഇവിടെ 2. സോ എല്ലാ ഇതിൽ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, കോളം എടുക്കുകയാണെങ്കിൽ 5 കോമൺ ആയിട്ടുണ്ട്, 5 ഒഴിവാക്കിയിട്ടുണ്ട്. ബിക്കോസ് റേഷ്യോ മീൻസ് ഏറ്റവും സിംപ്ലസ്റ്റ്. ഇപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സിംപ്ലസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടും, 6 into 3 into 2, 6 is to 10 is to 8 is to 12. അപ്പോൾ ഇതുപോലും ഏറ്റവും സിംപ്ലസ്റ്റ് അല്ല. ഇതെന്താണ്, എല്ലാം ഈവൺ നമ്പറാണ്. നമുക്ക് 2 കൊണ്ട് മിനിമം 2 കൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 is to 5 is to 4 is to 6 ആണ്. നമുക്ക് എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം കിട്ടി. സോ ദാറ്റ് മീൻസ് നമുക്ക് ആക്ച്വൽസ് എടുക്കാം. നമുക്ക് എ 3x, ബി 5x, സി 4x, ഡി 6x. ഇനി നോക്കാം, ഡി ഈസ് 50% മോർ ദാൻ ഇ. ഡി എന്ന് പറയുന്നത് ഇ എത്രയാണോ അതിനെക്കാട്ടിലും 50% കൂടുതലാണ്. സോ ഇ പ്ലസ് 50% ഓഫ് ഇ. നമുക്ക് ഡി അറിയാം 6x ആണ്. ഇ പ്ലസ് 50% മീൻസ് 50 divided by 100, 0.5 ഇ. ഇ മീൻസ് 1 ഇ. 6x ഈക്വൽ ടു 1.5 ഇ. ദാറ്റ് ഇംപ്ലൈസ് ഇ ഈക്വൽ ടു 4x.
അതായത് 6 ഡിവൈഡഡ് ബൈ 1.54x. സോ നമുക്ക് എ 3x ആണ്, ഇ 4x ആണ് തമ്മിലുള്ള റേഷ്യോ അല്ലെ ക്വസ്റ്റ്യൻ. എ ഈസ് ടു ഇ 3x ഈസ് ടു 4x. ദാറ്റ് മീൻസ് 3 ഈസ് ടു 4 ഈസ് ദ റൈറ്റ് ആൻസർ. 3 ഈസ് ടു 4 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഒന്ന് മാർക്ക് ചെയ്തേക്കാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 3 is to 4 is the right answer. Then next one. Okay, എല്ലാവർക്കും ക്ലിയർലേ? Then ABC works in a company. The ratio of A's age to that of B's age is 11 is to 13. B's age to that of C's age is 13 is to 4. Sum of their ages is 76. ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ടോട്ടലിനെ നമുക്ക് ആ കണ്ടിന്യൂസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് എന്താണോ ഒരാളുടെ ഏജ് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ഏജസ് എത്രയാണോ അത് കണ്ടുപിടിക്കണം. സോ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ് എടുക്കാം. ഏജ് ആണ്. എയുടെ ഏജ് ഈസ് ടു ബിയുടെ ഏജ് 11 ഈസ് ടു 13 ആണ്. ദെൻ ബിയുടെ ഏജ് ഈസ് ടു സിയുടെ ഏജ് 13 ഈസ് ടു 14 ആണ്. സോ ഇത് വെച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കാം. എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാം. 11 13 13 14. സോ ഇവിടെ നമുക്ക് 13 ഇവിടെയും 13 അല്ലേ. സോ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു 13 ഉണ്ട്. സോ നമ്മുടെ റേഷ്യോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടും. 11 ഈസ് ടു 13 ഈസ് ടു 14 അല്ലേ. 14. ഓക്കെ. സോ 76നെയാണ് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 11 ഈസ് ടു 13 ഈസ് ടു 14 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 3 പേരുടെയും ഏജിൻ്റെ. സോ ഇവിടെ ഉണ്ടോ, ഇവിടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണിത്. സോ 76നെയാണ് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എ ഈസ് ടു ബി ഈസ് ടു സി എടുത്തു കഴിഞ്ഞാൽ ഏജ് എടുത്തു കഴിഞ്ഞാൽ 11 ഈസ് ടു 13 ഈസ് ടു 14. ദാറ്റ് മീൻസ് ആക്ച്വൽസ് എത്രയൊക്കെ വരും. ആക്ച്വൽ ഏജ് ഉണ്ടോ, റേഷ്യോ സിംപ്ലസ്റ്റ് ഫോം ആണ്. ദെയർഫോർ ആക്ച്വൽ ഏജ് 11x 13x 14x ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം. 76 കിട്ടണം. ദെയർഫോർ ആഡ് ചെയ്യുമ്പോൾ 11 24 38 x ഈക്വൽ ടു 76. ദെയർഫോർ x equal to 2. Then ഓരോരുത്തരുടെ ഏജ് എത്ര വരും. 11x that means 22. എക്ക് 11x 22 years. ബിക്ക് 13x that means 26 years. സിക്ക് 14x that means 28 years. 22 26 and 28. 22 26 and 28 are the ages. മാർക്ക് ചെയ്തേക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നോക്കിയിട്ടേ പോകാവുള്ളൂ. നമുക്കൊരു 95% ചാൻസ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂസ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. കണ്ടിന്യൂസ് റേഷ്യോയുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എ ആൻഡ് ബി ഹാവ് ബുക്സ് ഇൻ ദ റേഷ്യോ 3:4 ആൻഡ് ബി ആൻഡ് സി ഹാവ് ബുക്സ് ഇൻ ദ റേഷ്യോ 3:2. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് നമുക്ക് 116 ബുക്സ് ആണ്. നമുക്ക് ഫസ്റ്റ് എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കണം. എ ഈസ് ടു ബി ഈസ് ടു സി. ഓക്കെ. സോ ഇതിനായിട്ട് എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ എല്ലാം ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. എ ഈസ് ടു ബി എത്രയാണ്. 3:4 ആണ്. ബി ഈസ് ടു സി 3:2 ആണ്. സോ മിസ്സിംഗ് ടേം ഇവിടെ 4 ഇവിടെ 3. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം. 9:12:8. അതിനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ റേഷ്യോ എത്രയാണ്. 9:12:8. ദാറ്റ് മീൻസ് 9x 12x 8x ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 116. സോ ദാറ്റ് മീൻസ് 29. x is equal to 116. That means x is equal to 4. x at 84. x is equal to 4. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്ക് എത്ര ബുക്ക് ഉണ്ടെന്ന്. എക്ക് 9x ബുക്സ് ആണ്. 9 × 4 36 ബുക്സ്. 36. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. സോ എ മാൻ ഡിസ്ട്രിബ്യൂട്ട്സ്
ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടോ, ഒന്നുകിൽ കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ ടൈംസ് പറയുന്നത്. ഇതേപോലെ മാൻ ഡിസ്ട്രിബ്യൂട്ട് പ്രോപ്പർട്ടി, ഹിസ് പ്രോപ്പർട്ടി ഓഫ് റുപ്പീസ് 6 lakhs 3 സണ്ണിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. സൺ 1, സൺ 2, സൺ 3. The share of first son is thrice that of his second son share, and share of his second son twice that of his third son. എന്താ പറയുന്നത്? ഫസ്റ്റ് സണ്ണിന് കിട്ടുന്നത് സെക്കൻഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ ഇത്ര ഇരട്ടിയാന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് സണ്ണിന് കിട്ടുന്ന എത്രയാണ്? തേർഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ ഇത്ര ഇരട്ടിയാന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് ഷെയർസ് ഓഫ്, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സൺ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. ഫസ്റ്റ് സണ്ണിന് കിട്ടുന്ന സെക്കൻഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ ബേസിസിൽ പറഞ്ഞിരിക്കുന്നു, സെക്കൻഡ് സണ്ണിന് കിട്ടുന്നത് തേർഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ ബേസിസിൽ പറഞ്ഞു. ദാറ്റ് മീൻസ് നമുക്ക് ഏതാണ് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്? തേർഡ് സൺ അല്ലെ. ഫസ്റ്റ് സണ്ണിന് സെക്കൻഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ ഇത്ര, സെക്കൻഡ് സണ്ണിന് തേർഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ ഇത്ര. സോ ദാറ്റ് മീൻസ് തേർഡ് സണ്ണിന് കിട്ടുന്നത് എക്സ് ആണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സണ്ണിന് എത്ര കിട്ടും? ട്വൈസ് ദാറ്റ് ഓഫ് ഹിസ് തേർഡ് സൺ. തേർഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ ഇരട്ടി. ഫസ്റ്റ് സണ്ണിനോ? സെക്കൻഡ് സണ്ണിന് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി. ദാറ്റ് മീൻസ് 3 × 2x എത്രയാണ്? 6x. സോ ഇതാണ് ആക്ച്വൽ. നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? എമൗണ്ട് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് റേഷ്യോ. ദാറ്റ് മീൻസ് ഇതങ്ങ് റേഷ്യോ എടുത്താൽ പോരെ. റേഷ്യോ മീൻസ് എന്താണ്? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം 6x 2xx. ദാറ്റ് മീൻസ് 6:2:1 is the right answer. 6:2:1 is the right answer. Okay അല്ലേ? 6:2:1 is the right answer. Okay, then question. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി എക്സാമിനും മോക്ക് ടെസ്റ്റിലും എല്ലാം വന്നിട്ടുള്ളതാണ്. റേഷ്യോ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ തന്നിരിക്കുന്നു. എ മാൻ ഡിവൈഡ് ഹിസ് പ്രോപ്പർട്ടി ഇൻ സച്ച് എ മാനർ ദാറ്റ് ഹിസ് സൺ ഷെയർ ടു ഹിസ് വൈഫ് ഷെയർ ആൻഡ് ഹിസ് വൈഫ് ഷെയർ ടു ഹിസ് ഡോട്ടർ ഷെയർസ് ആർ ബോത്ത് ഇൻ ദ റേഷ്യോ 3:1. സോ ദാറ്റ് മീൻസ് മാൻ ഡിവൈഡ് ചെയ്തു. നമുക്കുണ്ട് ഓർഡർ ശ്രദ്ധിക്കണം. സണ്ണിന് കൊടുത്തത് ഈസ് ടു വൈഫിന് കൊടുത്തത് 3:1 ആണ്. ദെൻ വൈഫിന് കൊടുത്തത് ടു ഡോട്ടർക്ക് എത്രയാണ്? അതും 3:1 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് സൺ ഈസ് ടു വൈഫ് ഈസ് ടു ഡോട്ടർ എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാം. 3:1 3:1. സോ ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം 9:3:1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് സണ്ണിന് 9x കിട്ടുവാണെങ്കിൽ വൈഫിന് 3x, ഡോട്ടർക്ക് എക്സ്. ഓക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ തന്നിട്ടില്ല, പകരം നമുക്ക് വേറൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഇതുവരെയുള്ള ക്വസ്റ്റ്യനിലെല്ലാം നമുക്ക് ടോട്ടൽ ആയിരുന്നു. ഇവിടെ നമുക്ക് വേറൊരു ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. എന്താണ് ആ ഇൻഫർമേഷൻ? ഹിസ് ഡോട്ടർ ഗെറ്റ്സ് 10,000 ലെസ് ദാൻ വാട്ട് സൺ ഗെറ്റ്സ്. അതായത് സണ്ണിന് കിട്ടുന്നതിനെക്കാട്ടിലും എത്ര കുറവാണ് ഡോട്ടർക്ക് കിട്ടിയത്? 10,000 rupees. അതായത് സണ്ണിന് കിട്ടിയത് 9x, വൈഫിന് 3x, ഡോട്ടർക്ക് x ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? സണ്ണിന് കിട്ടിയ 9xൽ നിന്ന് 10,000 കുറച്ചാൽ എത്ര കിട്ടും? ഡോട്ടറുടെ ഷെയറായ x കിട്ടണം. ദാറ്റ് മീൻസ് 8x ഈക്വൽ ടു 10,000. ദാറ്റ് ഇംപ്ലൈസ് x എത്ര വരും? 10,000 ഡിവൈഡഡ് ബൈ 8, 1,250. 1,250. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ വർത്ത് ഓഫ് ദ പ്രോപ്പർട്ടി? സോ ഈ പ്രോപ്പർട്ടിയുടെ വർത്ത് എത്രയാണ്? പ്രോപ്പർട്ടിയുടെ വർത്ത് നോക്കിയേ, ഈ ടോട്ടൽ അല്ലേ? സണ്ണിന് കിട്ടുന്നത് പ്ലസ് ഡോട്ടർ കിട്ടുന്നത് പ്ലസ് വൈഫിന് കിട്ടുന്നത്, ഈ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 13x ആണ് വർത്ത് ഓഫ് ദ പ്രോപ്പർട്ടി. സോ പ്രോപ്പർട്ടിയുടെ വർത്ത് ഇത് 3 ഉണ്ട്. ഇവരുടെ 3 പേരുടെ ഷെയറും കൂടെ ആഡ് ചെയ്യുന്നതല്ല ടോട്ടൽ വർത്ത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് കിട്ടി, അങ്ങനെയാണെങ്കിൽ 13x വർത്ത് ഈക്വൽ ടു 13x ആണ്. 13 × 1,250 കിട്ടും 16,250. 16,250 is the right answer. ഒന്ന് മാർക്ക് ചെയ്തേക്കാം. എക്സാമിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ തന്നിട്ടില്ല, വർത്ത് അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എക്സ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഇൻഫർമേഷൻ, സണ്ണിന് കിട്ടിയത് ഡോട്ടറിന് കിട്ടിയതിനെക്കാട്ടിലും 10,000 കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് വൺ. So divide
5150 such that 5130 such that PQR Pയുടെ ഷെയർ 1 2 3 4. So PQRS. So ഇവിടെ നോക്കാം such that 3 times P ഷെയർ പിക്ക് കിട്ടിയാൽ നമുക്ക് പി ആയിട്ട് എടുക്കാം. അതിൻ്റെ 3 times എന്ന് പറയുമ്പോൾ നമുക്ക് 3P അത് എന്തിനോട് ഈക്വൽ ആണ്? ഈക്വൽ ടു 4 times Q ഷെയർ ഇസ് ഈക്വൽ ടു 5 times R ഷെയർ ഇസ് ഈക്വൽ ടു 6 times S ഷെയർ. സോ നമുക്കിവിടെ P is to Q is to R is to S കണ്ടുപിടിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കണ്ടിന്യൂസ് റേഷ്യോ കിട്ടിയാൽ ഓരോരുത്തരുടെയും എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഇതിനായിട്ട് നമുക്ക് 3P is equal to 4Q is equal to 3 4 5 6 3 4 5 6. സോ ഇതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ സോ 3ക്കും 4നും 3 4 12 അതിൻ്റെ 3 4 6 3യുടെയും 4നും കോമൺ ആയിട്ട് നമുക്ക് 12 എടുക്കാം. 12 3 4 6ന് 12 ദെൻ 12 ഇൻറ്റു 5 60 നമുക്ക് LCM നമുക്ക് 60 എന്ന് കിട്ടും. 60. ഓക്കെ. സോ 3 4 5 6 എന്ന ഷോർട്ട് കട്ട് മെത്തേഡാണ്. 3 4 5 6ൻ്റെ LCM നമുക്ക് 6 എന്ന് കിട്ടും. 60 എന്ന് കിട്ടും. സോ ദെൻ ഇനി P is to Q is to R is to S കണ്ടുപിടിക്കാൻ P is to Q is to R is to S. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ്റ് അത് വെച്ചിട്ട് അതിൻ്റെ LCM കണ്ടുപിടിച്ചു. ദെൻ P is to Q is to R is to S കണ്ടുപിടിക്കാൻ 60 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ആ ഒരു പിയുടെ കോഎഫിഷ്യൻ്റ് 3 ഈസ് ടു 60 ഡിവൈഡഡ് ബൈ 4 ഈസ് ടു 60 divided by 5 is to 60 divided by 6. So that means 20 is to 15 is to 12 is to 10 എന്ന് കിട്ടും. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണിത്. സോ ഇങ്ങനെ ടൈംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ടൈംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് സോ നമ്മൾ തന്നിരിക്കുന്ന ആ ടൈംസിൻ്റെ കോഎഫിഷ്യൻ്റ് ആ വാല്യൂവിൻ്റെ LCM കണ്ടുപിടിക്കുക. ദെൻ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് LCMനെ ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടിന്യൂസ് റേഷ്യോ കിട്ടും. സോ ഇനി നമുക്ക് 5130 ആണ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 5130 1 2 3 PQRS. P is to Q is to R is to S എന്ന് പറയുന്നത് 20 is to 15 is to 12 is to 10 ആണ്. സോ ആക്ച്വൽസ് നമ്മൾ എടുക്കുമ്പോൾ 20x പ്ലസ് 15x പ്ലസ് 12x പ്ലസ് 10x ഈക്വൽ ടു 5130. സോ ആഡ് ചെയ്യുമ്പോൾ 57x ഈക്വൽ ടു 5130. x is equal to 5130 ഡിവൈഡ് ബൈ 57 90 എന്ന് കിട്ടും. 5190 ആണ്. ദെയർഫോർ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്യൂവിൻ്റെ ഷെയർ അല്ലേ? വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ക്യൂ എത്രയാണ്? 15x ആണ്. ക്യൂവിന് 15x. ദാറ്റ് മീൻസ് 15 ഇൻറ്റു 90 1350 ഈസ് ദ റൈറ്റ് ആൻസർ. 1350. അത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. ടൈംസിൽ തന്നിരിക്കുന്നു. സോ നമുക്ക് വേറെ റേഷ്യോ ആയിട്ടല്ല തന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ടൈംസിൽ തന്നാൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ LCM എടുക്കുക. ദെൻ ആ LCMനെ കറസ്പോണ്ടിങ് ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിൻ്റെ കണ്ടിന്യൂസ് റേഷ്യോയിൽ വരുന്ന ടേംസ്. ഓക്കെ അല്ലേ? ദെൻ സോ ഇത്രയാണ് നമ്മുടെ
റേഷ്യോസിൽ വരുന്നത്. ഇനി പ്രപ്പോർഷൻസ്. Find the value of x if find the value of x if 10 divided by 3 is to x is equal to 5 by 2 is to 5 by 4. അവിടെ നേരെ നമുക്ക് എങ്ങനെ എടുക്കാം? 10 divided by 3 is to x is equal to 5 by 2 is to 5 by 4. നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. പ്രോഡക്റ്റ് ഓഫ് extremes equal to product of means. Product of extremes is equal to product of means. So that implies നമുക്ക് എങ്ങനെ എഴുതാം? 10 by 3 into 5 by 4 is equal to x into 5 by 2. ഒറ്റയടിക്ക് നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും. സോ ഇവിടെ 5 ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ ഇവിടെ 2 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് മിച്ചം എന്ത് വരും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുകൂടെ ഇതിനെ നമുക്ക് 2 വെട്ടി 5. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്രയാണ് മിച്ചം? 5 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു എക്സ്. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ദെർഫോർ എക്സ് എത്ര കിട്ടി? 5 ഡിവൈഡഡ് ബൈ 3. 5 ഡിവൈഡഡ് ബൈ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ 3 ടേംസ് വന്നിട്ടുണ്ട്, ഒരു ടേം മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എക്സ് എന്ന് തന്നിരിക്കുന്നു. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിരിക്കുന്നു. ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ നമ്പർ ഓഫ് ടൈംസ് മോഡൽ ടെസ്റ്റ് പേപ്പറിലും എക്സാമിനും എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്തോണം. ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നുകിൽ 3 ടേം തന്നിട്ട് 4 ടേം മിസ്സിംഗ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ 2 ടേം തന്നിട്ട് മീൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ തേർഡ് പ്രപ്പോർഷനിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് വാട്ട് ഈസ് ദ മീൻ പ്രപ്പോർഷൻ? ദാറ്റ് മീൻസ് 12x² ഉണ്ട്, 27y² ഉണ്ട്. ഇപ്പം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് എ, ഇത് ബി, ഇത് സി. സോ ദാറ്റ് മീൻസ് നമുക്ക് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. മീൻ പ്രപ്പോർഷനിൽ ചോദിച്ചാൽ നമുക്ക് ഏത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏത് ഫോമിൽ എടുക്കാം? ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി. സോ ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 12x² ഇൻറ്റു 27y². 12 ഇൻറ്റു 27 324 x² y². സോ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 324 റൂട്ട് കാൽക്കുലേറ്ററിൽ അടിക്കുക. 18 ആണ്. x² റൂട്ട് എക്സ് ആണ്, y² റൂട്ട് വൈ ആണ്. സോ ദാറ്റ് മീൻസ് 18xy ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് ഒരുപാട് തവണ കേട്ടോ മോഡൽ ടെസ്റ്റ് പേപ്പറിലും എക്സാമിനും എല്ലാം ഒന്നിൽ കൂടുതൽ തവണ അല്ലെങ്കിൽ n നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ 3 ടേംസ് തന്നിട്ടുണ്ട്. നമുക്ക് 4th പ്രപ്പോർഷണലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2a, ദെൻ a³ ദെൻ c, ദെൻ 4th പ്രപ്പോർഷണൽ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡി എന്ന് എടുക്കാം. ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3 ടേം തന്നിട്ട് 4th പ്രപ്പോർഷണൽ ചോദിച്ചാൽ നമുക്ക് ഏത് പ്രോപ്പർട്ടി എടുക്കാം? പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? 2ad ഇസ് ഈക്വൽ ടു a³ c. ദാറ്റ് ഇംപ്ലൈസ് d ഈക്വൽ a³ c ഡിവൈഡഡ് ബൈ 2a. a ക്യാൻസൽ ആകും, ഇവിടെ സ്ക്വയർ. സോ ദാറ്റ് ഇംപ്ലൈസ് d ഈക്വൽ ടു a² c ഡിവൈഡഡ് ബൈ 2. a² c ഡിവൈഡഡ് ബൈ 2. സോ ഇതൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഒരുപാട് തവണ മോക്ക് ടെസ്റ്റ് പേപ്പറിലെല്ലാം വന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? Clear answer? Then next one. അടുത്ത മാർക്ക് നമുക്ക് പ്രപ്പോർഷൻസിൽ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. മസ്റ്റായിട്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് അല്ലെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകാവൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷൻ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ട്രിക്ക് അല്ലെങ്കിൽ ഫോർമുലാസ് എല്ലാം അത് യൂസ് ചെയ്യണം. ബിക്കോസ് എക്സാമിന് നോർമലി എനിക്ക് മനസ്സിലായിടത്തോളം സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ വായിച്ച് ടൈം കളഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 1.5 മിനിറ്റ് 2 മിനിറ്റ് എന്ന രീതിയിൽ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്.
സോ നമുക്ക് അതിനകത്തൊരു 25-30 ക്വസ്റ്റ്യൻസ് എങ്കിലും ലെസ് ദാൻ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ലോജിക്കൽ റീസണിങ്ങിലും ചില ക്വസ്റ്റ്യൻസിലും ഒക്കെ നമുക്ക് ടൈം എടുത്ത ഈ പറയുന്ന 80+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, വെരി ഹൈ മാർക്സിലേക്ക് എത്താൻ പറ്റും. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു എനിക്ക് ആൻസർ അറിയാം, അല്ലെങ്കിൽ എനിക്ക് 100 ക്വസ്റ്റ്യൻ അറിയായിരുന്നു ബട്ട് എനിക്ക് അത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ആ സിറ്റുവേഷൻ വരരുത്. എനിക്ക് 80 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ 80 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെയ്യുക, നിങ്ങളും ക്വസ്റ്റ്യൻ കണ്ടുടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ആൻസറിലേക്ക് എത്തുക. സോ a/3 = b/4 = c/7. ഇവിടെ നമുക്ക് a + b + c ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡ് ബൈ c ആണ് കണ്ടുപിടിക്കേണ്ടത്. a/3 = b/4 = c/7. 3 അൺനോൺ റേഷ്യോസ് ഈക്വൽ ആയിട്ട് തന്നിരിക്കും. നമ്മൾ കോൺസ്റ്റന്റ് കെയോട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇംപ്ലൈസ് a/3 = k ആണ്. ദാറ്റ് ഇംപ്ലൈസ് a = 3k. അതേപോലെ ബി എത്ര വരും? b/4 = k ആണ്. ദാറ്റ് ഇംപ്ലൈസ് b = 4k. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ എക്സാമിന് ഒഴിവാക്കുന്നത്. ഇങ്ങനെ 3 അൺനോൺ ക്വാണ്ടിറ്റീസ് ഈക്വൽ ആയിട്ട് കണ്ടാൽ ഉടനെ ഓർത്തോണം, അൺനോൺ റേഷ്യോസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ഈക്വൽ ആയിട്ട് വന്നാൽ കോൺസ്റ്റന്റ് കെയോട് ഇക്വേറ്റ് ചെയ്യും. അത് വെച്ച് നമ്മൾ ആ വേരിയബിളിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് k കണ്ടുപിടിക്കും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കിട്ടുകൊടുത്താൽ ആൻസർ ആയിരിക്കും. c/7 = k ആണ്. ദാറ്റ് ഇംപ്ലൈസ് c = 7k. നമുക്ക് വേണ്ടത് a + b + c the whole divided by c. 3k + 4k + 7k the whole divided by 7k. That means 14k divided by 7k = 2. Answer is 2. So mark kideka. Very very important question. Okay, then next one. നോക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്നിൽ കൂടുതൽ തവണ ഉള്ള ടെസ്റ്റ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഒരുപാട് മിസ്റ്റേക്സ് സ്റ്റുഡൻസ് വരുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് a/b + c = b/c + a is equal to c/a + b is equal to, അതായത് കണ്ടോ a/b + c എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്, b/c + a യോട് ഈക്വൽ ആണ്, is equal to c/a + b. ഈ പറയുന്ന 3 റേഷ്യോസും എന്തിനോട് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി അവിടെ എന്താണ്? അഡെൻഡോ പ്രോപ്പർട്ടി. സോ തന്നിരിക്കുന്ന റേഷ്യോസ് എല്ലാം എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്ന അഡെൻഡോ പ്രോപ്പർട്ടി. തന്നിരിക്കുന്ന റേഷ്യോസിന്റെ ആന്റിസിഡൻസിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ കോൺസിക്വൻസിന്റെ സം. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? ആന്റിസിഡൻസ്. അഡെൻഡോ പ്രോപ്പർട്ടി ആണ് യൂസ് ചെയ്യുന്നത്. ആന്റിസിഡൻസിന്റെ സം a + b + c ഡിവൈഡഡ് ബൈ b + c + c + a + a + b. So that implies നമുക്ക് നോക്കാം ന്യൂമറേറ്റർ a + b + c തന്നെയാണ് ഡിവൈഡഡ് ബൈ. നോക്കിയാൽ നമുക്ക് ഒന്ന് ഞാൻ ഓർഡറിൽ എടുക്കുകയാണ്. a എത്ര തവണ ആഡ് ചെയ്തിട്ടുണ്ട്? 2 തവണ. a 2 തവണ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2a + b എത്ര തവണ ആഡ് ചെയ്തിട്ടുണ്ട്? 2 തവണ. 2b + c 2 തവണ 2c. So that means a + b + c ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമുക്ക് 2 കോമൺ എടുത്താൽ എന്ത് വരും? a + 2 × a + b + c. സോ എന്ത് ക്യാൻസൽ ചെയ്യാൻ? നമുക്ക് a + b + c ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് മീൻസ് 1/2. ഇവിടെ സ്റ്റുഡൻസ് കെയോട് ഇക്വേറ്റ് ഒക്കെ ചെയ്ത് സമയം കളയും. ഇവിടെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ക്ലൂ എന്താണ്? ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അഡെൻഡോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ആൻസർ എത്ര വരും? 1/2. 1 divided by 2. 1 divided by 2. Okay. Then find the ratio of third proportional. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോക്ക് ടെസ്റ്റിലും എല്ലാം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Find the ratio of third proportional to third proportional of. അപ്പോൾ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. എന്തിൻ്റെയൊക്കെയാണ്? തേർഡ് proportional of 12:30. So that means നമുക്ക് തേർഡ് പ്രപ്പോർഷണൽ കണ്ടുപിടിക്കണം. 12:30 ആണെങ്കിൽ. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഇത് എ ബി, നമുക്ക് സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? b square equal to ac. That implies 30
square equal to 12 into C. That implies C equal to 900 divided by 12. 900 divided by 12 എത്രയാണ് 75. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോയുടെ ഫസ്റ്റ് ടേം കിട്ടി, ആൻറ്റിസിഡൻറ്റ് കിട്ടി 75 ടു മീൻ പ്രപ്പോർഷണൽ ഓഫ് റേഷ്യോ ഓഫ് തേർഡ് പ്രപ്പോർഷണൽ ഓഫ് എടുത്തു ടു മീൻ പ്രപ്പോർഷണൽ ഓഫ് 925. സോ ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എയും സിയും ഉണ്ട്. ഇവിടെ എടുക്കുകയാണെങ്കിൽ 925 എ ഉണ്ട്, സി ഉണ്ട്, ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ ഏത് ഫോർമുല യൂസ് ചെയ്യാം? ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി. ദാറ്റ് മീൻസ് 9 into 25. 9ൻ്റെ റൂട്ട് 3 ആണ്, 25ൻ്റെ റൂട്ട് 5 ആണ്. ദാറ്റ് മീൻസ് 3 into 5 15. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് ഇനി നമുക്ക് രണ്ട് ടേംസും കിട്ടി. ഇനി ഇതിൻ്റെ റേഷ്യോ അപ്പോൾ നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? റേഷ്യോ ഓഫ് 75 to 15 എങ്ങനെ എഴുതാം നമുക്ക്? 75:15. റേഷ്യോ എപ്പോഴും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാറ്റിലാണ്. സോ ഇതിനെ രണ്ടിനെയും നമുക്ക് 15 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഈ രണ്ട് റേഷ്യോയുടെ രണ്ട് ടേംസിനെയും ഡിവൈഡ് ചെയ്താൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര വരും? 5:1. 5:1. 5:1 is the right answer. 5:1. 5:1. 5:1. Okay. Ideal answer. Then next one. P by Q is equal to R by S. And ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടോ, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് തിയറി ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സിലെ പോലെ തന്നെ ബിസിനസ് മാത്തമാറ്റിക്സിലെ ഇങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻ വന്നാൽ വിട്ടടിക്കണം. പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ലെസ് ദാൻ 10 സെക്കൻഡ്സ് ആൻസർ ആണ്. അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടഫാണ്. ഇവിടെ നോക്കാം, നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഏത് പ്രോപ്പർട്ടിയാണെന്ന് നോക്കാം. P by Q equal to R by S is equal to P minus R divided by Q minus S. P by Q equal to R by S is equal to that means ഒന്നുകിൽ അഡൻഡോ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലെങ്കിൽ സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടി ആയിരിക്കും. അഡൻഡോ പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെ വരണം? P plus R divided by Q plus S എന്ന് വരണം. ബട്ട് സബ്ട്രാഹൻഡോ ആണെങ്കിലോ പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് വന്നാവും. ദാറ്റ് മീൻസ് P minus R divided by Q minus S. ദാറ്റ് മീൻസ് എക്സാക്ട്ലി ഏത് പ്രോപ്പർട്ടിയാണിത്? സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടി. ഇപ്പോൾ ലാസ്റ്റ് ടൈം നിങ്ങളുടെ ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സിൽ കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് സോൾവിങ് പ്രോബ്ലം ആയിരിക്കും കൂടുതൽ വരാൻ നോർമലി എക്സാമിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട്. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ബിസിനസ് മാത്തമാറ്റിക്സിൽ ഒന്ന് രണ്ട് തിയറി ക്വസ്റ്റ്യൻ പോലത്തെ തിയറി വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് സിമ്പിൾ അല്ലെങ്കിൽ ടൈം ലിമിറ്റിൽ പെട്ടെന്ന് ചെയ്യാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ 4th ചാപ്റ്ററിലെ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിലെയും എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വൃത്തിയായിട്ട് നോക്കി പോകുക. ദെൻ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷണൽ. സോ നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ദെൻ തേർഡ് പ്രപ്പോർഷണലാണ് ചോദിച്ചത്. ദാറ്റ് മീൻസ് ഇത് ഇപ്പോൾ എ ബി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ക്യാപ്സ് ലെറ്റർ എടുക്കുകയാണ്. ഇത് എ, ഇത് ബി ആണെങ്കിൽ സി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷണൽ. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ തേർഡ് പ്രപ്പോർഷണൽ ചോദിച്ചുകൊണ്ട് നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി. ബി സ്ക്വയർ സി ചോദിച്ചുകൊണ്ട് നമുക്ക് ഏത് പ്രോപ്പർട്ടി എടുക്കാം? ബി സ്ക്വയർ, അതായത് മീൻ പ്രപ്പോർഷണലിലെ സ്ക്വയർ എടുത്താൽ നമുക്ക് ഫസ്റ്റ് പ്രപ്പോർഷണൽ ഇൻറ്റു തേർഡ് പ്രപ്പോർഷണൽ എന്നുള്ള പ്രോപ്പർട്ടി എ ഇൻറ്റു സി ബി സ്ക്വയർ. സോ ഓൾറെഡി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, ഇതിൻ്റെ ഹോൾ സ്ക്വയർ is equal to a square minus b square into c. a square minus b square into c. Okay, so ഇവിടെ നമുക്ക് a plus b the whole square എന്ത് വരും? a plus b the whole raised to 4. a square minus b square എങ്ങനെ എഴുതാം? a plus b into a minus b.
A plus B into A minus B into C. So നമുക്ക് രണ്ട് സൈഡിലും A plus B ഉണ്ട്. ഇതൊരെണ്ണം ക്യാൻസൽ ആകും. ഈ 4 എന്നുള്ള റേസ് ടു 4 എന്നുള്ള എത്രയാവും? റേസ് ടു 3 ആകും. Therefore മിച്ചം എന്ത് വരും? വരും നമുക്ക് സി ആണ് തേർഡ് പ്രൊപ്പോർഷൻ ആണ് കണ്ടത്. സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. സോ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന നമ്മൾ ഈ ചെയ്യുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് എക്സാമിന് മാറി മാറി ചോദിക്കുന്നതാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ നോക്കാം. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് ഓഫ് 720 സ്റ്റുഡൻസ് ഈസ് 7:5. സോ റൈറ്റ് നൗ 720 സ്റ്റുഡൻസ് ഉണ്ട്. ബോയ്സ് ഈസ് ടു ഗേൾസ് അല്ലേ? ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് 7:5 ആണ്. 7:5 ആണ്. So that means actual number of boys 7x, actual number of girls 5x. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 720 ആണ്. So that means 12x equal to 720. Therefore x equal to 60. x 60 വന്നാൽ ബോയ്സ് എത്രയാണ്? 420 ആണ്. ഗേൾസ് എത്രയായിരിക്കും? 300 ആയിരിക്കും. ഓക്കെ. ദെൻ ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. How many more girls should be added to make the ratio 1:1? That means രണ്ടും ഈക്വൽ ആകണമെങ്കിൽ. Okay, so that means boys is to girls. Boys is to girls. That means നമുക്ക് boys എത്ര right now 420 boys ആണ് divided by 300 പ്ലസ് എത്രയോ ഗേൾസും കൂടെ ആഡ് ചെയ്താൽ ഇത് 1/1 ആകും. സോ ഒബ്വിയസ്ലി എത്രയാണ്? 300 പ്ലസ് ഗേൾസ് ഇസ് ഈക്വൽ ടു 420. So that means number of girls പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ട എത്രയാണ്? 120. ഇവിടെ കൊണ്ട് തന്നെ നമുക്കറിയാം ഗേൾസ് 120 കൂടെ വന്നാലാണ് രണ്ടും ഈക്വൽ ആകുന്നത്. Therefore answer B 120 is the right answer. Okay, 120 correct ആണ്. Then next question. XY is a together starts a business. X invest 3 times as much as Y invest and Y invest 2/3 of the what is that invest. Then the ratio of capitals. So നമുക്ക് ക്യാപിറ്റൽ എക്സും വൈ ഇസഡും കൂടെ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എക്സ് വൈ ഇസഡ്. എക്സ് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? എക്സ് ഇൻവെസ്റ്റ് 3 times as much as Y invest and Y invest 2/3 of what Z invest. Okay, so എക്സ് വൈയുടെ തന്നിരിക്കുന്നു, വൈ ഇസഡിൻ്റെ ബേസിസിലാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താ നേരത്തെ ചെയ്ത പോലെ എന്തെടുക്കാം? ഇസഡിൻ്റെത് ഇവിടെ നമുക്ക് എക്സും വൈയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എ ആയിട്ട് എടുത്തു. സോ ഇസഡ് എ ആണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ വൈ എത്രയായിരിക്കും? 2/3 ഓഫ് ദാറ്റ് മീൻസ് 2A ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. എക്സോ വൈ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അതിൻ്റെ 3 ഇരട്ടി 2A ഡിവൈഡ് ബൈ 3 ഇൻറ്റു 3. ദാറ്റ് മീൻസ് എത്ര കിട്ടും? 2A ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3. ഈ 3 ഗെറ്റ് ക്യാൻസൽ ആകും. മിച്ചം എത്ര വരും? 2A. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്തേ ചോദിച്ചിട്ടുള്ളൂ? റേഷ്യോ അല്ലേ? സോ റേഷ്യോ എങ്ങനെ കിട്ടും? 2A ഈസ് ടു 2A ഡിവൈഡഡ് ബൈ 3 ഈസ് ടു A. സോ നമുക്ക് റേഷ്യോ എപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ വേണം. സോ ദാറ്റ് മീൻസ് നമുക്ക് ഡിഫ്രാക്ഷൻ വേണ്ട. ഫ്രാക്ഷൻ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് റേഷ്യോയെ കംപ്ലീറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ദാറ്റ് മീൻസ് 2 ഇൻറ്റു 2A ഇൻറ്റു 3 6A. 3 ഗെറ്റ് ക്യാൻസൽ. 2A ഈസ് ടു 3A. A അങ്ങ് മാറ്റി കഴിഞ്ഞാൽ 6 ഈസ് ടു 2 ഈസ് ടു 3. ദാറ്റ് മീൻസ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് റേഷ്യോ. 6 ഈസ് ടു 2 ഈസ് ടു 3 ഈസ് ദ റൈറ്റ് ആൻസർ. 6 ഈസ് ടു 2 ഈസ് ടു 3. ഓക്കെ, ഇത് ആൻസർ എല്ലാവർക്കും. Next one. Divide 94 is divided into 2 parts such that the fifth part of first and second
eighth part of second are in the ratio 3:4. Find the first part. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മോഡൽ ടെസ്റ്റ് പേപ്പറിലും എക്സാമിലും എല്ലാം വരുന്നതാണ്. മസ്റ്റായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവൂ. സോ 94നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പാർട്ട് 1, പാർട്ട് 2. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് എക്സ് ആയിട്ട് എടുത്താൽ സെക്കൻഡ് പാർട്ട് എത്ര ആയിട്ട് എടുക്കാം? 94 മൈനസ് എക്സ്. ഇവിടെ 2 അൺനോൺ ഒന്നും കൊണ്ടുവരരുത്. 94 മൈനസ് എക്സ്. ദെൻ ഫിഫ്ത്ത് പാർട്ട് ഓഫ് ഫസ്റ്റ് ആൻഡ് എയ്ത്ത് പാർട്ട് ഓഫ് സെക്കൻഡ് ആർ ഇൻ ദ റേഷ്യോ. ഫസ്റ്റ് പാർട്ട് അതായത് എക്സിൻ്റെ ഫിഫ്ത്ത്, ദാറ്റ് മീൻസ് എക്സ് ഡിവൈഡഡ് ബൈ 5 ഈസ് ടു 94 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 3:4. 3:4. നേരെ റേഷ്യോ മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കാം. റേഷ്യോ മീൻസ് ഫ്രാക്ഷൻ, അല്ലെങ്കിൽ നേരെ 2 റേഷ്യോസ് ഈക്വൽ ആയിട്ട് വന്നാൽ അത് പ്രൊപ്പോർഷണൽ. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. നേരെ കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. So 4x divided by 5 is equal to 3 into 94. Three into 94 minus x divided by 8. 3 into 94. So നേരെ cross multiply ചെയ്യാം. Cross multiplication. So that means 32x equal to 94 into 15. That means 1000, അതായത് 5 into 3 ആണ്, 15 into 94. 1410 minus 15x. So obviously 32 15x അപ്പുറം വരുമ്പോൾ 47x equal 1410. That means x is equal 30 divided by 47. That means 30. x 30 കിട്ടിയാൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് 1 30 ആയിരിക്കും. പാർട്ട് 2 ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ 94 മൈനസ് 30, ദാറ്റ് മീൻസ് 64. നമുക്കിവിടെ ഫസ്റ്റ് പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ പാർട്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30യുടെ കൂടെ എന്തുകൂടെ വന്നേനെ? 64 കൂടെ വന്നേനെ. ക്ലിയർ ആണോ? ഇനി അടുത്തത് മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റീസെൻ്റ്ലി എല്ലാ എക്സാമിന് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകുന്ന റേഷ്യോ പ്രപ്പോർഷൻ നോക്കുമ്പോൾ നോക്കേണ്ട ഒരു ഏരിയ ആണ് മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ. മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ. In what ratio T worth rupees 10 per kg mixed with T worth rupees 14 per. And ഇവിടെ നോക്ക് 14 per kg and the average price of the mixture is 11 rupees 11 per kg. സോ നോക്കണ്ട, രണ്ടും എന്താണ്? 10 രൂപ വിലയുള്ള ടീ തേയിലയും 14 രൂപ വിലയുള്ള തേയില. ദാറ്റ് മീൻസ് എന്താണ്? സെയിം കൈൻഡ് 2 വെറൈറ്റി. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഏത് നമ്മുടെ ഷോർട്ട് കട്ട് ഡയഗ്രാം യൂസ് ചെയ്ത് ചെയ്യാം. 10 14 മിക്സ് ചെയ്തപ്പോൾ വെറൈറ്റി എത്രയാണ് കിട്ടിയത്? 11. 10 14 ഇതെല്ലാം നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. സോ ദെയർഫോർ നമുക്ക് റേഷ്യോ എത്ര വരും? റേഷ്യോ 14ഉം 11. 14 മൈനസ് 11 എത്രയാണ്? ഡിഫറൻസ് 3 ഈസ് ടു 10ഉം 11 നമ്മൾ ഡിഫറൻസ് 10 മൈനസ് 11 എടുക്കുക, അല്ലെങ്കിൽ മോഡ്ലെസ് എടുക്കുക, അല്ലെങ്കിൽ 11 മൈനസ് 10. 10ഉം 11 ആണ്. ജസ്റ്റ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഡിഫറൻസ് ആണ് എന്ന് കാണിക്കാനായിട്ടാണ്. 10ഉം 11 നമ്മൾ ഡിഫറൻസ് എത്രയാണ്? 1. ദാറ്റ് മീൻസ് എത്ര കിട്ടിയ ആൻസർ? 3:1. സോ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സെക്കൻഡ് ഡിഫറൻസ് ഫസ്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ നമ്മുടെ ഈ ഷോർട്ട് കട്ട് ഡയഗ്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, ഡിഫറൻസ് എടുക്കുക, ആൻസർ. ഡിഫറൻസ് എടുക്കുക, ആൻസർ. 3:1 ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നമുക്ക് ഈ ഷോർട്ട് കട്ട് ട്രിക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയ എന്താണ്? എല്ലാം പ്രൈസിലായിരുന്നു തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. സോ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അതിനകത്തേക്ക് മാറ്റണം. അതാണ് നമ്മൾ അവിടെ പഠിച്ച ഈ ഒരു ഷോർട്ട് കട്ട് ഡയഗ്രാം പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് ചെക്ക് ചെയ്യേണ്ടതെന്ന് പഠിച്ചിരുന്നു. അടുത്ത 2 ക്വസ്റ്റ്യൻ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക.
In what ratio? 2 varieties of rice worth rupees 60 per kg and 65 per kg, and sells the mixture at rupees 68.2 per kg, and his gain is 10%. So that means ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നമുക്ക് രണ്ട് ടു വെറൈറ്റി ഓഫ് റൈസ്, കോസ്റ്റ് പ്രൈസ് 60 വിലയുള്ളതും കോസ്റ്റ് പ്രൈസ് 65 പെർ കെ ജി വിലയുള്ളതും കൂടെ മിക്സ് ചെയ്തു. മിക്സ്ചറിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് തന്നിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസാണ് എത്രയാണ് തന്നിരിക്കുന്നത്? 68.2. പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് തന്നിട്ടുണ്ട്? 10%. ഗെയിൻ ഇങ്ങനെ പേഴ്സൻറ്റേജ് മാത്രം തന്നാൽ എന്തിൻ്റെ പേഴ്സൻറ്റേജ് ആണെന്നാണ് അതിൻ്റെ മീനിങ്? കോസ്റ്റ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ആണ്. സോ ഇവിടെ നമുക്ക് ഈ മിക്സറും നമുക്ക് എന്തിൽ കിട്ടണം? കോസ്റ്റ് പ്രൈസിൽ കിട്ടിയാലാണ് നമ്മുടെ ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് സോ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ? കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താലാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. സോ നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയില്ല, ലെറ്റ് ഇറ്റ് ബി എക്സ്. അതിൻ്റെ കൂടെ കോസ്റ്റ് പ്രൈസിൻ്റെ 10% എക്സ് എന്ന് പറയുന്നതാണ് എത്ര? സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 68.2. സോ ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 0.10x ഈക്വൽ ടു 68.2. ദാറ്റ് മീൻസ് 1.1x equal to 68.2. That implies x equal to 68.2 divided by 1.1. That means 62. So cost price at 62. നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ആൻസർ. റേഷ്യോ പറയാവോ? റേഷ്യോ ഡയഗണൽ ആയിട്ടുള്ള ഡിഫറൻസ് 65ഉം 62 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഈസ് ടു 60ഉം 62 നമ്മുടെ ഡിഫറൻസ് 2 ആണ്. 3:2 ഈസ് ദ റൈറ്റ് ആൻസർ. 3:2 മസ്റ്റായിട്ട് മാർക്ക് ചെയ്യുക. 2:3 അല്ല, ശ്രദ്ധിക്കണേ, 3:2 ആണ്. തിരിഞ്ഞു പോകരുത്. നമുക്ക് ആ ഡിഫറൻസ് എടുക്കുന്നത് ഡയഗണലായിട്ടാണെങ്കിലും ബട്ട് ആ 3 എന്ന് പറയുന്നത് 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നതാണ് ഷോർട്ട് കട്ട്. 2 എന്ന് പറഞ്ഞാൽ 65നും കറസ്പോണ്ടിങ് ആണ്. മിസ്റ്റേക്ക് വരുത്തരുത്. ചിലപ്പോൾ 2:3 ചോയ്സിലുണ്ടാകാം. നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരു നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കരുത്. 3:2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. Cost of rice A is 15 per kg. Cost of rice B is rupees 20 per kg. Both rice mixed in the ratio 2:3. If cost of mixture, find the cost of mixture. നമുക്ക് ആ ഷോർട്ട് കട്ട് ഡയഗ്രാം വരയ്ക്കാൻ അറിയാമെങ്കിൽ, ആ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നേരെ ഡയഗ്രാം വരച്ചു ചോയ്സ് മെത്തേഡ് വെച്ചിട്ട് ആൻസർ ഫില്ലപ്പ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് 6 or 7 സ്റ്റെപ്പിലേക്ക് പോകും. ഇവിടെ നോക്കാം. റൈസ് എ എത്രയാണ്? 15 കോസ്റ്റ് വരുന്ന റൈസ്, 20 കോസ്റ്റ് വരുന്ന റൈസ്, മിക്സർ ഉണ്ട്. എത്ര എമൗണ്ട് ഉണ്ട്? ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റേഷ്യോ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് റേഷ്യോ? 2:3. ഇവിടെ നോക്കാം. നമുക്ക് നേരെ ചോയ്സ് മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ചോയ്സ് മെത്തേഡ് എടുക്കാൻ നോക്കാം. ഇവിടെ 16 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. 16 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4:1 ആണ് വരുന്നത്. അല്ല, സോ 16 അല്ല. ദെൻ 17 ഇട്ട് കൊടുത്ത് നോക്കി. 17 ഇട്ട് കൊടുത്താൽ 3:2 ആണ്. നമുക്ക് 2:3 ആണ്. അല്ല. ദെൻ 18 ഇട്ട് കൊടുത്ത് നോക്കി. 20-18 നമ്മൾ ഡിഫറൻസ് 2 ആണ്. 15-18 നമ്മൾ ഡിഫറൻസ് 3 ആണ്. ദെയർഫോർ നേരെ ആൻസർ 18. ഷോർട്ട് കട്ട് ഡയഗ്രത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതർവൈസ് നമുക്ക് അബ്സൊല്യൂട്ട് വാല്യൂ എല്ലാം എടുത്തിട്ട് മോർ ദാൻ 5, 7, 8, 10 സ്റ്റെപ്സ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രയും സ്റ്റെപ്പ് എഴുതി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ആൻസർ കിട്ടും. ബട്ട് നമുക്ക്
മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള, സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ പുറത്തേക്ക് പോകും. ഈ ക്വസ്റ്റ്യന് അത്രയും സ്റ്റെപ്സ് എടുത്താൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, വേണ്ട ഷോർട്ട് കട്ട് ഫോമുല, വേണ്ട ഫോമുല എല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക, അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് വരിക. സോ ആൻസർ 18. Then next one, a by b equal to a divided by b, a is to b, a by b equal c by d. That implies a minus b divided by a plus b is equal to c minus d divided by c plus d. താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. എക്സാം ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ തവണ എക്സ്പെക്ട് ചെയ്യാം, ഒരു തിയറി ക്വസ്റ്റ്യൻ. സോ ഇത് ഇൻവേർട്ട് എൻഡോ പ്രോപ്പർട്ടി ആണോ? ഇൻവേർട്ട് എൻഡോ ആണെങ്കിൽ എന്താ വരുന്നത്? ബി ബൈ എ ഇസ് ഈക്വൽ ടു ഡി ബൈ സി എന്നാണ് വരുന്നത്. അഡെൻഡോ പ്രോപ്പർട്ടി ആണോ? എ പ്ലസ് ബി ഇസ് ടു ബി ഇസ് ഈക്വൽ ടു സി പ്ലസ് ഡി ഇസ് ടു ഡി. അഡെൻഡോ പ്രോപ്പർട്ടി ആണെങ്കിൽ എ പ്ലസ് സി ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു ആണ് വരേണ്ടത്. ഓൾട്ടർനെൻഡോ പ്രോപ്പർട്ടി ആണോ? എ ബൈ സി ഇസ് ഈക്വൽ ടു ബി ബൈ ഡി ആണോ? അല്ല. Therefore നമ്മുടെ ചോയ്സ് എന്താണ്? നൺ ഓഫ് ദീസ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഒന്നുമല്ല. നൺ ഓഫ് ദീസ് ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സോ നമുക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് കഴിഞ്ഞു. ഡൊമസ്റ്റായിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് തിയറി എല്ലാം അറിഞ്ഞിരിക്കണം. ദെൻ റേഷ്യോയിലാണെങ്കിൽ കണ്ടിന്യൂസ് റേഷ്യോ, ഒന്നെങ്കിൽ കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ടൈംസ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതാകാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നോക്കുക. പ്ലസ് കോമ്പൗണ്ടഡ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ നോക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രൊപ്പോർഷനിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ, ദെൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കുക. ദെൻ 3 ടേം തന്നിട്ട് 4ാമത്തെ ടേം മിസ്സിംഗ് ആയിട്ട് 2 ടേം തന്നിട്ട് മീൻ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3 മാർക്കുള്ള ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. ഓക്കെ, മസ്റ്റായിട്ട് ഈ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. ഇതിനടുത്തത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഇൻഡീസസ് നോക്കാം. വേണ്ട ജസ്റ്റ് ഫോർമുലാസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അതിനുശേഷം ക്വസ്റ്റ്യൻസ്. A is a number, a non-zero number, n is a positive integer, then a into a into a into etc. n times. അതായത് നമുക്ക് പ്രത്യേകം വേറെ ഒന്നുമില്ല. a into a നമുക്ക് എടുക്കുകയാണെങ്കിൽ a സ്ക്വയർ, a into a 2 തവണ a സ്ക്വയർ ആണ്. a into a into a 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ക്യൂബ്. അങ്ങനെയാണെങ്കിൽ a into a into a എക്സെട്ര n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? a raised to n. സോ a നമ്മൾ ബേസ് എന്നും എന്നിനെ പവർ അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ ഇൻഡീസസിൻ്റെ ഡെഫിനിഷൻ. ദെൻ നമുക്കിനി നോക്കാം ഇൻഡീസസിൻ്റെ ഫോർമുല. a raised to m into a raised to n. സോ നമുക്ക് 2 ഇൻഡീസസ് മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ ബേസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പവർ ആഡ് ചെയ്യുക. ബേസ് സെയിം എം പ്ലസ് എൻ. ദെൻ അതേപോലെ നെക്സ്റ്റ് രണ്ടാമത്തത് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ എന്താണ്? 2 ഇൻഡീസസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ബേസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പവർ ന്യൂമറേറ്ററിലുള്ള പവർ മൈനസ് ഡിനോമിനേറ്ററിലുള്ള പവറിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതിയാകും. Then a raised to m the whole raised to n, a raised to m, a raised to m the whole raised to n is equal to a raised to mn. ഇൻഫാക്ട് നമുക്ക് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ 3 പ്രോപ്പർട്ടിയും വെച്ച് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ്? a raised to m into a raised to n can be written as a raised to m plus n. a raised to m divided by a raised to n can be written as a raised to m minus n. Then a raised to m the whole raised to n is equal to a raised to m n. Then a into b the whole raised to m can be written as a raised to m into b raised to m. a divided by b the whole raised to m, a raised to m divided by a b raised to m. Any number raised to 0 is always 1. Then നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആകുന്ന പ്രോപ്പർട്ടീസ് ആണ്. a raised to minus m can be written as 1 by a raised to m. അതേപോലെ 1 by a raised to minus m നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു a raised to m. അതായത്
ഒരു ഇൻഡെക്സിനെ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്കോ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്കോ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്താൽ മതി? പവറിൻ്റെ സൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാകും. ദെൻ mth റൂട്ട് ഓഫ് എ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതാണ്. റൂട്ട് ഫോർമാറ്റിൽ തരും. നമുക്ക് ഇൻഡീസസ് ഫോർമാറ്റിൽ കൊണ്ടുവന്നാലാണ് നമുക്ക് ആൻസറിലേക്ക് നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. mth റൂട്ട് ഓഫ് എ ക്യാൻ ബി റിട്ടൺ ആസ് a raised to 1/m. അതായത് ക്യൂബ് റൂട്ട് ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? a raised to 1/3. ഫിഫ്ത്ത് റൂട്ട് ഓഫ് എ ക്യാൻ ബി റിട്ടൺ ആസ് a raised to 1/5. സോ ഇതാണ് പ്രോപ്പർട്ടി. സോ അത് വെച്ചിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഇവിടെ നിന്നാണ് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം. a raised to x is equal to a raised to y. സോ രണ്ട് ഇൻഡീസസ് ഈക്വൽ ആണ്. രണ്ടിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, എന്ത് ഈക്വൽ ആയിരിക്കും? പവർ ഈക്വൽ ആയിരിക്കും. n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മേളിൽ പറഞ്ഞ a raised to m into a raised to n അല്ലെങ്കിൽ a raised to m ഡിവൈഡഡ് ബൈ a raised to n അല്ലെങ്കിൽ a raised to m the whole raised to n അല്ലെങ്കിൽ റൂട്ടോ അങ്ങനെ വരുന്നത് സിംപ്ലിഫൈ ചെയ്ത് ഫൈനലി നമ്മൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും എത്തുന്നത്. രണ്ട് ഇൻഡീസസ് ഈക്വൽ ആണ്, അതിൻ്റെ ബേസ് സെയിം ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, പവർ സെയിം ആയിരിക്കും. ദെൻ അതേപോലെ x raised to a is equal to y raised to a. So that implies ഇവിടെ നോക്കാം, രണ്ട് ഇൻഡീസസ് ഈക്വൽ ആണ്, അതിൻ്റെ പവർ സെയിം ആണ്, ബേസ് ഡിഫറെൻ്റ് ആണ്. സോ ദെൻ നമുക്ക് പറയാം ബേസ് സെയിം ആയിരിക്കും ഇഫ് എ ഈസ് ഓഡ്. പവർ ഓഡ് വാല്യൂ ആണെങ്കിൽ ബേസ് സെയിം ആയിരിക്കും. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്കെന്ന് പറയാം ബേസ് ഒന്ന് പ്ലസും ഒന്ന് മൈനസും ഈക്വൽ തന്നെ, ഒന്ന് പ്ലസ് ഓർ മൈനസ് വൈ ആകാം ഇഫ് എ ഈസ് ഈവൻ. ഇഫ് എ ഈസ് ഈവൻ ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ എപ്പോഴും ഈക്വൽ ആയിരിക്കും, ബട്ട് ഈവൻ ആണെങ്കിൽ ഈക്വൽ ആണ്, ബട്ട് സംടൈംസ് ഓപ്പോസിറ്റ് സൈൻ കൂടെ ആകാം എന്നാണത് മനസ്സിലാക്കേണ്ടത്. അതായത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 raised to 5 ഈക്വൽ ടു 2 raised to ഡാഷ് എന്തിനോട് മാത്രമേ ഈക്വൽ ആകത്തുള്ളൂ? ഇത് 5 മാത്രമേ വരത്തുള്ളൂ. ബട്ട് അടുത്തത് 2 raised to 5 ഈക്വൽ ടു ഡാഷ് raised to 5 വന്നാൽ ഇവിടെ എന്ത് മാത്രം ഉണ്ടാവും? പവർ ഓഡ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ? ഈക്വലേ വരത്തുള്ളൂ. ഇവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ? 2 മാത്രമേ വരത്തുള്ളൂ. ബട്ട് നോക്കാം, 2 raised to 4 ഈക്വൽ ടു ഡാഷ് raised to 4 വന്നാൽ ഇവിടെ പ്ലസ് 2 വന്നാലും -2 വന്നാലും മൈനസ് ഈവൻ നമ്പർ ഓഫ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ പ്ലസ് ആകും. സോ അതുകൊണ്ട് പവർ ഈവൻ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈക്വൽ തന്നെ സംടൈംസ് നമുക്ക് എന്തുകൂടെ ആകാം? സൈൻ ഡിഫറൻറ്റ് സൈന് കൂടെ ആകാം. നോർമലി നമ്മുടെ ചോയ്സിൽ പ്ലസോ മൈനസോ അങ്ങനെ ഡിഫറൻസ് അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ എന്താണ് പവർ സെയിം ആണെങ്കിൽ ബേസും സെയിം ആണ് എന്ന രീതിയിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റും. സ്റ്റുഡൻസ് നോർമലി ഇവിടെയാണ് ചിന്തിച്ച് കൂട്ടുന്നത്. സോ നമുക്ക് ചോയ്സിൽ പ്ലസ് ഓർ മൈനസ് ഉണ്ടെങ്കിൽ ഇഷ്യൂ ഉള്ളൂ, അല്ലെങ്കിൽ എന്താണ് ബേസ് സെയിം ആണെങ്കിൽ പവർ സെയിം ആകും എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് പറയാം? പവർ സെയിം ആണെങ്കിൽ ബേസും സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ദെൻ ഇനി നോക്കേണ്ടത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോപ്പർട്ടിയാണിത്. a raised to n is equal to b. That implies a equal to, അതായത് ഈ പവറിനെ ഈക്വലിന് ഇപ്പുറം കൊണ്ടുവന്നാൽ എന്താവും? റെസിപ്രോക്കൽ. ദാറ്റ് മീൻസ് b raised to 1/n ആകും. അതേപോലെ a raised to 1/n ഈക്വൽ ടു b. ദാറ്റ് ഇംപ്ലൈസ് a is equal to കണ്ടോ പവർ 1/n ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും? റെസിപ്രോക്കൽ ആകും. ദാറ്റ് മീൻസ് 1/n റെസിപ്രോക്കൽ എന്ത് വരും? n. b raised to n. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കാനുള്ളത് ഇൻഡീസസിൽ. ഓക്കെ അല്ലേ? എൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫൈൻഡ് ദ വാല്യൂ അല്ലെങ്കിൽ സിംപ്ലിഫൈ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ നമുക്ക് ഒന്നുകിൽ നമ്പർ മാത്രമുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്പറും വേരിയബിളും കൂടെ ഉള്ളത്, അല്ലെങ്കിൽ വേരിയബിൾ മാത്രമുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻഡീസസിൻ്റെ കേസിൽ. സോ അതിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്.
ഫൈൻഡ് ദ വാല്യൂ അല്ലെങ്കിൽ സിംപ്ലിഫൈ 32 ഇൻറ്റു 8 റേസ്ഡ് ടു -4/3. നമുക്ക് എപ്പോഴും ഇൻഡീസസിൻ്റെ കേസിൽ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്താണ്, ബേസ് സെയിം ആക്കി വന്നാൽ അല്ലേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, അതായത് ബേസ് സെയിം ആക്കി വന്നാലല്ലേ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കുക, നമുക്ക് രണ്ട് ടേം ആണുള്ളത്, 32ഉം 8ഉം. രണ്ടിൻ്റെയും ബേസ് നമുക്ക് ഇൻ ടേംസ് ഓഫ് 2 ആക്കി കൊണ്ടുവരാം. 32 ക്യാൻ ബി റിട്ടൺ ആസ് 2 റൈസ് ടു 5 ഇൻറ്റു 8 ക്യാൻ ബി റിട്ടൺ ആസ് 2 റൈസ് ടു 3 ദ ഹോൾ റൈസ് ടു -4/3. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം, ഫസ്റ്റ് ടേം 2 റൈസ് ടു 5, രണ്ടിനെ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 32ഉം 8ഉം ഇൻ ടേംസ് ഓഫ് 2 ആക്കി കൊണ്ടുവന്നു. ദെൻ 2 ക്യൂബ് 2 റൈസ് ടു 3 ദ ഹോൾ റൈസ് ടു -4/3. ഇവിടെ ഏത് പ്രോപ്പർട്ടി അപ്പോൾ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എം എൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ 2 റൈസ് ടു 3 ഇൻറ്റു സൈൻ ശ്രദ്ധിക്കണം -4/3. ദാറ്റ് മീൻസ് 2 റൈസ് ടു 5 ഇൻറ്റു, ഇവിടെ 3 ക്യാൻസൽ ആയാലും എത്ര ഒരുമിച്ചാം, 2 റൈസ് ടു -4. ദാറ്റ് മീൻസ് 2 റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു -4 ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ 4 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2 അല്ലേ. സോ ഇവിടെ മുഴുവൻ ക്യാൻസൽ ആവും, ഇവിടെ 1. ദാറ്റ് മീൻസ് 2. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഇതാണ് അടുത്ത ടൈപ്പ്, വേരിയബിൾസ് വരുന്ന കേസ്. വേരിയബിൾസ് വരുന്ന കേസ് എക്സ് റൈസ് ടു എ. ഇത് മോക്ക് ടെസ്റ്റ് പേപ്പറിലും എല്ലാം ഒന്നിൽ കൂടുതൽ തവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്, മാർക്ക് ചെയ്തേക്കാം. ക്വസ്റ്റൻ ഇതാണ്, എക്സ് റേസ്ഡ് ടു എ ഇൻറ്റു വൈ റേസ്ഡ് ടു -b ദ ഹോൾ റേസ് ടു 3 ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു -a. സോ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്താണ്, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എക്സ് റൈസ് ടു എ ദ ഹോൾ ക്യൂബ് എത്ര വരും, എക്സ് റൈസ് ടു 3a ഇൻറ്റു വൈ റൈസ് ടു -3b ഇൻറ്റു എക്സ് റൈസ്ഡ് ടു -3a ഇൻറ്റു വൈ റൈസ്ഡ് ടു -2a. ഓക്കെ, ദെൻ എക്സ് ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരാം, വൈ ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരാം. എക്സ് റൈസ് ടു 3a ഇൻറ്റു എക്സ് റൈസ് ടു -3a ഇൻറ്റു വൈ റൈസ് ടു -3b ഇൻറ്റു വൈ റൈസ് ടു -2a. സോ ബേസ് സെയിം ആണെങ്കിൽ പവർ നമുക്ക് ആഡ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് വരും, എക്സ് റൈസ്ഡ് ടു 3a മൈനസ് എക്സ് റൈസ് ടു 3a ഇൻറ്റു വൈ റൈസ് ടു -3b മൈനസ് വൈ റൈസ് ടു 2a. സോ 3a മൈനസ് 3a എത്ര കിട്ടും, 0 കിട്ടും. എക്സ് റൈസ്ഡ് ടു 0 ഇൻറ്റു വൈ റൈസ് ടു, ഞാൻ മൈനസ് ഓഫ് പുറത്തേക്ക് എടുക്കുകയാണ്, 3b പ്ലസ് 2a. x raised to 0, any number raised to 0 is always 1. So that means ഈ ഇത് 1 ആയിട്ട് മാറും. മിച്ചം എന്താണുള്ളത്, y raised to minus of 3b plus 2a, y raised to minus of 3b plus 2a, y raised to minus of 3b plus 2a ആണ്. സോ നമുക്ക് മൈനസ് ഈ പവറിലുള്ളത് ഇൻഡെക്സിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ എന്തുമാത്രം ചേഞ്ച് ചെയ്താൽ ഇങ്ങനെ ഒരു ചോയ്സ് നമ്മുടെ ക്വസ്റ്റ്യനിലില്ല. സോ ഈ കണ്ടോ, ഈ മൈനസ് ഉള്ളതിനെ ഇതിനെ നേരെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ y റേസ്ഡ് ടു 3b പ്ലസ് 2a. ഇന്ന് ഒരുപാട് പേര് നമുക്ക് നൺ ഓഫ് ദിസ് ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നൺ ഓഫ് ദിസ് -3b -2a വരെ എഴുതി നിർത്തിയതാണ്. അതിനെ ഒന്ന് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത എക്സ് റൈസ് ടു -m ക്യാൻ ബി റിട്ടൺ ആസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു m, ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ആൻസറിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് നൺ ഓഫ് ദിസ് പിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസ്. അതാണ് ഈ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് വന്നിട്ട് ആ ഫൈനലി നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എത്തിക്കുന്നത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇൻഡീസസിൽ നെഗറ്റീവ് മാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാങ്ങിച്ചു തരുന്നത്. അതൊന്ന് വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, സിംപ്ലിഫൈ. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും, നമ്പറും വേരിയബിൾസും കൂടെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ 2 റേസ് ടു n പ്ലസ് 4. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുകയാണ്. 2 റേസ് ടു n പ്ലസ് 4 മൈനസ് 2 ഇൻറ്റു 2 റേസ് ടു n ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 റേസ് ടു n പ്ലസ് 3 പ്ലസ്
2 raised to minus 3. ഓരോന്നിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമുക്ക് 2 മീൻസ് 2 raised to 1. രണ്ട് ഇൻഡീസസ് മൾട്ടിപ്ലൈ ചെയ്തു, ബേസ് 2 ആണ്, പവർ ആഡ് ചെയ്താൽ മതി മൾട്ടിപ്ലിക്കേഷൻ. സോ ദാറ്റ് മീൻസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 raised to n plus 4 minus 2 raised to n plus 1 the whole divided by denominator 2 raised to 1 into 2 raised to n plus 3. That means 2 raised to 2 means 2 raised to 1. n plus 3 യുടെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ 2 raised to n plus 4 plus this can be written as 1 divided by 2 cube. 1 divided by 2 cube. Okay. Then നോക്കുകയാണെങ്കിൽ എല്ലാ ടേമിലും നമുക്ക് 2 raised to n കോമൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൽ എല്ലാ ടേമിലും 2 raised to n നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ 2 raised to n കോമൺ എടുത്താൽ ന്യൂമറേറ്ററിൽ 2 raised to n കോമൺ എടുത്താൽ മിച്ചം വരും 2 raised to 4 minus 2 ഡിവൈഡഡ് ബൈ ഇവിടെ 2 raised to n കോമൺ എടുത്താൽ 2 raised to 4 plus 1 by 2 cube. That means 1 by 8. 1 divided by 8. Okay. Then നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 raised to n ഉണ്ട്, 2 raised to n into 2 raised to 4. നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? 2 raised to n get cancelled. 2 raised to n get cancelled. 2 raised to n get cancelled. Therefore നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 2 raised to 4. 2 raised to 4 minus 2. That means 2 raised to 4, 16 minus 2 divided by 16 plus 1 by 8. 14 by 16 plus 1 by 8. So 14 by 16 can be written as 7 by 8 plus 1 by 8. രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്തിരിക്കുന്നു, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 7 plus 1 divided by 8. That means 8 by 8, 1. 8 divided by 8 is equal to 1. Okay, le? Then, next one. Simplify. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. സോ ലാസ്റ്റ് ടൈം ഓൾസോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇതിവിടെ എല്ലാം നമുക്കറിയാം, ഇതൊരു സൈക്ലിക് ഓർഡർ x raised to a divided by x raised to b the whole raised to a plus b into a b കഴിഞ്ഞാൽ x raised to b divided by x raised to c the whole raised to b plus c into x raised to c divided by x raised to a the whole raised to c plus a. സോ ഇവിടെ സൈക്ലിക് ഓർഡർ ആണ്. സൈക്ലിക് ഓർഡർ ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. സൈക്ലിക് ഓർഡർ ഫോളോഡ് ഈക്വൽ ടു ആൻസർ ഈസ് ഈക്വൽ ടു 1. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം ഓൾസോ എക്സാമിന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. സിംപ്ലിഫൈ. x raised to n the whole raised to n minus 1 divided by 1 in matram divided by n the whole raised to 1 by n plus 1. 1 by n plus 1. Okay. Then ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. ഒരുപാട് തവണ എക്സാമിനും മോക്ക് ടെസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ എക്സാമിന് വീണ്ടും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. n മൈനസ് 1 by n ക്യാൻ ബി റിട്ടൺ ആസ് ഇവിടെ 1 ആണ്. ക്രോസ് LCM എടുക്കുമ്പോൾ n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ n. സോ ദാറ്റ് മീൻസ് x raised to n the whole raised to n square minus 1 divided by n the whole raised to 1 by n plus 1. So നമുക്ക് n get cancelled. That implies x raised to n square minus 1 the whole raised to 1 by n plus 1. n square minus 1 എങ്ങനെ എഴുതാം? a square minus b square ഫോമാറ്റിലെ x raised to n plus 1 into n minus 1 the whole raised to 1 by n plus 1. So നമുക്ക് n plus 1 get cancelled.
സോ ഫൈനൽ ആൻസർ തോന്നും എക്സ് റൈസ് ടു n minus 1. x raised to n minus 1. So mark it as very, very, very important question. Examine your question test cheyanana. Okay. Yeah. Then indices examine test cheyanna type of question ആണ്. എന്നാൽ നമുക്ക് പവർ നമ്പർ മാത്രം തന്നിട്ട് പവർ വരുന്ന കേസ്, റൂട്ടും ഒക്കെ വരുന്ന കേസ്, നമ്പറും വേരിയബിൾസും കൂടെ വരുന്ന കേസ്, ദെൻ സൈക്ലിക് ഓർഡർ. ലാസ്റ്റ് ടൈം സൈക്ലിക് ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ തവണ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. 3 അൺനോൺ ഇൻഡീസസ് ഈക്വൽ ആയിട്ട് തന്നാൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. മസ്റ്റായിട്ട് സോൾവ് ചെയ്തിട്ടേ പോകാവൂ. 2 raised to x. ഓക്കെ, 2 raised to x equal 3 raised to y is equal 6 raised to minus z. Then find the value of 1 by x plus 1 by y plus 1 by z. നമ്മൾ പ്രൊപ്പോർഷനിൽ ചെയ്ത പോലെ 3 അൺനോൺ ഇൻഡീസസ് ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? കോൺസ്റ്റൻറ്റ് കെയോട് ഇക്വേറ്റ് ചെയ്യും. സോ ദാറ്റ് ഇംപ്ലൈസ് 2 raised to x is equal to k. That implies 2 ഈക്വൽ, ഈ പവർ വന്നു കഴിഞ്ഞാൽ എന്താവും? റെസിപ്രോക്കൽ ആകും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2 is equal k raised to 1 by x. അതേപോലെ അടുത്തത് 3 raised to y equal to k. That implies 3 is equal k raised to 1 by y. Then last one, 6 raised to minus z equal to k. That implies 6 equal k raised to minus 1 by z. Minus 1 divided by z. Okay, minus 1 divided by z. Then നമുക്ക് ഇതിന് ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 എന്ന് കൊടുത്താൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇക്വേഷൻ 1ൻ്റെ LHS 2 ആണ്, ഇക്വേഷൻ 2ൻ്റെ LHS 3 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും ഇക്വേഷൻ 3യുടെ LHS അല്ലേ കിട്ടുന്നത്. ദെയർഫോർ LHS സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇക്വേഷൻ ആയതുകൊണ്ട് എന്തും സാറ്റിസ്ഫൈ ചെയ്യും, RHSും സാറ്റിസ്ഫൈ ചെയ്യും. ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? The 2 into 3 equal to 6. That implies k raised to 1 by x into k raised to 1 by y equal k raised to minus 1 by z k raised to. So that implies രണ്ട് ഇൻഡീസസ് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടിൻ്റെയും ബേസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? k raised to 1 by x plus 1 by y is equal to k raised to minus 1 by z. ഇനി നോക്കാം ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി. രണ്ട് ഇൻഡീസസ് ഈക്വൽ ആണ്, ബേസ് സെയിം ആണെങ്കിൽ എന്ത് ഈക്വൽ ആയിരിക്കും? പവർ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പോണൻ്റ് ഈക്വൽ ആയിരിക്കും. 1 by x plus 1 by y എന്തിനോട് ഈക്വൽ ആണ്? മൈനസ് 1 by z. സോ ഈ മൈനസ് 1 by z LHSലേക്ക് വന്നാൽ എന്താവും? പ്ലസ് ആകും. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. 1 by x plus 1 by y plus 1 by z ഈക്വൽ ടു എത്രയായിരിക്കും? 0 is the right answer. 0. Okay. Then next question. If a raised to x, അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. a raised to x മാർക്ക് ചെയ്യുക. മസ്റ്റായിട്ട് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് എക്സാമിന് പോകാവൂ. a raised to x equal b. Then b raised to y equal c. Then c raised to z equal to a. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x into y into z. ഇവിടെ a raised to x equal b raised to y equal c raised to z എന്നല്ല തന്നിരിക്കുന്നത്. ഇവിടെ കൊണ്ടുപോയി കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യരുത്. നമുക്കിവിടെ കറക്റ്റായിട്ട് വാല്യൂ തന്നിട്ടുണ്ട്. a raised to x എത്രയാണ്? ഒരു കോൺസ്റ്റന്റ് b ആണ്. b raised to y എത്രയാണ്? c ആണ്. c raised to z എത്രയാണ്? a ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒന്ന് നോക്കാം. a raised to x equal to b. ഫസ്റ്റ്
ഇൻഡീസസ് വെച്ച് ഞാൻ ഒന്ന് എഴുതുകയാണ്, ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈക്വൽ എ റൈസ് ടു എക്സ് അല്ലേ. ദെൻ ഈ ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബിക്ക് പകരം എ റൈസ് ടു എക്സ് ദ ഹോൾ റൈസ് ടു വൈ ഈക്വൽ ടു സി അല്ലേ. എ റൈസ് ടു എക്സ് ദ ഹോൾ റൈസ് ടു വൈ ക്യാൻ ബി റിട്ടൺ ആസ് എ റൈസ് ടു എക്സ് വൈ. എ റൈസ് ടു എക്സ് വൈ ഈക്വൽ ടു സി. ദാറ്റ് മീൻസ് സി ഈക്വൽ ടു എന്താണ്? എ റൈസ് ടു എക്സ് വൈ. ഈ സിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്? എ റൈസ് ടു എക്സ് y the whole raised to z equal to a. That implies a raised to x y z equal a means a raised to 1. ഓക്കെ, രണ്ട് ഇൻഡീസസ് ഈക്വൽ ആണ്, ബേസ് സെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സെയിം ആയിരിക്കും? എന്ത് ഈക്വൽ ആയിരിക്കും? പവർ സെയിം ആയിരിക്കും. അതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് എത്രയാണ്? ഈക്വൽ ടു 1. എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? എയ്ത്ത് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ആൻസർ എന്നൊന്ന് പറയാമോ? എയ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും എന്നൊന്ന് പറയാമോ? എയ്ത്ത് ക്വസ്റ്റ്യൻ ബി എ സി എ ബി പ്ലസ് സി മൈനസ് എ, സി എ എ. സോ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുകയാണെങ്കിൽ എക്സ് റൈസ് ടു ബി ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു സി ദ ഹോൾ റൈസ് ടു ബി പ്ലസ് സി മൈനസ് എ ഇൻറ്റു എക്സ് റൈസ് ടു സി divided by x raised to a the whole raised to c plus a minus b into x raised to a divided by x raised to b the whole raised to a plus b minus c. സോ ഇവിടെ എന്താണ്? സൈക്ലിക് ഓർഡർ ആണ് അല്ലേ. ഓക്കെ, ബി എ സി എ ബി പ്ലസ് സി മൈനസ് എ, സി എ എ സി പ്ലസ് എ മൈനസ് ബി, എ ബി എ പ്ലസ് ബി മൈനസ് സി. സൈക്ലിക് ഓർഡർ. ആൻസർ 1. ആൻസർ 1. ദെൻ നമ്മുടെ എക്സാമിന് പിന്നെ ഇൻഡീസസിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇത് രണ്ടുമാണ്. നമുക്ക് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്ത് ചെയ്യാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എക്സ് ഇസ് ഈക്വൽ 5 raised to 1/3 പ്ലസ് 5 raised to minus 1/3. ദെൻ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 5x³ മൈനസ് 15x. ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 7-8 സ്റ്റെപ്പിലേക്ക് വരും. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത്രയും ടൈം കളയാനില്ല. സോ നമ്മൾ നേരെ നോർമൽ റെഗുലർ ബാച്ചിലാണെങ്കിൽ രണ്ടും നമ്മൾ ചെയ്യുമായിരുന്നു. സോ ഇവിടെ ഇനിയുള്ള ദിവസം നമുക്ക് ആ ഷോർട്ട് കട്ട് ഫോമുല അറിയുക, ആൻസറിലേക്ക് എത്തുക. സോ ഇതാണ് ആ ഷോർട്ട് കട്ട് ഫോമുല. ഇഫ് എക്സ് ഈക്വൽ ടു പി റൈസ് ടു 1/3 പ്ലസ് പി റൈസ് ടു മൈനസ് 1/3 ദാറ്റ് ഇംപ്ലൈസ് x³ മൈനസ് 3x ഇസ് ഈക്വൽ ടു പി പ്ലസ് 1/p, അല്ലെങ്കിൽ ഇത് LCM എടുത്തു കഴിഞ്ഞാൽ p² പ്ലസ് 1 ഡിവൈഡഡ് ബൈ പി. ഇവിടെ പിയുടെ സ്ഥാനത്ത് നമുക്ക് എക്സാക്ട്ലി 5 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഈ ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം. നേരെ നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 5 raised to 1/3 plus 5 raised to minus 1/3. So that means നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x³ മൈനസ് 3x ഇസ് ഈക്വൽ ടു പിയുടെ സ്ഥാനത്ത് 5 അല്ലേ, 5 പ്ലസ് 1/5. LCM എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? ഇത് 5² 25 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5. സോ ദാറ്റ് മീൻസ് x³ മൈനസ് 3x ഈക്വൽ ടു എന്ത് കിട്ടി? 26 ഡിവൈഡഡ് ബൈ 5. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 5x³ മൈനസ് 15x. അത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 ഇൻറ്റു x³ മൈനസ് 3x എത്രയാണ്? 26. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം?
5x ക്യൂബ് മൈനസ് 15x ഇതല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈക്വൽ ടു എത്രയായി 26. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട് ഫോർമുല നമ്മുടെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ടൈം സൈക്ലിക് ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇൻഡീസസിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നുകിൽ പ്ലസ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യുന്ന മൈനസ് വരുന്ന ക്വസ്റ്റ്യൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ പ്ലസ് ആയിരുന്നു, അടുത്തത് മൈനസ്. സോ ഇവിടെ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 4/1/3 മൈനസ് 4/-1/3. അല്ല, നേരത്തെ നമ്മൾ പ്ലസ് ആയിരുന്നു, ഇവിടെ ഈ പ്ലസിന് പകരം മൈനസ് വരുന്നത്, പ്ലസിന് പകരം മൈനസ് വരുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി അല്ലെങ്കിൽ അടുത്ത ഷോർട്ട് കട്ട് ഫോർമുല. നോക്കാം. എക്സ് if x equal to p⁻1/3 minus p⁻−1/3 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് കിട്ടുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3x ആണ്. നേരത്തെ മൈനസ് ആയിരുന്നു, ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് 3x is equal to p-1/p, or it can be written as p² - 1 divided by p. p² - 1 divided by p. നേരെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ പിയുടെ സ്ഥാനത്ത് 4 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 4/1/3 മൈനസ് 4/-1/3. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഇവിടെ പ്ലസ് ആണ്, മൈനസ് അല്ല. ടൈപ്പിംഗ് എറർ ആണ്. എക്സ് ക്യൂബ് പ്ലസ് 3x is equal to പിയുടെ സ്ഥാനത്ത് 4 ആണ്. 4 - 1/4. ഇവിടെ എക്സാക്ട്ലി ഉണ്ട്, ഒരു ഇതുമില്ല, ഇത് തന്നെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. therefore സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. 4 - 1/4 ആ ഫോർമാറ്റിലല്ല. LCM എടുക്കുമ്പോൾ 4 × 4 16 - 1 divided by 4. that means 15/4. 15/4. 15/4. രണ്ട് ഷോർട്ട് കട്ട് ഫോർമുല സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് ഷോർട്ട് കട്ട് ഫോർമുല, ഇൻഡീസസിനെ ബേസ് ചെയ്ത് രണ്ട് ഷോർട്ട് കട്ട് ഫോർമുല. ഓക്കെ അല്ലേ? എന്നോടൊന്ന് പറയണം, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഷോർട്ട് കട്ട് ഫോർമുല. സോ ഫസ്റ്റ് വൺ, if x equal to p⁻1/3 plus p⁻−1/3 ആണെങ്കിൽ that implies x cube minus 3x is equal to p plus 1/p or p² + 1 the whole divided by p. Second one, if x equal p⁻1/3 minus p⁻−1/3, that implies x cube plus 3x is equal to p-1/p, or it can be written as p² - 1 the whole divided by p. സോ നമുക്ക് ഇത്തവണ ഇൻഡീസസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നോർമൽ മെത്തേഡിൽ ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ട് ഈ ഷോർട്ട് കട്ട് ഫോർമുല മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. അപ്ലൈ ചെയ്ത് ടൈം ലിമിറ്റിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്തണം. ഓക്കെ, നെക്സ്റ്റ് വൺ. നമ്പറും പവറും വേരിയബിൾസും ഉള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. 2n പ്ലസ് 2n-1. ശ്രദ്ധിക്കാം, 2n പ്ലസ് 2n-1 ഡിവൈഡഡ് ബൈ 2n+1 മൈനസ് 2n. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2n കോമൺ എടുത്താൽ 2n × 1 ആണ്, പ്ലസ് 2n-1 divided by, ഇവിടെയും 2n കോമൺ എടുത്താൽ 2 - 1. 2n get cancelled. സോ ഡിനോമിനേറ്ററിൽ 2 - 1 1 ആകും. ന്യൂമറേറ്ററിൽ മിച്ചം എന്തുണ്ട്? 1 +
2 raised to minus 1 can be written as 1 by 2. So 1 plus 1 by 2 2 plus 1 divided by 2. That means 3 by 2 is the right answer. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. പവർ വെച്ചിട്ട് വേരിയബിളും നമ്പറും തന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നിൽ കൂടുതൽ തവണ മോക്ക് ടെസ്റ്റുകളിലെല്ലാം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. സോ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. വീണ്ടും എക്സാമിന് ടെസ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ട്രിക്കി ക്വസ്റ്റ്യനാണ്. ആ തന്നിരിക്കുന്ന ആൻസർ 5ൻ്റെ ബേസിസിലാണ്. നമുക്ക് ക്വസ്റ്റ്യൻ 25ൻ്റെ ബേസിസിലാണ്. അതാണ് അവിടെ അതിനകത്തൊരു ട്രിക്കി ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്നത് 25 raised to 150 is equal to 25x raised to 50. 25x raised to 50. സോ ഇവിടെ നോക്കാം. നമുക്ക് ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 25 raised to 150 is equal to 25 raised to 50 into x raised to 50. സോ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 25 raised to 50 ഇത് ക്യാൻസൽ ആകും. ഇത് മിച്ചം എത്ര വരത്തുള്ളൂ? 100. 25 raised to 100. So that means on the first step simplification നമുക്ക് എന്ത് കിട്ടി? 25 raised to 100 is equal to x raised to 50. x raised to 50. Okay, in terms of power ആക്കി എടുക്കാനായിട്ട് this can be written as 25 square the whole raised to 50 is equal to x raised to 50. നമ്മൾ ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് രണ്ട് ഇൻഡീസസ് ഈക്വൽ ആണ്. അതിൻ്റെ പവർ സെയിം ആണെങ്കിൽ ബേസ് എന്താണ് സെയിം അല്ലെങ്കിൽ എന്താണ് സെയിം ബട്ട് സംടൈംസ് എന്താകാം ഓപ്പോസിറ്റ് സൈൻ ആകാം. നമുക്കിവിടെ സൈനിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ക്വസ്റ്റ്യൻ ചോയ്സിലില്ല. അതുകൊണ്ട് സെയിം ആയിട്ട് തന്നെ എടുക്കുന്നു. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് ഈക്വൽ ടു 25 സ്ക്വയർ. 25 സ്ക്വയർ എന്നൊരു ചോയ്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ അല്ലേ? 25നെ 5 സ്ക്വയർ എഴുതാം. 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് 5 raised to 4. 5 raised to 4. 5 square the whole square can be written as 5 raised to 4. Okay, 5 raised to 4. സോ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. ഒന്നിൽ കൂടുതൽ തവണ മോക്ക് ടെസ്റ്റ് പേപ്പറിലെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിന് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമ്പർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് ചോദിക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും ഒന്നിൽ കൂടുതൽ തവണ മോക്ക് ടെസ്റ്റുകളിലെല്ലാം വന്നിട്ടുള്ളതാണ്. p raised to x equal to q ആണ്. ദെൻ q raised to y equal to r ആണ്. r raised to z equal to p raised to 6 ആണ്. അങ്ങനെയാണെങ്കിൽ x into y into z എന്ത് കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. q can be written as p raised to x. നേരത്തെ ചെയ്തതേപോലെ ഈ qൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore നമുക്ക് എന്ത് കിട്ടും? p raised to x the whole raised to y equal to r. therefore നമുക്ക് എങ്ങനെ എഴുതാം? r equal p raised to xy. so p raised to xy the whole raised to z equal p raised to 6. so that implies p raised to xy z equal p raised to 6. so രണ്ട് ഇൻഡീസസ് ബേസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും? എക്സ്പോണൻസ് ഈക്വൽ ആയിരിക്കും. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. that implies x into y into z equal to 6. x into y into z equal to 6. Okay. Then next question. 3 unknown indices ഈക്വൽ ആയിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ 3 unknown indices. ദെൻ താഴെ പറയുന്നതിൽ ഏതാണ് 4 ചോയ്സിൽ ഏതാണ് സ്യൂട്ട് ആകുന്നതെന്നാണ്. ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇൻഡീസസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി സൈക്ലിക് ഓർഡർ വന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള 3 unknown indices ഈക്വൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ
നേരത്തെ നമ്മൾ ചെയ്ത ആ ഷോർട്ട് കട്ട് ഫോമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോണം. അത് നമ്മുടെ എക്സാമിൻ്റെ മെയ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നോക്കാം 3 raised to x equal 5 raised to y equal 75 raised to z. So 3 unknown indices equal ആയിട്ട് വന്നു. സോ കോൺസ്റ്റൻറ്റ് കെയോട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഇംപ്ലൈസ് ഈ ഒരു സ്റ്റെപ്പൊക്കെയാണ് എക്സാമിന് ഒഴിവാക്കേണ്ടത്. 3x ഈക്വൽ ടു കെ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് 3 ഈക്വൽ കെ റൈസ് ടു 1/x. അടുത്തത് 5 റൈസ് ടു y ഈക്വൽ ടു കെ. ദാറ്റ് ഇംപ്ലൈസ് 5 ഈക്വൽ k raised to 1/y. Then 75 raised to z equal to k. That implies 75 equal k raised to 1/z. Now നോക്കാം equation 1, equation 2, equation 3. So ഇവിടെ 3യും അതായത് ഇക്വേഷൻ 1ൻ്റെ LHSഉം ഇക്വേഷൻ 2ൻ്റെ LHSഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടുന്നത്. നമുക്ക് പക്ഷേ 75 വരേണ്ടത്. ഇവിടെ നോക്കിയേ, ഇക്വേഷൻ 1ൻ്റെ LHSഉം ഇക്വേഷൻ 2ൻ്റെ LHSൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 5ൻ്റെ സ്ക്വയർ 25നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും. സോ ദെയർഫോർ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 3 × 5 സ്ക്വയർ ഈക്വൽ ടു 75 ആണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? k raised to 1/x into k raised to 1/y the whole square is equal to k raised to 1/z. So k raised to 1/x into k raised to 2/y equal k raised to 1/z. So that means നമുക്ക് എങ്ങനെ എഴുതാം? LHSലെ 2 ഇൻഡീസസ് മൾട്ടിപ്ലൈ ഇരിക്കുന്നു. രണ്ടിൻ്റെയും ബേസ് k ആണ്. ദെയർഫോർ എങ്ങനെ എഴുതാം? k raised to 1/x plus 2/y is equal to k raised to 1/z. So that means ഇപ്പോൾ എന്താണ്, 2 ഇൻഡീസസ് ഈക്വൽ ആയി, രണ്ടിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ പവറും ഈക്വൽ ആയിരിക്കും. 1/x പ്ലസ് 2/y ഈക്വൽ 1/z. അപ്പം നേരെ നമ്മുടെ ചോയ്സ് ബിയിലേക്കല്ലേ എത്തിയത്? നേരെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ആൻസറിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇതാണ്, 3 അൺനോൺ ക്വാണ്ടിറ്റീസ്. അതൊന്നുകിൽ ഫ്രാക്ഷൻ റേഷ്യോ ആകാം, അല്ലെങ്കിൽ ഇൻഡെക്സ് ആകാം, അല്ലെങ്കിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോഗ് ആകാം. അങ്ങനെ വന്നാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുക? കെയോട് ഇക്വേറ്റ് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് LHS RHS ആക്കി മാറ്റുക. നമുക്ക് നേരെ ആൻസറിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. സോ ഇവിടെ ബൈ ഉണ്ട്, 1/4, 1/4, 1/2, 1/2. വേറെ ഒന്നാ ടൈപ്പിങ്ങില്ല. സോ ക്വസ്റ്റ്യൻ ഇതും നമുക്ക് ഒരുപാട് തവണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: a raised to 1/8 plus a raised to -1/8 into a raised to 1/8 minus a raised to 1/8. ഉണ്ട് a raised to 1/4 plus a raised to -1/, ടൈപ്പിങ്ങിൽ എന്തോ വന്നിട്ടുണ്ട്, -1/4 into a raised to 1/2 plus a raised to -1/2. ഓക്കെ, സോ ഫസ്റ്റ് 2 ടേംസ് എടുക്കാം. ഫസ്റ്റ് 2 ടേംസ് എടുത്തു കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് 2 ടേംസ്, ഇത് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാറ്റില്ലേ. ഇത് എ, ഇത് ബി എടുത്ത് ഞാൻ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ത് വരും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എയുടെ സ്ഥാനം എത്രയാണ്? എ റൈസ് ടു 1/8 ദ ഹോൾ സ്ക്വയർ മൈനസ് എ റൈസ് ടു -1/8, a raised to -1 divided by 8 the whole square.
then മിച്ചമുള്ളത് a raised to 1 by 4 plus a raised to minus 1 by 4 into a raised to 1 by 2 plus a raised to minus 1 by 2. So a raised to 1 by 8 the whole square. A raised to m the whole raised to n. Property applying a raised to 2 by 8 എന്ന് വരും. ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നില്ല. a raised to 2 by 8 മീൻസ് എത്രയാണ്? a raised to 1 by 4. a raised to 2 by 8 എന്നാണ് വരുന്നത്. So a raised to 1 by 4 minus a raised to minus 1 by 4 into a raised to 1 by 4 plus a raised to minus 1 by 4 into a raised to 1 by 2 plus a raised to minus 1 by 2. So that implies again, okay, ഈ രണ്ട് ഫസ്റ്റ് ടു ആ 8 ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ആക്കി. അഗെയിൻ ഇതെന്താണ്? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഒരു അത്രത്തോളം ടഫാണെന്ന് സ്റ്റുഡൻസ് പറഞ്ഞൊരു ക്വസ്റ്റൻ ആണ് ഇത് ചോദിച്ചപ്പോൾ. ആക്ച്വലി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയും ഇൻഡീസസിൻ്റെ ബേസിക് പ്രോപ്പർട്ടി ആയ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്ന് അറിയാമെങ്കിൽ ചെയ്യാവുന്ന ഒരു ബേസിക് ക്വസ്റ്റൻ ആണിത്. ബട്ട് കറക്റ്റായിട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. സോ ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അഗെയിൻ. സോ എങ്ങനെ എടുക്കാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എ റൈസ് ടു 1 by 4 ദ ഹോൾ സ്ക്വയർ മൈനസ് എ റൈസ് ടു മൈനസ് 1 by 4 minus 1 by 4 the whole square into a raised to 1 by 2 plus a raised to minus 1 by 2. a raised to 1 by 2 plus a raised to minus 1 by 2. So that implies 1 by 4 the whole square. That means a raised to 1 by 4 the whole square. 2 by 4 a raised to 2 by 4 a raised to 2 by 4 means a raised to 1 by 2. a raised to 1 by 2 minus a raised to minus 1 by 2 into a raised to 1 by 2 plus a raised to minus 1 by 2. Again ഏത് പ്രോപ്പർട്ടിയാണ്? a plus b into a minus b പ്രോപ്പർട്ടിയാണ്. a square minus b square ഒരു ആൻസർ. a raised to 1 by 2 the whole square minus a raised to minus 1 by 2 the whole square. That means a minus a raised to minus 1 അല്ലെങ്കിൽ a minus 1 by a അല്ലെങ്കിൽ a square minus 1 the whole divided by a. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോയ്സ് വരുന്നത്. സോ ഇതാണ് ചോയ്സ് വന്നിരിക്കുന്നത്, എ മൈനസ് 1 by a. സോ റീസെൻറ്റ് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ ആർ ടി പിയിലോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? Then next question. Five by 2 ആണ് 7 by 2. So question ഇതാണ്, √3 divided by 9 the whole raised to 5 by 2 into 9 divided by 3 √3 the whole raised to 7 by 2 into 9. സോ ഇത് സിംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത ഏറ്റവും ചെറിയ ഫോർമാറ്റിൽ എന്താണ് അതാണ് നമുക്ക് ആൻസറിലേക്ക് എത്തേണ്ടത്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോക്കിയാൽ √3 9 3 ആണുള്ളത്, 9 ആണുള്ളത്. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ബേസ് 3 ആക്കി മാറ്റണം, ബേസ് 3 ആക്കി മാറ്റണം. സോ √3 സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ 3യും 9ഉം കട്ട് ചെയ്യാം. √3 ക്യാൻ ബി ഇൻഡീസസ് ഫോർമാറ്റിൽ അപ്ലൈ എഴുതിയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. √3 ക്യാൻ ബി റിട്ടൺ ആസ് 3 raised to 1 by 2 divided by 9 means 3 square the whole raised to 5 by 2 into 3 divided by 3 raised to 1 by 2 the whole raised to 7 by 2 into 9 can be written as 3 square. Okay, then ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും മൈനസ് ആകും. ദാറ്റ് മീൻസ് 3 raised to 1 by 2 minus 2 the whole raised to 5 by 2 into 3 raised to 1 minus 1 by 2 the whole raised to 7 by 2 into 3 square. Then 3 raised to 1 by 2 minus 2
പവറിൽ 1/2 minus 2, that means 1 minus 4 minus 3, അല്ലെങ്കിൽ 3 raised to 1 minus 4 divided by 2 the whole raised to 5/2 into 3 raised to 2 minus 1 divided by 2 the whole raised to 7/2 into 3 square. Simplify ചെയ്യുമ്പോൾ 3 raised to 1 minus 4, that means 3 raised to minus 3 divided by 2 the whole raised to 5/2 into 3 raised to 1/2 the whole raised to 7/2 into 3 square. That means 3 raised to minus 15/4 into 3 raised to 7/4 into 3 square. So ഈ രണ്ട് ടേം എടുക്കാം, രണ്ടിൻ്റെയും ബേസ് 3 ആണ്. സോ 3 raised to minus 15/4 plus 7/4 into 3 square. ഫ്രാക്ഷൻ വന്ന രണ്ട് ടേമിൻ്റെ a raised to m into a raised to n പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, a raised to m plus n ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ആൻസറിലേക്ക്. സോ നമുക്ക് ബേസ് 4 ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ minus 15 plus 7, 3 raised to minus 8/4 into 3 square. That means 3 raised to minus 2 into 3 square. That means 3 raised to 0 അല്ലെങ്കിൽ 1 is the right answer. 1 is the right answer. Okay അല്ലേ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ റൂട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. 1-2 ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. നോർമലി ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻഡീസസിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ, 4 raised to x is equal to 5 raised to y is equal to 20 raised to z. Then the z is equal to, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ബട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നിൽ കൂടുതൽ തവണ മോക്ക് ടെസ്റ്റ് പേപ്പറിൽ എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 4 raised to x equal 5 raised to y is equal 20 raised to z. That means 3 unknown quantities, unknown indices equal to വന്നാൽ കോൺസ്റ്റൻറ്റ് k യോട് ഇക്വേറ്റ് ചെയ്യുക. That implies 4 raised to x equal to k. That implies 4 equal k raised to 1/x. 5 raised to y equal to k. That implies 5 equal k raised to 1/y. 20 raised to z equal to k. That implies 20 equal k raised to 1/z. സോ ഇവിടെ നോക്കിയാലറിയാം, ഇക്വേഷൻ 1, 2, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1-ൻ്റെയും 2-ൻ്റെയും LHS മൾട്ടിപ്ലൈ ചെയ്താൽ 3-യുടെ LHS കിട്ടും. സോ ദാറ്റ് ഇംപ്ലൈസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 4 into 5 equal to 20 ആണ്. ദാറ്റ് ഇംപ്ലൈസ് k raised to 1/x into k raised to 1/y equal k raised to 1/z. ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി LHSൽ അപ്ലൈ ചെയ്യുമ്പോൾ k raised to 1/x plus 1/y is equal to k raised to 1/z. then ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 1/x plus 1/y equal 1/z. ബട്ട് നമുക്ക് z ആണ് ചോദിച്ചിരിക്കുന്നത്. therefore നമുക്ക് എങ്ങനെ എഴുതാം, y plus x divided by xy equal 1/z. so that means z എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, z കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ റെസിപ്രോക്കൽ xy divided by y plus x നെ നമുക്ക് എങ്ങനെ എഴുതാം, x plus y. so answer choice C is the right answer. choice C is the right answer. okay അല്ലേ? Next question. Two raised to x minus 2 raised to x minus 1 equal to 4. നമുക്ക് x raised to x ആണ് കണ്ടുപിടിക്കേണ്ടത്. So this can be written as 2 raised to x minus 2 raised to x minus നമുക്ക് എങ്ങനെ എഴുതാം,
2 raised to x into 2 raised to minus 1 equal to 4. നമുക്ക് 2 raised to x കോമൺ എടുത്താൽ 1 minus 2 raised to minus 1 equal to 4. So that means നമുക്ക് എങ്ങനെ എഴുതാം 2 raised to x equal into 1 minus 1 by 2 equal to 4. That implies 2 raised to x into 1 by 2 equal to 4. That means 2 raised to x equal 4 into 8. So x in 2 raised to 3 വന്നാലാണ് 8 ആകുന്നത്. That implies x equal to 3. പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് x raised to x ആണ്. അപ്പോൾ 3 കിട്ടിയ ഉടനെ ചാടി കയറി a മാർക്ക് ചെയ്തത്. നമുക്ക് x raised to x എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനാണ് ആൻസർ ചെയ്യേണ്ടത്. x raised to x ആണ്. So 3 raised to 3, 27. 27 will be the right answer. 27 is the right answer. LA. Next one. So ഒരുപാട് തവണ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സാമിനും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ സിംപ്ലിഫൈ. ശ്രദ്ധിക്കണം. 1 minus x square raised to minus 1 the whole raised to minus 1 the whole raised to minus 1 by 2. സോ നമ്മൾ ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഇന്നർ ബ്രാക്കറ്റ് ആണ് ആദ്യം. അവിടെ നിന്നാണ് നമ്മൾ ചെയ്ത് പുറത്തേക്ക് വരേണ്ടത്. സോ ഏറ്റവും ഇന്നർ ബ്രാക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ 1 minus x square the whole raised to minus 1 ആണ്. സോ നമുക്കറിയാം 10 raised to minus 1 എത്രയാണ് 1 by 10. then a raised to minus 1 1 by a. then അങ്ങനെയാണെങ്കിൽ 1 minus x square raised to minus 1 എന്ത് വരും 1 by 1 minus x square. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം 1 by 1 minus x square. കറക്റ്റായിട്ട് ഏറ്റവും ഇന്നർ ബ്രാക്കറ്റിലാണ് നമ്മൾ ആദ്യം ചെയ്ത് 1 minus 1 by 1 minus x square e raised to minus 1 നമ്മൾ ഒഴിവാക്കി. then raised to minus 1 the whole raised to minus 1 by 2. സോ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്ത് ആദ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് ബ്രാക്കറ്റിന് പുറത്തേക്ക് വരണം. സോ ഈ ഒരു ടേം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാകും ഈ ഒരു ടേം ചെയ്തെടുക്കുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് LCM എടുക്കുമ്പോൾ 1 minus x square minus 1 divided by 1 minus x square the whole raised to minus 1 the whole raised to minus 1 by 2. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 plus 1 minus 1 get cancelled. then simplify ചെയ്യുമ്പോൾ 1 minus x square divided by 1 minus x square the whole raised to minus 1 the whole raised to minus 1 by 2. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മൈനസ് പ്ലസ് ആകും. മൈനസ് ഇൻറ്റു മൈനസ് പുറത്തെ മൈനസും അകത്തെ മൈനസും കൂടെ പ്ലസ് ആകും. നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് അവിടെയാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്യില്ല. സോ 1 പ്ലസ് മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ ദെൻ മിച്ചം എന്തുണ്ട് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 minus x square the whole raised to minus 1 the whole raised to minus 1 by 2. so that means 1 plus ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. raised to minus 1 means റെസിപ്രോക്കൽ എത്ര വരും 1 plus x square divided by x square 1 plus x square 1 minus x square plus അല്ല മൈനസ്
1 minus x square divided by x square raised to minus 1 by 2. That means ഇവിടെ എന്താ ചെയ്തത്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. Then ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 minus x square divided by x square the whole raised to minus 1 by 2. So plus x square minus x square get cancelled. Which is 1 by x square, 1 by x square 1 by x square the whole raised to minus 1 by 2. 1 by x square എങ്ങനെ എഴുതാം, numerator കൊണ്ടുപോകുമ്പോൾ x raised to minus 2 the whole raised to minus 1 by 2. That means x raised to minus 2 into minus 1 by 2. 2 get cancelled, minus into minus plus. That means x is the right answer. X is the right answer. X is the right answer. Okay, question ഒന്ന് മാർക്ക് ചെയ്തേക്കണം. Then next question. ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പിലേക്ക് വരും. നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് a raised to 1 by 3 plus b raised to 1 by 3 plus c raised to 1 by 3 equal to 0, that implies a plus b plus c the whole cube is equal to 27 abc. ഈ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 13-15 സ്റ്റെപ്പോളം വേണ്ടി വരും. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ബി പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3 ദ ഹോൾ ക്യൂബ്. ക്യൂബ് റൂട്ട് ഓഫ് എ എന്നുള്ളത് നമുക്ക് എ റേസ് ടു 1 by 3 പ്ലസ് ബി റേസ് ടു 1 by 3 പ്ലസ് സി റേസ് ടു 1 by 3 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് ഫോർമുല പ്രകാരം എന്താണ്, എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 27 abc ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതോ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3 ദ ഹോൾ ക്യൂബ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ക്യൂബ്. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് എങ്ങനെ എഴുതാം, 27 abc. 3 ക്യൂബ് എത്രയാണ്, 27. നേരെ 27 ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്ത് വരും, എ ഇൻറ്റു ബി ഇൻറ്റു സി. സോ ഈ ഒരു ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്തില്ല എങ്കിൽ മോർ ദാൻ 10 സ്റ്റെപ്സ് മിനിമം വരുന്നതാണ്. സോ യൂസ് ചെയ്യുക, ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ റെഗുലർ ബാച്ചിലെ ഷോർട്ട് കട്ട് ഫോർമുലായിട്ട് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്പർ പോലും ചേഞ്ച് ചെയ്യാതെ ലാസ്റ്റ് ടൈം നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. റെഗുലർ ബാച്ചിലെല്ലാം നമ്മൾ 3 ഷോർട്ട് കട്ട് ഫോർമുല കൂടി ഇൻഡിസസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ എക്സാക്ട്ലി നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ 5ൻ്റെ ഈ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എക്സാമിന് ചോദിച്ചിരുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഫോർമുല ഇതാണ്. ഇഫ് y is equal to root x plus root x plus root x plus etc up to infinity ആണെങ്കിൽ y എഴുതാണ്ട് നമുക്ക് root of 4x plus 1 plus 1 the whole divided by 2 എടുക്കാം. സോ ഇവിടെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 5 ആണ്. എൻ്റെ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് വന്നത്, ലാസ്റ്റ് ടൈം എക്സാമിന് വന്നത്. നമ്മൾ റെഗുലർ ബാച്ചിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. ദെൻ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 5 എടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ root 5 plus etc up to infinity. So root of 4 into 5 plus 1 plus 1 divided by 2. That means root of 21 plus 1 divided by 2. Choice C is the right answer. സോ പ്ലസിന് പകരം മൈനസ് വരുമ്പോഴുള്ള ഷോർട്ട് കട്ട് ഫോർമുല
y is equal to root x minus root x up to infinity ആണെങ്കിൽ y കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല root of 4x plus 1 minus 1 റൂട്ടിന് പുറത്ത് minus 1 divided by 2. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ y equal to root 12 minus root 12 minus root 12 etc. up to infinity. Therefore y is equal to root of 4 into 12 plus 1 minus 1 divided by 2. So root of 49 minus 1 divided by 2, 7 minus 1 divided by 2, 6 by 2, that means 3. Answer 3 is the right answer. ഒന്ന് പ്ലസ് വരുന്ന കേസ്, ഒന്ന് മൈനസ് വരുന്ന കേസ്, ഇതെല്ലാം ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് തന്നെ ചെയ്യണം. അതർവൈസ് നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ടൊക്കെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടി വരുന്നത്. അത്രയൊന്നും സമയം നമുക്ക് എക്സാമിനില്ല. ദെൻ ഇൻഡീസസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്ലസ് ചെയ്തു, മൈനസ് ചെയ്തു, ഇനി മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ സോ മൾട്ടിപ്ലിക്കേഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഫോർമുല, ഷോർട്ട് കട്ട് ഫോർമുല ഇതാണ്. y is equal to root x into root x etc. up to infinity. That means y equal to x തന്നെ. Therefore നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം y equal to root 3 into root 3 etc. up to infinity. yയുടെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്, നേരെ 3. സോ 3 ഷോർട്ട് കട്ട് ഫോർമുല കൂടി ഓർത്ത് വെക്കേണ്ടതാണ് മസ്റ്റായിട്ട്. സോ എന്തായിരുന്നു? y equal root x plus എന്നൂടെ ആ 3 ഷോർട്ട് കട്ട് ഫോർമുല ഒന്ന് എഴുതാം, ബിക്കോസ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണത്. ലോഗിലുമൊക്കെ ഈ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസ് മാറി മാറി വരുന്നതാണ്. y equal to root x plus etc. up to infinity. So that implies നമുക്ക് എന്തൊരു y equal to root of 4x plus 1 റൂട്ടിന് പുറത്ത് plus 1 divided by 2. Then y equal to root x minus root x etc. up to infinity ആണെങ്കിൽ y equal to root of 4x plus 1 minus 1 the whole divided by 2. Then y equal to root x into root x etc. up to infinity. That implies y equal to x. ഈ ഷോർട്ട് കട്ട് ഫോർമുല എല്ലാം ഓർത്ത് വെക്കണം ഇൻഡീസസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. സോ ഫസ്റ്റ് ചാപ്റ്ററിലെ റേഷ്യോ ദെൻ പ്രപ്പോർഷൻ, ഇൻഡീസസ് വരെയുള്ള ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഷോർട്ട് കട്ട് ഫോർമുല എല്ലാം ഓർത്തോണം. ഷോർട്ട് കട്ട് ഫോർമുല വരുന്നത് സ്പെസിഫിക് ആയിട്ട് ഓർത്തോണം. ആ a⁻1/3 പ്ലസ് b⁻1/3 പ്ലസ് c⁻1/3 ഈക്വൽ ടു 0 വരുന്ന കേസിൽ a പ്ലസ് b പ്ലസ് c ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 27abc എന്ന് പറയുന്ന ആ ഷോർട്ട് കട്ട് ഫോർമുല ഒന്ന് ഓർത്തോണം. ആ ക്വസ്റ്റ്യൻ അത് നമ്മൾ നോർമലി ചെയ്തെടുക്കുക, മീൻസ് നമുക്ക് മോർ ദാൻ 15 സ്റ്റെപ്സ് വരെയൊക്കെ വരാറുണ്ട്. സോ അത്രയും സ്റ്റെപ്പ് എഴുതി നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റില്ല. ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഷോർട്ട് കട്ട് ഫോർമുല എന്തായിരുന്നു? x is equal to p⁻1/3 plus p⁻−1/3 വരുന്ന കേസിൽ x³ minus 3x equal to p plus 1/p or p square plus 1 the whole divided by p. Then x is equal to p⁻1/3 minus p⁻−1/3 വരുന്ന കേസിൽ x³ plus 3x is equal to p-1/p അല്ലെങ്കിൽ p square minus 1 the whole divided by p എന്ന് പറയുന്നത്. സോ അത് ആ പ്രോപ്പർട്ടി ഒന്ന് ശരി ഓർത്തോണം. നമ്മുടെ എക്സാമിന് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് വെച്ചിട്ട് അത് ഷോർട്ട് കട്ട് ആ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ എക്സാമിന് സോൾവ് ചെയ്യാം. സോ അപ് ടു ദിസ് ക്ലിയർലി? സോ നമുക്ക് ലഞ്ച് ബ്രേക്ക് എടുക്കാം. ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ലോഗരിതംസ് സോൾവ് ചെയ്യാം. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നത്. സോ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് 4th ചാപ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ്റെ തിയറിയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ബ്രേക്ക് എടുക്കാം.
Good afternoon. കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ ഇൻഡീസസ് തിയറി പ്ലസ് പ്രോബ്ലം സോൾവ് ചെയ്തു. ദെൻ ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് സെഷനാണ് ലോഗരിതംസ്. സോ എന്താണ് നമ്മൾ റേഷ്യോയിലും പ്രൊപ്പോർഷനും ഇൻഡീസസിലും പറഞ്ഞതുപോലെ ഫസ്റ്റ് നമുക്ക് ലോഗിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. 3 quantities a, x, n and they are related as a, x, n are related as a raised to x equal to n. Then x is said to be the logarithm of the number n to the base a. That means logarithm of a number to a given base is the index or power to which the base must be raised in order to get the number. So that means a raised to x equal to n. Then x is the logarithm of the number n to the base a. So that means logarithm of a number to a given base. So logarithm of n to given base a equal to x. That means logarithm ഈ ഒരു നമ്പറിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് ഈ ബേസ് എത്ര തവണ പവർ ചെയ്താൽ logarithm of a number to a given base is the index or power to which the base must be raised in order to get the number. n എന്ന് പറയുന്ന ഈ നമ്പർ കിട്ടാനായിട്ട് a എത്ര തവണ പവർ ചെയ്യണം, a x ടൈംസ് പവർ ചെയ്താലാണ് n കിട്ടുന്നത്. therefore നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? logarithm of the number n to the base a equal to x. logarithm of the number n to the base a equal to x. So ഇവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾ വെച്ച് നമുക്കതൊന്ന് കൺഫേം ചെയ്യാം. log a to the base 2 equal to dash. So that means ലോഗരിതം എങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ പ്രകാരം ഈ 8 കിട്ടണമെങ്കിൽ 2 എത്ര തവണ പവർ ചെയ്യണം? 3 ടൈംസ് 2 raised to 3 ആണ് 8 വരുന്നത്. log a to the base 2 is equal to 3. സോ 8 കിട്ടണമെങ്കിൽ 2 എന്ന് പറയുന്ന ബേസ് 3 ടൈംസ് പവർ ചെയ്യണം. 2 raised to 3 is equal to 8. ഓക്കെ, ദെൻ നമുക്ക് വരാവുന്നത് ലോഗ് ഡാഷ് ടു ദ ബേസ് 4 ഈക്വൽ ടു 2. ഏതാണ് ഈ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബേസിനെ അതായത് 4നെ 2 ടൈംസ് പവർ ചെയ്താലാണ് ഈ നമ്പർ കിട്ടുന്നത്. 4 സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ 16 ആണ്. ലോഗ് 16 ടു ദ ബേസ് 4 is equal to 2. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇത് മൂന്നെണ്ണമാണ് നമുക്ക് മാറി മാറി കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലോഗ് 27 to the base dash equal to 3. So that means ഏതോ ഒരു ബേസ് റേസ് ടു 3 27 കിട്ടണമെങ്കിൽ ബേസ് എത്രയായിരിക്കണം? 3 ആയിരിക്കണം. സോ ബേസ് 3 വന്നാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3 raised to 3 27. സോ ഇതാണ് ലോഗരിതത്തിൻ്റെ ഡെഫിനിഷൻ. ദാറ്റ് മീൻസ് ലോഗരിതം ഓഫ് എ നമ്പർ ടു എ ഗിവൺ ബേസ് ഈസ് ദ ഇൻഡെക്സ് ഓർ പവർ ടു വിച്ച് ദ ബേസ് മസ്റ്റ് ബി റേസ്ഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ നമ്പർ. സോ a raised to x equal to n. n കിട്ടാനായിട്ട് ബേസ് a എത്ര തവണ പവർ ചെയ്യണം? a raised to x. ഈ പവർ ചെയ്യുന്ന ഈ പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോഗരിതം ഓഫ് ദ നമ്പർ n ടു ദ ബേസ് a. ഓക്കെ അല്ലേ? ദെൻ ലോഗിൻ്റെ പ്രോപ്പർട്ടീസ്. ലോഗ് 1 ഈക്വൽ ടു 0 ആണ്. ഇതെല്ലാം ഓർത്തിരിക്കേണ്ട പ്രോപ്പർട്ടീസ് ആണ്. ലോഗ് 1 0 ആണ്. ലോഗരിതം ഓഫ് എ നമ്പർ, സോ ലോഗ് 1 ടു ദ ബേസ് a ഈക്വൽ ടു 0 ആണ്. ലോഗ് ലോഗരിതം ഓഫ് എ നമ്പർ ടു ദ സെയിം ബേസ്, ആ നമ്പർ തന്നെ വന്നു കഴിഞ്ഞാൽ ആൻസർ 1 വരും. ദെൻ ലോഗ് 10 ഈക്വൽ ടു 1 ആണ്. Then log a to the base b can be written as log a divided by log b. Then the base of a logarithm is never taken as 0 because 0 raised to any number is meaningless. So logarithm in the base
never taken as 0. ലോഗരിതത്തിൻ്റെ ബേസ് എന്താകില്ല? 0 ആകില്ല. ബേസ് ഓഫ് എ ലോഗരിതം is never taken as 1. സോ ബേസ് 1 ആകത്തില്ല. 0 raised to any number meaningless. 1 raised to 1നെ എത്ര തവണ പവർ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ്? 1 തന്നെയാണ് കിട്ടുന്നത്. സോ 1 raised to any number, 1 raised to 2 എടുത്താലും 1 ആണ്, 1 raised to 3 എടുത്താലും 1 ആണ്. therefore ലോഗിൻ്റെ ബേസ് ഒരിക്കലും 0 ആകില്ല, 1 ആകില്ല. ബേസ് അതേപോലെ എന്തും ആകത്തില്ല? നെഗറ്റീവ് ക്വാണ്ടിറ്റിയും ആകില്ല. സോ ദാറ്റ് മീൻസ് ലോഗിൻ്റെ വാല്യൂ എന്താണ്? 0യും 1ഉം അല്ലാത്ത അതിന് മുകളിലോട്ടുള്ള പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് എന്താകുന്നത്? ലോഗിൻ്റെ ബേസ് ആകുന്നത്. ദെൻ ലോഗിൻ്റെ ഡെഫിനിഷൻ, log 1 equal to 0, log a to the base a equal to 1, then log 10 equal to 1, log a to the base b can be written as log a divided by log b. ലോഗിൻ്റെ ബേസ് എന്തൊക്കെ ആകില്ല? 0 ആകില്ല, 1 ആകില്ല, നെഗറ്റീവ് വാല്യൂസ് ആകില്ല. സോ ദാറ്റ് മീൻസ് ലോഗിൻ്റെ വാല്യൂസ് എന്തേ ആകുള്ളൂ? 0യ്ക്കും 1നും മുകളിലുള്ള പോസിറ്റീവ് വാല്യൂസ് ആണ് ലോഗിൻ്റെ ബേസ് ആകുന്നത്. ദെൻ ലോഗരിതത്തിൻ്റെ ലോ. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. log of mn to the base a can be written as log m to the base a plus log n to the base a. സോ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഓരോന്നിൻ്റെ ലോ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതേപോലെ log m by n to the base a can be written as log m to the base a minus log n to the base a. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിവിഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ പോലെ വരും. ദെൻ log m raised to n to the base a can be written as n log m to the base a, n log m to the base a. Then a raised to log x to the base a. സോ പവറിൽ ലോഗ് വന്നു കഴിഞ്ഞാൽ ബേസും ലോഗിൻ്റെ ഇൻഡെക്സിൻ്റെ ബേസും ലോഗിൻ്റെ ബേസും സെയിം ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈക്വൽ ടു എക്സ്. ഈ ലോഗിനോട് ചേർന്ന് വരുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത്. സോ log a raised to log x to the base a can be written as log a raised to log x to the base a equal to x. Log of mn to the base a can be written as log m to the base a plus log n to the base a. അതേപോലെ log of m divided by n to the base a can be written as log m to the base a minus log n to the base a. Log m raised to n to the base a equal to n log m to the base a. So log a to the base b can be written as, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ട്. log a to the base b രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. log a to the base b can be written as ഒന്നുകിൽ log a divided by log b, അല്ലെങ്കിലോ സോ ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ, നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണം. ഇൻഡെക്സിലായിരുന്നെങ്കിൽ പവറിൻ്റെ സൈൻ ചേഞ്ച് വരുന്നു. ലോഗിലാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വാല്യൂവും ബേസും എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? log b to the base a. ന്യൂമറേറ്ററിലുള്ള ലോഗരിതത്തെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലുള്ളതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ log a to the base b can be written as 1 divided by log b to the base a. സോ അതേപോലെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ലോഗ് a to the base b, ഇതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്കാണ് കൊണ്ടുവരണമെങ്കിൽ നേരെ എന്ത് ചെയ്യും? log b to the base a. സോ ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലേക്കോ ഡിനോമിനേറ്ററിലുള്ള ലോഗ് ന്യൂമറേറ്ററിലേക്കോ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്താൽ മതി? ആ വാല്യൂവും ബേസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതിയാകും. ഇൻഡെക്സിലാണെങ്കിൽ നമ്മൾ പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത് പോലെ ലോഗരിതത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? വാല്യൂവും ബേസും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലോഗരിതമാണ് ഉള്ളത്. ഇതൊക്കെ വേണമെങ്കിൽ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ബിസിനസ് മാത്തമാറ്റിക്സിൽ കയറി വരാം. സോ ബേസ് ഇ ആണെങ്കിൽ അതിനെ നാച്ചുറൽ ലോഗരിതം എന്നും, ബേസ് 10 ആണെങ്കിൽ അതിനെ കോമൺ ലോഗരിതംസ് എന്നും പറയും. ബേസ് ഇ ആണെങ്കിൽ നാച്ചുറൽ ലോഗരിതംസ്, ബേസ് 10 ആണെങ്കിൽ അതിനെ കോമൺ ലോഗരിതംസ് എന്ന് പറയും. സോ നമ്മുടെ ഈ സോൾവിങ് ക്വസ്റ്റ്യനിലെല്ലാം, അതായത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെല്ലാം ബേസ് തന്നിട്ടില്ലെങ്കിൽ ബേസ് നമ്മൾ 10 ആയിട്ടാണ് എടുക്കുന്നത്. കാൽക്കുലസിലാണ് നമ്മൾ ബേസ് തന്നിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ബേസ് ഇ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ എല്ലാം നമ്മൾ ബേസ് 10 ആയിട്ടാണ് എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലോഗരിതം. സോ ലോഗരിതം ഒരു നമ്പറിൻ്റെ ലോഗരിതം കണ്ടുപിടിക്കുകയാണെങ്കിൽ ലോഗരിതം ഓഫ് എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്.
സോ ഇൻ്റഗ്രൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക്. ആൻഡ് ഡെസിമൽ പാർട്ട് ഈസ് കോൾഡ് മാൻറ്റീസ. സോ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ വെച്ചിട്ട് ലോഗരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന തിയറിയാണ്. സോ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലോഗരിതം ഓഫ് എനി നമ്പർ ഗ്രേറ്റർ ദാൻ 1. സോ നമുക്ക് ലോഗ് കണ്ടുപിടിക്കേണ്ട നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ is 1 less than number of digits to the left of given number is 1 less than number of digits to the left of decimal point. Number of 1 less than number of digits to the left of decimal point. Then first നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആണ് ലോഗരിതം ഓഫ് എ നമ്പർ. ബേസ് 10 ആണെന്ന് വിചാരിക്കുക. സോ അതിന് നമുക്ക് 2 പാർട്ടാണുള്ളത്. ക്യാരക്ടറിസ്റ്റിക് ദെൻ മാൻറ്റീസ. ഓക്കെ. സോ ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുന്ന ഒരു നമ്പർ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ 2 പാർട്ടാണുള്ളത്. ക്യാരക്ടറിസ്റ്റിക്കും ഒരു പാർട്ട് ക്യാരക്ടറിസ്റ്റിക്, ഒന്ന് മാൻറ്റീസ. സോ ബിക്കോസ് നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക് വെച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തിയറി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താ നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലോഗരിതം ഓഫ് എനി നമ്പർ ഗ്രേറ്റർ ദാൻ 1. നമുക്കൊരു എക്സാമ്പിൾ എഴുതുകയാണ്. ലോഗ് 35.7 to the base 10 ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഗരിതം എന്താണ്? 35.7 ആണ്. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്, ബേസ് 10 ആണ്. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, ലോഗ് ഫുൾ വാല്യൂ അല്ല, ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലോഗ് കണ്ടുപിടിക്കേണ്ട നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 ലെസ് ദാൻ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ഗിവൺ നമ്പർ. സോ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ആണുള്ളത്. അതിൽ നിന്ന് 1 പോയാൽ ക്യാരക്ടറിസ്റ്റിക് എത്ര വരും? 2 - 1 = 1. അതേപോലെ നമുക്ക് വേറെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ലോഗ് 377.9 to the base 10. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എത്ര വരും പറയാവോ? 377.9 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 377 1 കുറയ്ക്കാനല്ല, 377 എന്ന് പറയുന്ന 3 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് 1 കുറച്ചാൽ ക്യാരക്ടറിസ്റ്റിക് എത്ര വരും? ആൻസർ പറയാവോ? സോ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ 3 ഡിജിറ്റ് ഉണ്ട്. അതിൽ നിന്ന് 1 കുറവ്. 3 - 1 is equal to 2. 3 - 1 is equal to 2. 3 - 1 is equal to 2. Okay, le? Then log 25 to the base 10. So that 25 means, and then obviously 25.00. That means ഇവിടെ ക്യാരക്ടറിസ്റ്റിക്. സോ 25 ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ 2 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 2 - 1 = 1. 2 - 1 is equal to 1. Then ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഈ തന്നിരിക്കുന്ന ലോഗ് കണ്ടുപിടിക്കേണ്ട നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലോഗരിതം ഓഫ് എനി നമ്പർ ലെസ് ദാൻ 1 ഈസ് ഓൾവേസ് നെഗറ്റീവ് ആൻഡ് 1 മോർ ദാൻ നമ്പർ ഓഫ് സീറോസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ്. സോ 1 താഴെയാണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ലോഗരിതം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് എന്താണ്? ഓൾവേസ് നെഗറ്റീവ് ആൻഡ് 1 മോർ ദാൻ നമ്പർ ഓഫ് സീറോസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡിൽ എത്ര സീറോ ഉണ്ടോ അതിനെക്കാട്ടിലും 1 കൂടുതലായിരിക്കും. സോ നമുക്ക് ലോഗരിതം ലോഗ് 0.8010 നോക്കാം. 0.8010 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ലെസ് ദാൻ 1 ആണ്.
ഡെസിമൽ പോയിന്റിന് ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡിൽ ആക്ച്വലി എന്താണ് 8 ആണ് വരുന്നത്, 0 ഒന്നുമില്ല. ദെയർഫോർ മൈനസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കണം. 0യുടെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്താൽ -1. ദെൻ ലോഗ് 0.081010 പിന്നെ എന്തായിരിക്കും വരുന്നതെന്ന് പറയാമോ? -0. ഡെസിമൽ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡിൽ എത്ര 0 ഉണ്ട്? ഒരു 0 ഉണ്ട്. സോ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുക, 1 + 1, ദാറ്റ് മീൻസ് -2. സോ ക്ലിയർ ആണോ? ബിക്കോസ് ഇത് ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ, നമുക്കൊരു തിയറി പോലത്തെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പണ്ട്, ഇനിയും ചോദിക്കാം എക്സാമിന്, നിങ്ങളുടെ എക്സാമിനും വരാവുന്നതാണ്. ഓക്കെ ആണോ? ദെൻ സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്. ദെൻ മാൻഡീസ കണ്ടുപിടിക്കുന്നത് ഇറ്റ് വിൽ ബി ഫൗണ്ട് ഔട്ട് ഫ്രം ദ ലോഗ് ടേബിൾ എന്നാണ്. നമുക്ക് പക്ഷേ ലോഗ് ടേബിൾ യൂസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരു കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്താണ് കോമൺ ലോഗരിതംസ്, ദാറ്റ് മീൻസ് ബേസ് 10 ആയിട്ടുള്ള ലോഗരിതംസ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് നോർമലി കണ്ടുപിടിക്കുന്ന ലോഗരിതം ഓഫ് എ നമ്പർ ടു എ ഗിവൺ ബേസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പ്ലസ് മാൻഡീസ ആണ്. ക്യാരക്ടറിസ്റ്റിക് പ്ലസ് മാൻഡീസ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് പ്ലസ് മാൻഡീസ. ദെൻ നമ്മൾ കാൽക്കുലേറ്റർ ആക്കി മാൻഡീസ ലോഗ് ടേബിളിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ബട്ട് നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നമുക്ക് ലോഗ് കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റർ ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. സോ അതിന് യൂസ് ചെയ്യുന്നത് ലോഗരിതം ഓഫ് എം എന്ന് പറയുന്ന ഒരു നമ്പർ ബേസ് 10 ആണെങ്കിൽ, സോ അതിന് വരുന്ന സ്റ്റെപ്സ്, ഫസ്റ്റ് വൺ വരുന്നത് ടൈപ്പ്, കാൽക്കുലേറ്ററിൽ എത്രയാണോ വാല്യൂ അത് ടൈപ്പ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2 വരുന്നത് പ്ലസ് √15 ടൈംസ്. ദെൻ തേർഡ് വൺ വരുന്നത് -1, ആ കിട്ടിയത് -1. ദെൻ സ്റ്റെപ്പ് 4 വരുന്നത് ഡിവൈഡഡ് ബൈ 0.00007021. സോ എത്രയാണോ നമ്പർ അത് കഴിഞ്ഞ് ദെൻ 15 തവണ റൂട്ട് പ്രസ് ചെയ്യുക. ദെൻ -1, ദെൻ ഡിവൈഡഡ് ബൈ 0.00007021. ഒരു എക്സാമ്പിൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തൊന്ന് കണ്ടുപിടിക്കാം. ലോഗ് 25.5 ടു ദ ബേസ് 10. സോ നമുക്ക് ഇത് വെച്ചറിയാം, ക്യാരക്ടറിസ്റ്റിക് അറിയാം, 1 പോയിന്റ് ആണ് വരേണ്ടത്, 1 പോയിന്റ് ആണ്. ബട്ട് മാൻഡീസ ലോഗ് ടേബിൾ യൂസ് ചെയ്താണ്. നമുക്ക് ലോഗ് ടേബിൾ യൂസ് ചെയ്യാൻ ഉദ്ദേശമില്ല, കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. കാൽക്കുലേറ്ററിൽ ഫസ്റ്റ് 25.5 അടിക്കുക, 25.5, then √15 times 1 2 3 4 5 6 7 8 9 10 11 12 13 14 15, then -1, then divided by ആണ് ശ്രദ്ധിക്കണം, divide by 0.00007021 equal to എത്ര കിട്ടും? 1.40657. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 25.5 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ 2 ഡിജിറ്റ് ഉണ്ട്, അതിനെക്കാട്ടിൽ 1 കുറവ് മീൻസ് 1 പോയിന്റ്. ഓക്കെ, സോ ആൻറ്റി ലോഗരിതം എന്ന് പറയുന്നത് റിവേഴ്സ് പ്രോസസ്സാണ്, ലോഗരിതത്തിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. സോ ദാറ്റ് മീൻസ് log n to the base a equal to x. സോ n എന്ന് പറയുന്ന നമ്പറിൻ്റെ ബേസ് a ആയിട്ടുള്ള ലോഗരിതം x ആണെങ്കിൽ നമുക്ക് ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്താ പറയാം, ആൻറ്റി ലോഗ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? n ആയിരിക്കും. സോ എന്നിൻ്റെ ലോഗരിതം x ആണെങ്കിൽ എക്സിൻ്റെ ആൻറ്റി ലോഗ് എന്തായിരിക്കും? n ആയിരിക്കും. റിവേഴ്സ് പ്രോസസ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ലോഗിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. log 6 plus log 5 എന്ന ആൻസർ പറയാമോ? log 6 plus log 5, log m plus log n എങ്ങനെ എഴുതാം? log 6 plus log 5
log m plus log n can be written as log of mn. Log m plus log n can be written as log of log m plus log n equal to log of mn. Log of mn. Therefore, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? log of 6 into 5. That means log 30. Log 30 is the right answer. Log 30 is the right answer. Log 30 is the right answer. Then, next one. Find the value of log 25 to the base 8. നമുക്ക് നോർമലി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് log 25 കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? സോ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ബേസ് എന്തായിരിക്കണം? കോമൺ ലോഗരിതംസ് ബേസ് 10 ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. log 25 to the base 8. So നമുക്ക് this can be written as log a to the base b, അതായത് log a divided by log b. ഈ ഫോർമാറ്റിൽ എഴുതാം. So that means log 25 means log 5 square. Then log 8 means log 2 cube. So that means 2 log 5 divided by 3 log 2. ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് 2 log 5 divided by 3 log 2 എന്ന് എഴുതാം. 2 log 5 divided by 3 log 2. സോ നമുക്ക് log 2 ക്വസ്റ്റ്യനിൽ തന്നെ ഗീവൺ ആണ്, വാല്യൂ ഗീവൺ ആണ് 0.3010. സോ ദാറ്റ് മീൻസ് 2 ന്യൂമറേറ്റർ 2 log 5. ഇവിടെ 3 ഇൻറ്റു log 2ൻ്റെ വാല്യൂ നമുക്കറിയാം 0.3010. ബട്ട് log 5 ഒന്നുകിൽ നമുക്ക് log 5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ log 5 to the base 10 നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ പക്ക പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും നോക്കാം. 2 ഇൻറ്റു log 5 can be written as log of 10 by 2 divided by 3 into 0.3010. That means 0.903. So this can be written as 2 into log in the property apply log 10 minus log 2 divided by 0.903. So log 10ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. log 2ൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നേരെ ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് 0.3010 divided by 0.0903. നേരെ കാൽക്കുലേറ്റ് ചെയ്യുക. 1 മൈനസ് 0.3010 ഇൻറ്റു 2 divided by 903. റെഡി ആൻസർ. $1.54817. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 1.54. ഇത് പക്ക ഇത് ചെയ്താണ്. നമുക്കിവിടെ log 5 ബേസ് 10 ആയിട്ട് എടുത്ത് ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 5 അടിക്കുക, then root 15 times, then -1, then divided by 0.000070271 അടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. Next one. Find the value of find the value of ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ഇമാതിരി ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടാവും. മാർക്ക് ചെയ്തേക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവൂ. log of 1000 divided by 256 to the base 10. So നമുക്ക് എങ്ങനെ എഴുതാം? log m by n can be written as log of m. log m minus log n.
256 to the base 10. So log 1000 നമുക്ക് എങ്ങനെ എഴുതാം? log 10 cube to the base 10 minus log 256 or 2 raised to 2 into 3, 2, 3, 4, 5, 6, 7, 8. So log 2 raised to 8 to the base 10 ആണ് 2 log 256. ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 3 log 10 to the base 10 minus 8 log 2 to the base 10. So 3 into 1 minus 8 into log 2 to the base 10, 0.30103. So that means 8 into 0.30103 minus 3. Return 0.59. 0.59. Choice C is the right answer. Good answer. Really? Then next question. ഒരുപാട് തവണ എക്സാമിനും ടെസ്റ്റ് പേപ്പറിലും എല്ലാം വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. log base 2, log base 2, log base 3, log 27 cube to the base 3. So നമ്മുടെ ബോട്ട് മാസ് റൂൾ അനുസരിച്ചിട്ട് ഏറ്റവും ഇന്നർ ബ്രാക്കറ്റ്, ദാറ്റ് മീൻസ് ഇത് വരും, ഇത് വരും. എപ്പോഴും നമ്മൾ ലോഗിനെ സിംപ്ലിഫൈ മീൻസ് ഈ നമ്പറിനെ ഇൻ ടേംസ് ഓഫ് ബേസ് ആക്കി മാറ്റിയാലാണ് നമുക്ക് ലോഗിൻ്റെ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആകുന്നത്. സോ അതിനായിട്ട് 27 ക്യൂബിനെ ഇൻ ടേംസ് ഓഫ് 3 ആക്കാൻ, 27 എന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി എത്രയാണ്? 3 ക്യൂബാണ്, ദ ഹോൾ റേസ് ടു 3. ദാറ്റ് മീൻസ് 3 റേസ്ഡ് ടു 9. 3 റേസ്ഡ് ടു 9. So that implies log base 2, then again log base 2, log base 3. 27 ക്യൂബിനെ ഇൻ ടേംസ് ഓഫ് 3 ആയിട്ട് എഴുതുമ്പോൾ എന്താണ്? log 3 raised to 9 to the base 3. So log 3 raised to 9 നമുക്ക് എങ്ങനെ എഴുതാം? log base 2, log base 2, log base 3, 9 log 3 to the base 3. So ഈ ടേം 3 log 3 to the base 3, logarithm of a number to the same base, ഇത് എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. So that means 9 into 1 9 ആയിട്ട് മാറും. ഈ ടേം, ഈ ഒരു ടേം നമുക്ക് 1 ആയിട്ട് മാറും. Therefore നമുക്ക് എങ്ങനെ എഴുതാം? log base 2, log base 2, log 9 to the base 3. ഓക്കെ, എപ്പോഴും സിംപ്ലിഫിക്കേഷൻ മീൻസ് എന്താണ്? നമ്പറിനെ ഇൻ ടേംസ് ഓഫ് ബേസ് ആക്കി മാറ്റുക. 9 ഇൻ ടേംസ് ഓഫ് 3 ആക്കി മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ അല്ലേ? 3 സ്ക്വയർ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, log base 2, log base 2. So this can be written as log 3 square to the base ആണ്. ഈ സ്റ്റെപ്പൊക്കെയാണ് കഴിയുന്നതും എക്സാമിന് ഒഴിവാക്കി തൊട്ടടിക്ക് 2 log 3 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്രയും പെട്ടെന്ന് എത്താം. ദാറ്റ് മീൻസ് log base 2, log base 2, 2 log 3 to the base 3. log 3 to the base 3 1 ആണ്, log 2 to the base 2 1 ആണ്. So that means log 1 to the base 2 equal to logarithm of 1 to any base എത്രയാണ്? 0 ആണ്. So answer 0. Choice C is the right answer. It will answer. There. Next one. Find the value of log a to the base b into log b to the base c into log c to the base a. അപ്പോൾ സൈക്ലിക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം.
log a to the base b. So നമുക്ക് log a to the base b log a divided by log b into log b to the base c log b divided by log c into log c divided by log a. The whole cube ആണ്. So നമുക്ക് നോക്കാം. Log a log e get cancel, log b get cancel, log c get cancel. That means മിച്ചം എത്ര 1 വരും. 1ന്റെ ക്യൂബ് എത്രയാണ്? 1 ക്യൂബ് ഈക്വൽ ടു 1 തന്നെയാണ്. That implies 1 cube equal to 1. 1 cube is equal to 1. Then next one. നമ്മൾ ഇൻഡീസസിൽ പഠിച്ചൊരു ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് ആൻസർ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ആ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലോഗ് √3 ഇൻറ്റു √3 ഇൻറ്റു √3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ടു ദ ബേസ് 3. സോ നമ്മൾ ഇൻഡീസസിൽ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് √x ഇൻറ്റു √x ഇൻറ്റു √x എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എക്സിൻ്റെ സ്ഥാനത്ത് 3 വന്നു കഴിഞ്ഞാൽ സോ ഈ വലിയ ഈ ടേമിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 എന്ന് എഴുതാം. സോ ദാറ്റ് മീൻസ് ഇത് വരും ലോഗ് 3 ടു ദ ബേസ് 3 ഇസ് ഈക്വൽ ടു എത്രയാണ്? 1. Logarithm of a number to the same base is always 1. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ആൻസർ 1. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലോവിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വേണം പോകാൻ എക്സാമിന്. ബിക്കോസ് ഇതേപോലത്തെ ഒന്നെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസപ്പെടുത്തിയിട്ട് കോൺസെപ്ച്വലി നമുക്ക് ഇതേപോലെ സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാകും. then അടുത്തത് log a to the base b plus log a square to the base b square plus log a cube to the base b cube plus etc plus log a raised to n to the base b raised to n. Log a raised to n to the base b raised to n. So that implies log a to the base b can be written as log a divided by log b. Then log a square to the base b square can be written as log a square divided by log b square. Example ഒന്നുകൂടെ ഒന്ന് കടന്ന് ചിന്തിച്ച് എഴുതുക. Log a square can be written as 2 log a divided by 2 log b. സോ അതേപോലെ അടുത്ത ടൈം എന്ത് വരും? log a cube divided by log b cube ആണ്. log a cube നെ എങ്ങനെ എഴുതാം? 3 log a divided by 3 log b plus etc plus n log a divided by n log b. 2 2 3 3 n n. So that means നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ log a divided by log b എത്ര തവണ ആഡ് ചെയ്തിട്ടുണ്ട്? എത്ര ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട്? n ടൈംസ് അല്ലേ? 1 2 3 എക്സെട്ര അപ് ടു n ടൈംസ്. സോ n ടൈംസ് ആഡ് ചെയ്യാൻ മീൻസ് വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ n ഇൻറ്റു log a divided by log b. So that means n into log a to the base b. So n log a എങ്ങനെ എഴുതാം? log a raised to n to the base b. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. log a raised to n to the base b. log a raised to n to the base b is the right answer. Okay, then question നോക്കാം. Next one. A equal to b square equal to c cube equal to d raised to 4. A equal to b square equal to c cube equal to d raised to 4. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അൺനോൺ ക്വാണ്ടിറ്റീസ് ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഗ് എ ബി സി ഡി ടു ദ ബേസ് എ ആണ്. സോ ദാറ്റ് മീൻസ് ഈ വാല്യൂവിനെ ഇൻ ടേംസ് ഓഫ് ബേസ് ആക്കിക്കൊണ്ട് ഫസ്റ്റ് ടൈം എ ഉണ്ട്, ബി എം സി എം ഡി എം ഇൻ ടേംസ് ഓഫ് എ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്താം. ഇവിടെ നോക്കാം.
ബി സ്ക്വയർ ഈക്വൽ ടു എ ആണ്. ദാറ്റ് ഇംപ്ലൈസ് ബി ഈക്വൽ ടു എന്തുവരും നമ്മൾ പഠിച്ചത് പ്രകാരം ഈ സ്ക്വയർ ഇപ്പുറേക്ക് വരുമ്പോഴത്തേക്ക് എന്താവും റെസിപ്രോക്കൽ ആകും. ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു എ റേസ് ടു 1/2. അതേപോലെ സി ക്യൂബ് ഈക്വൽ ടു എ ആണ്. ദാറ്റ് ഇംപ്ലൈസ് സി ഈക്വൽ എ റേസ് ടു 1/3. അതേപോലെ ഡി റേസ് ടു 4 ഈക്വൽ ടു എ ആണ്. ദാറ്റ് ഇംപ്ലൈസ് ഡി ഈക്വൽ എ റേസ്ഡ് ടു 1/4. എ റേസ്ഡ് ടു 1/4. സോ ഉണ്ടോ ബിയും സിയും ഡിയും ഇൻ ടേംസ് ഓഫ് എ കിട്ടി. നേരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എഴുതാം ലോഗ് എ ഇൻറ്റു എ റേസ് ടു 1/2 ഇൻറ്റു എ റേസ് ടു 1/3 ഇൻറ്റു എ റേസ് ടു 1/4 ടു ദ ബേസ് എ. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം ലോഗ് ഉണ്ട് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലോഗ് എ ടു ദ ബേസ് എ പ്ലസ് ലോഗ് എ റേസ് ടു 1/2 ടു ദ ബേസ് എ പ്ലസ് ലോഗ് a raised to 1/3 to the base a plus log a raised to 1/4 to the base a. So that means log a to the base a 1 ആണ്. Logarithm of a number to the same base is always 1 ആണ്. അടുത്ത മൂന്ന് ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 log a to the base a plus 1/3 log a to the base a plus 1/4 log a to the base a. log a to the base a എല്ലാം 1 ആകും. therefore ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4. ചോദിച്ചിട്ടുണ്ടല്ലോ. ചോയ്സ് സി ഈസ് ദ റൈറ്റ് ആൻസർ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. തന്നിരിക്കുന്ന വാല്യൂവിനെ ഇൻ ടേംസ് ഓഫ് ബേസ് ആക്കി മാറ്റി. ബേസ് എ ആണ്. വാല്യൂവിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ബി എ സി എ ഡി എ നമ്മൾ എന്താണ് ഇൻ ടേംസ് ഓഫ് എ ആക്കി മാറ്റി. ദെൻ ലോഗിൻ്റെ പ്രോപ്പർട്ടി ബേസിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ആൻസറിലേക്ക് വന്നു. നെക്സ്റ്റ് വൺ log x to the base 2 log x to the base 2 plus log x to the base 4 plus log x to the base 16 equal to 21/4 ആണ്. ഇങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് log x divided by log 2 plus log x divided by log 4. ദാറ്റ് മീൻസ് log 2 സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് log x divided by log 16 can be written as log 2 raised to 4. അതായത് എല്ലാം ഒരേപോലത്തെ ബേസ് ആക്കി മാറ്റാനാണ്. log എക്സും log 2ഉം ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ ടു 21/4. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? log x divided by log 2 plus log x divided by 2 log 2 plus log x divided by 4 log 2 is equal to 21/4. That implies നോക്കുകയാണെങ്കിൽ എല്ലാ ടേമിലും നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? log x ഡിവൈഡഡ് ബൈ log 2 ഉണ്ട്, log x ഡിവൈഡഡ് ബൈ log 2 ഉണ്ട് അല്ലേ? കോമൺ ആയിട്ട് എടുത്താൽ log x ഡിവൈഡഡ് ബൈ log 2 കോമൺ എടുത്താൽ മിച്ചം എന്ത് വരും? ഇവിടെ 1 ആണ്, പ്ലസ് ഇവിടെ 1/2, ഇവിടെ 1/4 അല്ലേ? സോ log x ഡിവൈഡ് ബൈ log 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇൻറ്റു 1/2 ആണ്. 1/2 ഇൻറ്റു log x ബൈ log 2. ദെൻ log x 1/4 ഇൻറ്റു log x ഡിവൈഡ് ബൈ log 2 is equal to 21/4. 21/4. So LCM 2ൻ്റെ 4ൻ്റെ LCM 4 ആണ്. നോക്കാം. log x divided by log 2. So 4 plus 2 plus 1 the whole divided by 4 equal to 21/4. Therefore log x divided by log 2 into 7/4 equal to 21/4. So if 4 get cancelled, then cross multiply ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം log x divided by
log 2 is equal to 21 divided by 7, that means 3. So log x divided by log 2 നെ നമുക്ക് ഇങ്ങനെ എഴുതാം log x to the base 2 equal to 3. Therefore, so ഈ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ബേസിനെ 3 ടൈംസ് പവർ ചെയ്യണം. Therefore x is equal to 2 raised to 3 8. 2 raised to 3 is equal to 8. 2 raised to 3 is equal to 8. Okay അല്ലേ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മാർക്ക് ചെയ്തേക്കാം, പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവുള്ളൂ. ഇവിടെ നോക്കിയാൽ ലോഗിൻ്റെ എല്ലാം 2 log 5 to the base 10, log 8 to the base 10, minus 1/2 log 4 to the base 10. സോ എല്ലാത്തിൻ്റെയും ബേസ് 10 ആണ്. Therefore നമുക്ക് log m പ്ലസ് log n അല്ലെങ്കിൽ log m മൈനസ് log n ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ദാറ്റ് മീൻസ് നമുക്ക് 2 log 5 to the base 10 പ്ലസ് log 8 to the base 10 minus 1/2 log 4 to the base 10. 4 to the base 10. So that implies 2 log 5, that means log 5 square. Log 25 to the base 10 plus log 8 to the base 10 minus, so 1/2 എടുക്കുകയാണെങ്കിൽ log 4 raised to 1/2 to the base 10. That means 4ൻ്റെ റൂട്ട് എത്ര കിട്ടും, നമുക്ക് 2 കിട്ടും. That means അടുത്ത സ്റ്റെപ്പിൽ ഇനി എങ്ങനെ എഴുതാം, log 25 to the base 10 plus log 8 to the base 10 minus log 2 to the base 10. 2 to the base 10. So first 2 terms എടുക്കുകയാണെങ്കിൽ പ്ലസ് ആണ്, log m plus log n. അടുത്ത് എടുക്കുകയാണെങ്കിൽ മൈനസ്. സോ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ആണെങ്കിൽ ഫസ്റ്റ് 2 ടേംസ് എടുത്താൽ എന്നാൽ log of 25 into 8 to the base 10 minus log 2 to the base 10. That means log 25 into 8 200. 200 to the base 10 minus log 2 to the base 10. എങ്ങനെ എഴുതാം നമുക്ക്, log of 200 divided by 2 to the base 10. So that implies log 100 to the base 10. log 100 നമുക്ക് എങ്ങനെ എഴുതാം, log 10 square to the base 10. That means answer 2. 2 log 10 to the base 10. That means 2 into 1. Answer 2. Answer 2. Okay, line. There. Next one. സോ ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഇൻഡീസസിലെ പോലെ തന്നെ ഇതൊരു സൈക്ലിക് ഓർഡറാണ്. സൈക്ലിക് ഓർഡറാണ് വരുന്നതെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം എല്ലാം 1 divided by 1 plus 1 divided by 1 plus 1 divided by 1 plus log bc to the base a, log ca to the base b, log ab to the base c. സോ സൈക്ലിക് ഓർഡറാണ്. സൈക്ലിക് ഓർഡർ ആണെങ്കിൽ ആൻസർ എത്രയായിരിക്കും, 1. സോ ഇവിടെ ഇൻഡീസസിന് ലാസ്റ്റ് ടൈം ചോദിച്ചു, ചിലപ്പോൾ ഇത്തവണ ലോഗിൻ്റെ ഒരു ക്വസ്റ്റൻ ആകാം നമുക്ക് എക്സാമിന് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ആൻസർ 1 എന്ന സ്റ്റുഡൻസ് എഴുതി നെഗറ്റീവ് മാർക്ക് വാങ്ങിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലോഗരിതത്തിൻ്റെ കേസിൽ സൈക്ലിക് ഓർഡർ ആകണമെങ്കിൽ എന്താണ്, വാല്യൂ ബേസും സൈക്ലിക് ഓർഡറിൽ ചേഞ്ച് ചെയ്യണം. ഇവിടെ വാല്യൂ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ സൈക്ലിക് ഓർഡർ ദെയർഫോർ ആൻസർ ഈക്വൽ ടു 1 എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ ചെയ്ത് നോക്കണം. സോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് 3ൻ്റെയും ഡിനോമിനേറ്ററിലാണ് ലോഗ് എടുക്കുന്നത്. അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്പറും ബേസും ഇൻ്റർചേഞ്ച് ചെയ്ത് ലോഗ് കണ്ടുപിടിക്കേണ്ട നമ്പറും ബേസും ഇൻ്റർചേഞ്ച് ചെയ്താൽ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് എ ബി ടു ദ ബേസ് എ ബി സി പ്ലസ് ലോഗ് ബി സി ടു ദ ബേസ് എ ബി സി പ്ലസ് ലോഗ് സി എ ടു ദ ബേസ് എ ബി സി, log c a to the base abc. So that implies നമുക്ക്
മൂന്നിൻ്റെയും ബേസ് സെയിം ആയില്ലേ. സോ നമുക്ക് ലോഗ് എം പ്ലസ് ലോഗ് എൻ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് ഓഫ് എ ബി ഇൻറ്റു ബി സി ഇൻറ്റു സി എ ടു ദ ബേസ് എ ബി സി. സോ ദാറ്റ് ഇംപ്ലൈസ് ലോഗ് ഓഫ് എ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എ സ്ക്വയർ, ബി 2 തവണ ബി സ്ക്വയർ, സി 2 തവണ സി സ്ക്വയർ ടു ദ ബേസ് എ ബി സി. സോ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? This can be written as log of ABC the whole square to the base ABC. That means 2 log ABC to the base ABC. That means 2 into 1 logarithm of a number to the same base. Number in base and same ആയാൽ ഇത് 1 ആകും. 2 into 1 answer equal to 2. Then next question. Log A is equal to 1 by 2 log B is equal to 1 by 5 log C. അപ്പോൾ 3 unknown logarithms അല്ലെങ്കിൽ 3 unknown quantities ഈക്വൽ ആവണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺസ്റ്റന്റ് കെയോട് ഇക്വേറ്റ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇവിടെ ലോഗ് എ നമുക്ക് ബേസ് 10 ആക്കി കൊടുക്കാം. 1 by 2 ലോഗ് ബി ടു ദ ബേസ് 10 ഇസ് ഈക്വൽ ടു 1 by 5 ലോഗ് സി ടു ദ ബേസ് 10. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? a raised to 4 into b cube into c raised to minus 2. So 3 unknown in റേഷ്യോയോ ഇൻഡെക്സോ ലോഗിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എല്ലാം ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? കോൺസ്റ്റന്റ് കെയോട് ഇക്വേറ്റ് ചെയ്യും. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ലോഗ് എ ടു ദ ബേസ് 10 ഈക്വൽ ടു കെ. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു എന്ത് വരും? വാല്യൂ ഇസ് ഈക്വൽ ടു ബേസിനെ കെ ടൈംസ് പവർ ചെയ്താൽ 10 raised to k. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ദെൻ സെക്കൻഡ് വൺ 1 by 2 log b to the base 10. That means is equal to k. That means log b to the base 10 equal to 2k. 2 cross multiplyable 2k. That implies b equal 10 raised to 2k. അതേപോലെ തേർഡ് വൺ 1 by 5 log c to the base 10 equal to k. That implies log c to the base 10 equal to 5k. That implies c equal 10 raised to 5k. Equation 2, equation 3. So എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് വേണ്ടതിലേക്ക് ഇട്ട് കൊടുക്കുക. a raised to 4. That means 10 raised to k the whole raised to 4 into 10 raised to 2k the whole raised to 3 into 10 raised to 5k the whole raised to minus 2. That implies 10 raised to 4k into 10 raised to 6k into 10 raised to minus 10k. That means add ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4k പ്ലസ് ഇൻറ്റു ആയതുകൊണ്ട് ഇൻഡീസസ് ആയതുകൊണ്ട് പവർ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 4k പ്ലസ് 6k മൈനസ് 10k. ദാറ്റ് മീൻസ് 4k plus 6k minus 10k. 10 raised to 0 എന്ന് കിട്ടും. That means any number raised to 0 is always 1. Answer equal to 1. Then so question ഒന്നിൽ കൂടുതൽ തവണ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഒന്നിൽ കൂടുതൽ തവണ മോക്ക് ടെസ്റ്റ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. ലോഗ് 144 ലോഗ് 144. സോ ഇതിനെ സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് 2ൻ്റെയും 3യുടെയും ടേമിലേക്ക് എടുക്കാം. ലോഗ് 16 into 9 ആണ് 144 വരുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് ലോഗ് ഓഫ് 16 ക്യാൻ ബി റിട്ടൺ ആസ് 2 raised to 4. 9 can be written as 3 square. So log of mn can be written as log m plus log n. A property എടുക്കുമ്പോൾ this can be written as log 2 raised to 4 plus log 3 square. So that means 4 log 2 plus 2 log 3. Here choice ഉണ്ടോ? 4 log 2 plus 2 log 3. Choice B is the right answer. Choice B is the right answer. Okay. Then
എ റേസ്ഡ് ടു ഇങ്ങനെ പവറിൽ ലോഗ് വരുന്ന കേസിലെല്ലാം ഏത് ഫോമിലായിരിക്കും എ റേസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് എ ഈക്വൽ ടു എക്സ് എന്നുള്ള ആ പ്രോപ്പർട്ടി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒന്ന് നോക്കാം. എ റേസ്ഡ് ടു log b to the base a into log c to the base b into log d to the base c into log t to the base d. നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വരുന്നത് ഏതൊക്കെയാണ്? log b get cancelled, c get cancelled, d get cancelled. That means which എന്ത് വരും exactly? This can be written as log a raised to log t to the base a. That means നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എങ്ങനെ എഴുതാം? a raised to log x to the base a. x വരും, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് t ആണ്. therefore ആൻസർ എന്ത് വരും? t is the right answer. T is the right answer. Okay, le? Then next question. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം പോകാൻ. ഇങ്ങനത്തെയും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. ലോഗിൻ്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ. സോ ഇതാണ് ലോഗ് എക്സ് ടു ദ ബേസ് 10,000 equal to minus 1 by 4. That implies x is equal to 10,000 the whole raised to minus 1 by 4. 10,000 എങ്ങനെ എഴുതാം? 10 raised to 4 the whole raised to minus 1 by 4. That means 10 raised to 4 into minus 1 by 4. 4 get cancelled. 10 raised to minus 1. That means reciprocal of 10. 1 by 10. 1 divided by 10. 1 divided by 10. 1 divided by 10. Then next one. So ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ലോഗരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊന്ന് മാർക്ക് ചെയ്തേക്കാം, എക്സാമിന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. Question is, find the number of digits in the numeral of 2 raised to 64. So that means 2 raised to 64 നമുക്ക് കാൽക്കുലേറ്റർ കിട്ടത്തില്ല. ഡിജിറ്റ്സിന് ഡെസിമൽ പോയിന്റിന് മുമ്പ് അല്ലെങ്കിൽ 2 raised to 64 എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ നമുക്കിതിനായിട്ട് ലോഗ് എടുക്കാം. ലോഗ് 2 raised to 64. ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എങ്ങനെ എഴുതാം? 64 ഇൻറ്റു ലോഗ് 2. സോ 64 ഇൻറ്റു ലോഗ് 2ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലോഗ് 2ൻ്റെ വാല്യൂ ഗിവൺ ആണ്. ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? 0.30103. 64 into 0.30103. That means 19.26. 19.26592 എന്നാണ് കിട്ടുന്നത്. 592. അതായത് ഏതോ ഒരു നമ്പറിൻ്റെ ഈ നമ്പറിൻ്റെ ലോഗ് കണ്ടുപിടിച്ചപ്പോൾ ക്യാരക്ടറിസ്റ്റിക് എത്ര കിട്ടി? 19 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പറിൽ ഡെസിമൽ പോയിന്റിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ടാകും? ക്യാരക്ടറിസ്റ്റിക് 19 വന്നു. ഒരു നമ്പറിൻ്റെ ലോഗ് കണ്ടുപിടിച്ചപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഈക്വൽ ടു 19. therefore number of digits in the numeral of the number equal to 3 ആണ്. ആക്ച്വലുള്ള ഡിജിറ്റ്സിൻ്റെ എണ്ണത്തിനേക്കാൾ ഒന്ന് കുറവല്ലേ ക്യാരക്ടറിസ്റ്റിക്. therefore നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ 19 + 1 = 20. പക്ക നമ്മുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. മോക്ക് ടെസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ എക്സാമിന് വരാവുന്നതാണ്. നെക്സ്റ്റ് വൺ. ലോഗ് 2 തന്നിട്ടുണ്ട്, ലോഗ് 3 തന്നിട്ടുണ്ട്, ലോഗ് 24 കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. സോ ലോഗ് 24നെ ലോഗ് 24 can be written as log of 8 into 3. That means log of
2 cube into 3. Log of 2 cube into 3. So this can be written as 3 log 2 അല്ലെങ്കിൽ log 2 square plus log 3. That means 2 log 2 cube. 3 log 2 plus log 3. That means 3 into 0.3010 plus log 3 എത്രയാണ് 0.4771. That means 3 into 0.3010 plus 0.4771. 1.380. 1.3801. Choice C is the right answer. Okay. Next question. Find the value of log 60 to the base log 1 divided by log 60 to the base 3 plus 1 divided by log 60 to the base 4 plus 1 divided by log 60 to the base 1. So നോക്കണ്ട ഇവിടെ വാല്യൂ സെയിം ആയിട്ടാണ് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഡിനോമിനേറ്ററിലുള്ള ലോഗിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരാൻ എന്ത് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി, വാല്യൂ ബേസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. സോ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, ലോഗ് 3 to the base 60 plus log 4 to the base 60 plus log 5 to the base 60. So that means the log in the base 60 ആണ്. നമുക്കിത് എങ്ങനെ എഴുതാം, log of 3 into 4 into 5 to the base 60. That means log 60 to the base 60t. Answer 1. Answer is equal to 1. Log 60 to the base 60 is equal to 1. Then next one. ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നതാണ്, മാർക്ക് ചെയ്തേക്കുക. ഫസ്റ്റായിട്ട് സോൾവ് ചെയ്തിട്ടേ പോകാവുള്ളൂ. ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ടു ദ ബേസ് 4 മൈനസ് ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 ടു ദ ബേസ് 4 ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ. സോ രണ്ട് ലോഗിൻ്റെയും ബേസ് 4 ആണ്. therefore നമുക്ക് log m മൈനസ് log n പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. log ഓഫ് x square plus x divided by x plus 1 to the base 4 equal to 2. That implies log of x square plus x x into x plus 1 divided by x plus 1 to the base 4 equal to 2. X plus 1 get cancelled. So that implies log x to the base 4 equal to 2. That implies x is equal 4 raised to 2. That means 16.
4 raised to 2, 16 is the right answer. 16 is the right answer. Okay, then next one. 16 is the right answer. Next one. Find the value of log 3 to the base 5 into log 4 to the base 3 into log 2 to the base, log 5 to the base 2. Okay. Log 3 to the base 5 into log 4 to the base 3 into log 5 to the base 2. So the simplify ആണെങ്കിൽ 3 3 cancel 5 5. അപ്പോൾ നമ്മൾ log a divided by log b എഴുതുന്നതിന് പകരം എന്താണ് ഇതായിട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് പോവാം. മിച്ചം എന്തുണ്ട്, ന്യൂമറേറ്ററിൽ ഒരു ലോഗ് 4 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2. ദാറ്റ് മീൻസ് 2 log 2 to the base 2. log 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. 2 log 2 to the base 2. ദാറ്റ് മീൻസ് നമുക്ക് 2 into 1 2 എന്ന് കിട്ടും ആൻസർ. Then next one, n number of times ലോഗിൻ്റെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് വൈ ഐ സെഡിൽ ചോദിച്ചിട്ടുണ്ട്, പി എ ക്യു ആറിൽ ചോദിച്ചിട്ടുണ്ട്, എക്സ് വൈ സെഡിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളിൽ രണ്ടും ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്തേക്കാം. എക്സ് ലോഗ് 12 to the base 24 ആണ് വൈ, ലോഗ് 24 to the base 36 ആണ് ഇസഡ്, ലോഗ് 36 to the base 48 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് പ്ലസ് 1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് വന്നിട്ടുണ്ട്, എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇംപ്ലൈസ്. സോ എക്സ് എത്രയാണ്, ലോഗ് 12 to the base 24 ഇൻറ്റു ലോഗ് 24 to the base 36 into log 36 to the base 48 plus 1. log 12 to the base 24 plus into log 24 to the base 36. So നമുക്ക് ഡയഗണലായിട്ട് 24 cancel, 36 get cancel. That means okay, എങ്ങനെ എഴുതാം, log 12 to the base 48 plus 1. log 12 to the base 48 plus 1. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോഗിനോട് ചേർന്ന 1 വന്നാൽ സോ ഇതിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ലോഗ് ആക്കി മാറ്റും. ബേസ് തൊട്ടടുത്ത് വരുന്ന ലോഗിൻ്റെ ബേസ് എങ്കിലേ നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം, 1നെ ഇൻ ടേംസ് ഓഫ് ബേസ് 48 ആയിട്ട് എങ്ങനെ എഴുതാം, പ്ലസ് ലോഗ് 48 to the base 48, log 48 to the base 48. So that means this can be written as, and രണ്ട് ബേസ് സെയിം ആണ്, log m plus log n പ്രോപ്പർട്ടി എടുക്കാം. log of 12 into 48 to the base 48, 12 into 48 can be written as 576, log 576 to the base 48. അടുത്ത സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ലോഗ് 576നെ ഒന്ന് മാറ്റി എഴുതുന്നത് ലോഗ് 24 സ്ക്വയർ ടു ദ ബേസ് 48. So that means this can be written as 2 log 24 to the base 48. Then ഈ 2 log 24 to the base 48നെ log 24 to the base 48നെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, 2 log 24 to the base 48നെ log 24, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് എഴുതാം. log 24 to the base 36 ഇൻറ്റു log 36 to the base 48. ഇത് നമ്മുടെ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ 36 ക്യാൻസൽ ആയിട്ട് log 24 to the base 48 തന്നെ വരും. ബട്ട് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് 2 log 24 to the base 36 എന്ന് പറയുന്നത് എത്രയാണ്, 2 log 24 to the base 36 എന്ന് പറയുന്നത് y ആണ്. ദെൻ log 36 to the base 48 എന്ന് പറഞ്ഞാൽ z ആണ്. സോ ദാറ്റ് മീൻസ് x plus y plus
z plus 1 is equal to 2yz എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സിന് വൈക്കോ ഇസഡിനോ വരാം, പി ഒ ക്യു ആറോ വരാം. ഇങ്ങനെയാണ് പി ഒ ക്യു ആർ ആണെങ്കിൽ പി ഇൻറ്റു ക്യു ഇൻറ്റു ആർ പ്ലസ് 1 is equal to 2 ക്യു ആർ പി ക്യു ആർ. സോ very 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 important question. Then next one also മോഡൽ ക്വസ്റ്റ്യനിലേക്ക് ഇഷ്ടംപോലെ തവണ വന്നിട്ടുള്ളതാണ്. ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. ഒത്തിരി പേര് ബി ഈക്വൽ ടു സി ഈക്വൽ ടു 1 എന്നൊക്കെ എഴുതി മിസ്റ്റേക്ക് വരുത്തിയ ക്വസ്റ്റ്യനാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം, ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ലോഗ് ബി ടു ദ ബേസ് എ പ്ലസ് ലോഗ് സി ടു ദ ബേസ് എ ഈക്വൽ ടു 0 ആണ്. നമുക്ക് ലോഗ് ബി ടു ദ ബേസ് എ പ്ലസ് ലോഗ് സി ടു ദ ബേസ് എ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് രണ്ടിൻ്റെ ബേസ് സെയിം ആണ്. therefore നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ബി സി ടു ദ ബേസ് എ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് ബി സി ഈക്വൽ ടു എന്ത് വരും? വാല്യൂ ഈസ് ഈക്വൽ ടു എ റൈസ് ടു 0. ബി സി ഈക്വൽ ടു എ റൈസ് ടു 0. ദാറ്റ് മീൻസ് 1. ബി സി ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ബി ഈക്വൽ ടു 1 ബൈ സി എന്ന് പറയാൻ മീനിങ് എന്താണ്? ബിയും സിയും 1 ആണെന്നാണോ? അല്ല, ബിയും സിയും 1 ആകുമ്പോൾ നമുക്ക് 0 കിട്ടും. അത് 1 ടൈം സെനാരിയോ ആണ്. നമുക്ക് വേണ്ടത് ഏത് ബിക്കും സിക്കും ആണ്. ബിയും സിയും എന്താണെങ്കിലാണ് റെസിപ്രോക്കൽസ് ആണെങ്കിൽ, ബി ആൻഡ് സി ആർ റെസിപ്രോക്കൽ ആണെങ്കിലാണ് ഈ പറയുന്ന രീതിയിൽ ലോഗ് ബി പ്ലസ് ലോഗ് സി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുക? 0 ആയിരിക്കും. Next one. സോ ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇതിൽ കൂടുതൽ തവണ മോട്ടീവ് പേപ്പറിലെല്ലാം വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലോഗ് ബേസ് 2 ലോഗ് ബേസ് 3 ലോഗ് എക്സ് ടു ദ ബേസ് 2 ഈക്വൽ ടു 1. സോ എപ്പോഴും നമ്മൾ ഇന്നർ ബ്രാക്കറ്റിൽ നിന്ന് ചെയ്ത് നമുക്ക് പുറത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. സോ ഫൈനലി നമുക്ക് നോക്കാം. ലോഗ് ബേസ് 2 ഇത് 1 വരണമെങ്കിൽ, അതായത് ലോഗ് സംതിങ് ടു ദ ബേസ് 2 1 വരണമെങ്കിൽ ഈ സംതിങ്ങിൻ്റെ വാല്യൂ എന്ത് വരണം? അതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഈ കേസാണ്. ലോഗ് സംതിങ് ടു ദ ബേസ് 2 ഈക്വൽ ടു 1 വരണമെങ്കിൽ ഈ സംതിങ്ങിൻ്റെ വാല്യൂ എന്ത് വരണം? 2 വന്നാലല്ലേ ലോഗ് 2 ടു ദ ബേസ് 2 ഈക്വൽ ടു 1. അതായത് ഈ സംതിങ് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടേണ്ടത് എത്രയാണ്? 2 ആണ്. നേരെ എടുത്ത് എഴുതുക. ദാറ്റ് ഇംപ്ലൈസ് ലോഗ് ബേസ് 3 ലോഗ് എക്സ് ടു ദ ബേസ് 2 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി നോക്കാം. ഇനി അടുത്തത് ഇതാണ് വരുന്നത്. ലോഗ് ബേസ് 3 ലോഗ് ഡാഷ് ടു ദ ബേസ് 3 ഈസ് ഈക്വൽ ടു 2 വരണമെങ്കിൽ, സോ ഇവിടെ എന്ത് വരണം? സംതിങ് എന്ത് വരണം? 3 സ്ക്വയർ 9 വരണം. അതായത് ഈ സംതിങ്ങിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? 9 ആണെങ്കിലാണ് നമുക്ക് അവിടെ 2 കിട്ടുന്നത്. ദാറ്റ് ഇംപ്ലൈസ് എങ്ങനെ എഴുതാം നമുക്ക്? ലോഗ് എക്സ് ടു ദ ബേസ് 2 ഈസ് ഈക്വൽ ടു 9. Then that implies x equal to the 2 raised to 9 512. 512 is the right answer. 512 is the right answer. 512 is the right answer. Okay, there. Next one. Find the value of നോക്കാം. എന്താണ്? ലോഗ് ന്യൂമറേറ്ററിൽ ലോഗ് എ ടു ദ ബേസ് 3 ഉണ്ട് ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള 2 ലോഗിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാല്യൂവും ബേസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 9 ടു ദ ബേസ് 16 ഇൻറ്റു ലോഗ് 4 ടു ദ ബേസ് 10. ദാറ്റ് മീൻസ് ലോഗ് 8. ദാറ്റ് മീൻസ് ലോഗ് 2 ക്യൂബ്
ഡിവൈഡഡ് ബൈ ലോഗ് 3 എന്നിങ്ങനെ എഴുതാം. പിന്നെ അടുത്തത് ലോഗ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലോഗ് 2⁴ ഇൻറ്റു ലോഗ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലോഗ് 10. So that means 3 log 2 into 2 log 3 into 2 log 2 divided by log 3 into 4 log 2 into log 10. നമുക്ക് ന്യൂമറേറ്ററിൽ 2 ഉണ്ട്, 2 into 2 4 ആണ്. ഇവിടെ ക്യാൻസൽ ആകും. ഒരു log 3 ഒരു log 2 get cancelled. So that means നമുക്ക് മിച്ചം എത്ര ഉണ്ട്? 3 log 2 divided by log 10. That means 3 log 2 to the base 10. അല്ലെങ്കിൽ 2 log 2 ക്യൂബ് എന്ന് വേണമെങ്കിലും ആകാം. സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് log 2 cube to the base 10. That means log 8 to the base 10 എന്ന് വേണമെങ്കിലും ആൻസർ ആകാം. നമ്മുടെ ചോയ്സിൽ ഇവിടെ ഏതാണ്? 3 log 2 to the base 10. 3 log 2 to the base 10. Okay. Then next one. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനും പലവണ്ണം മോക്ക് ടെസ്റ്റുകളിലും വന്നിട്ടുള്ളതാണ്. log of 2a minus 3b is equal to log a minus log b. log of, so നമുക്ക് ബേസ് തരാത്തതുകൊണ്ട് ബേസ് 10 ആക്കി എടുക്കാം. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്താ പറയാം? log of 2a minus 3b to the base 10. അതിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ഇല്ല. RHSലുണ്ട് log a minus log b can be written as log of a by b to the base 10. Okay. So that means രണ്ട് സൈഡിൽ രണ്ട് ലോഗരിതംസ് ഈക്വൽ ആണ്. രണ്ടിനെ ലോഗ് എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്ത് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ? ഈ വാല്യൂസ് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ ഈ രണ്ട് ലോഗരിതംസും ഈക്വൽ ആകത്തുള്ളൂ. ബിക്കോസ് ബേസും സെയിം ആണ്. 2a minus 3b is equal to a by b. 2a minus b 3b is equal to a by b. That implies b into 2a minus 3b is equal to a. കണ്ടുപിടിക്കുന്നത് എന്താണ്? എയുടെ വാല്യൂ ആണ്. Therefore 2ab minus 3b square equal to a. 2ab minus a is equal to 3b square. a കോമൺ എടുത്തു കഴിഞ്ഞാൽ a into 2b minus 1 is equal to 3b square. That implies a equal 3b square divided by 2b minus 1. 3b square divided by 2b minus 1. 3b square divided by 2b minus 1. Okay. Then last question. Find the value of log 125.6 log 125.6 to the base 10. So ഇത് നമുക്ക് നേരെ കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റർ ട്രിക്ക്. സോ അത് നമുക്ക് 125.6 അടിക്കുക. ദെൻ റൂട്ട് എത്ര തവണ? റൂട്ട് 15 ടൈംസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Then minus 1 divided by 0.000070271 is equal to 2.09909. നമ്മുടെ ചോയ്സിലായിട്ട് അടുത്ത് വരുന്നത് 2.0990. 2.0990. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ്. സോ റേഷ്യോ പ്രൊപ്പോർഷനിൽ കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ, ദെൻ പ്രോപ്പർട്ടീസ് നോക്കുക. ഇൻഡീസസിൽ നമ്മൾ പറഞ്ഞ പോലെ സൈക്ലിക് ഓർഡർ വരുന്ന കേസ്, നമ്പർ അല്ലെങ്കിൽ ഇത് വരുന്നത്. ദെൻ നമ്മൾ ഷോർട്ട് കട്ട് ഫോമുല പഠിച്ചായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലോഗരിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ ചെയ്ത ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ.
സോ നമുക്കൊരു സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വേണ്ടി 5 minutes ബ്രേക്ക് എടുക്കാം. 5 minutes ബ്രേക്ക്.
അറിയാം. നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇക്വേഷൻസ് ആണ്. സോ ഇതിൽ മെയിൻലി നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്. ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ക്യൂബിക് ഇക്വേഷൻസ്. ഓക്കെ, ലീനിയർ ഇക്വേഷൻസിൽ തന്നെ നമ്മൾ 2 ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലീനിയർ ഇക്വേഷൻ മീൻസ് എന്താണ്? ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ ലീനിയർ ഇക്വേഷൻ വിത്ത് ഓൺലി 1 വേരിയബിൾ, അതിനെ നമ്മൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് എന്നും, ലീനിയർ ഇക്വേഷൻസ് വിത്ത് മോർ ദാൻ 1 വേരിയബിൾസ്, അതിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് എന്നും പറയുന്നത്. സോ ഇതിൽ രണ്ടിലെയും നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇതിൽ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസിലെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ചാൻസ്. രണ്ടും ചോദിക്കാറുണ്ട്, ഒരേപോലെ തന്നെയാണ്. ബട്ട് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ നമ്മൾ ഫുൾ ചാൻസസ് എടുക്കുകയാണെങ്കിൽ, ഇതുവരെയുള്ള എക്സാംസ് എടുക്കുകയാണെങ്കിൽ 1-2 തവണ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാം. സോ ഇതിൽ നമുക്ക് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് മീൻസ് ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ദെൻ ലീനിയർ ഇക്വേഷൻ്റെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ. സിമ്പിൾ ലീനിയർ ഇക്വേഷൻ, അതായത് ലീനിയർ ഇക്വേഷൻസ് വിത്ത് ഓൺലി 1 വേരിയബിൾ, സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ എക്സീഡ്സ് ദ ന്യൂമറേറ്റർ ബൈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാട്ടിലും 5 കൂടുതലാണ്. ഡിനോമിനേറ്റർ എന്തിൻ്റെ ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്? ന്യൂമറേറ്ററിൻ്റെ ബേസിസ്. ന്യൂമറേറ്റർ എത്രയാണോ അതിനെക്കാട്ടിലും 5 കൂടുതലാണ് നമുക്ക് ഡിനോമിനേറ്റർ. സോ ന്യൂമറേറ്റർ നമുക്ക് എക്സ് ആയിട്ട് എടുത്താൽ, let the numerator be x, that means denominator എന്തായിരിക്കും? x plus 5. If 3 is added to both terms of the fraction, so രണ്ട് ടേമിൻ്റെയും കൂടെ 3 ആഡ് ചെയ്താൽ, 3 is added to both terms of the fraction, then the fraction becomes 3/4. അങ്ങനെയാണെങ്കിൽ find the fraction. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. So that means cross multiply ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, 4x plus 12 equal 3x plus 5 plus 3, 8 into 3, 24 ആണ്. So that means നമുക്ക് 4x minus 3x equal to 24 minus 12. ഇതൊന്നും ചെയ്തില്ല, ഈ 3x ഇങ്ങോട്ട് കൊണ്ടുവന്നു, നെഗറ്റീവായി 12 ഇങ്ങോട്ട് കൊണ്ടുവന്നു. So that means നമുക്ക് 30 x equal to 12. x numerator 12 ആണെങ്കിൽ denominator 12 plus 5. That means 12 divided by 17 is the right answer. 12 divided by 17. 12 divided by 17 is the right answer. Okay, then next question. If thrice of a is age, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക്, അതായത് ഒരു സെനാരിയോ തന്നിട്ട് അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോമുലേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. ഇഫ് thrice of a is age 6 years ago be subtracted from twice of his present age, the result would be equal to his present age. Then what is his present age? So present age നമുക്ക് എന്തായിട്ട് എടുക്കാം? Let present age equal to x. Thrice of a's age 6 years ago. ഇപ്പോൾ എക്സ് ആണെങ്കിൽ 6 വർഷം മുന്നേ എത്രയായിരിക്കും? എക്സ് മൈനസ് 6, അതിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 3. ബി സബ്ട്രാക്റ്റഡ് ഫ്രം ട്വൈസ് ഓഫ് ഹിസ് പ്രസൻറ്റ് ഏജ്. ഇപ്പോഴുള്ള ഏജിൻ്റെ ഇരട്ടിയിൽ നിന്ന് ഈ പറയുന്ന ത്രൈസ് കുറച്ചാൽ, ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2x minus 6 into 3 is equal to എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രസൻറ്റ് ഏജ് എക്സ്. ആ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ്, ശ്രദ്ധിക്കണം. Thrice of a's age 6 years ago be subtracted from ആണ്. Subtracted from twice of his present. From twice of his present age ആണ്. So 2x minus, എങ്ങനെ എഴുതാം നമുക്കിത്? 2x minus 3x plus 18 equal to x. That means മൈനസ് എക്സ് ഇവിടെ 2x ഈക്വൽ ടു 18. ഇതൊന്നും ചെയ്തിട്ടില്ല. 2x മൈനസ് 3x മൈനസ് എക്സ് വരും. ഇത് RHSലേക്ക് വരുമ്പോൾ എക്സ് പ്ലസ് എക്സ് 2x. ഇവിടെ 18 ഓൾറെഡി ഉണ്ട്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്തൊരു 18/2, 9. സോ പ്രസൻറ്റ് ഏജ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. ആൻസർ 9. ഓക്കെ അല്ലേ? കിട്ടിയില്ല ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ. The number consists of 2 digits.
സോ 2-3 ചാൻസ് മുമ്പ് എക്സാമിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ട് അതേപോലത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളവരെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ്സ്. സോ ഇവിടെ നമുക്ക് എപ്പോഴും ഉണ്ട്, വേറെ ഒരു ഫോമാറ്റും ചെയ്യാൻ നിൽക്കരുത്, ചോയ്സ് മെത്തേഡാണ് എടുക്കേണ്ടത്. നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ്സ്. ദ ഡിജിറ്റ് ഇൻ ദ 10 പ്ലേസ് ഈസ് ട്വൈസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. സോ നമുക്ക് 2 നമ്പർ വേണം. 10 പ്ലേസിലുള്ളത് യൂണിറ്റ് പ്ലേസിലുള്ളതിൻ്റെ ഇരട്ടി ആയിരിക്കണം. സോ ഇവിടെ എന്താണ്, യൂണിറ്റ് പ്ലേസിലുള്ള 10 പ്ലേസിലുള്ള ഇരട്ടിയാണ്. ഇവിടെയും അതേപോലെയാണ്. നമുക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് 4-2. സോ 4-2 നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം 4-2. ഇഫ് 18 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം 8, സോ 42 മൈനസ് 18 എത്രയാണ്, 24 ആണ്. ദ ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ് അല്ലേ. സോ 4-2 എന്നുള്ള എന്തായിട്ട് മാറി, 2-4 ആയിട്ട് മാറി. therefore ആൻസർ 42. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചോയ്സ് മെത്തേഡ് ചെയ്യാവൂ. ഓക്കെ. ദെൻ അതേപോലെ നമുക്ക് 3 ഡിജിറ്റ്സിൻ്റെ ക്വസ്റ്റ്യനും നമുക്ക് എക്സാമിന് വരാവുന്നതാണ്. എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ്സ്. ദ ഡിജിറ്റ് ഇൻ ദ 10 പ്ലേസ് ഈസ് 3 ടൈംസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. നേരത്തെ പോലെ തന്നെ. സോ 10 പ്ലേസിൽ യൂണിറ്റ് പ്ലേസിലതിന് 3 ടൈംസ് ആണ്. സോ ഇതൊന്നും വരില്ല. എന്താണ്, ഏത് മാത്രമേ വരത്തുള്ളൂ, 93 മാത്രമേ വരത്തുള്ളൂ. എങ്കിലും ഒന്ന് കൺഫേം ചെയ്യാം. ഇഫ് 54 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്, ദ നമ്പേഴ്സ് 93 മൈനസ് 54 എത്രയാണ്, 39 ആണ്. ഡിജിറ്റ്സ് ആർ റിവേഴ്സ്. നമ്പർ ഈസ് 93. Okay. Then divide 56 into 2 parts. നമ്മൾ 94-ന് നമ്മൾ ചെയ്ത പോലെ, ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്ത പോലെ 56-നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഒന്ന് എക്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത എത്ര ആയിരിക്കും, 56 മൈനസ് എക്സ് times the such that the 3 times the first part exceeds the 1/3 of the second by 48. That means first part in the 3 ഇരട്ടി എക്സീഡ് ചെയ്യാൻ മീൻസ് എന്താണ്, ഡിഫറൻസ് എടുക്കുമ്പോൾ കൂടുതൽ കിട്ടും. 3x മൈനസ് 1/3 1/3 ഓഫ് ദ സെക്കൻഡ് പാർട്ട്. 56 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 48. LCM എടുക്കുമ്പോഴത്തേക്കും 9x മൈനസ് 56 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 3 is equal to 48. That implies 10x minus 56 is equal to 48 into 3, 144. That implies 10x equal to 200. That implies x equal to 20. So 56 x 20 ആണെങ്കിൽ 56 minus 20 എത്രയാണ്, 36 ആണ്. Therefore 20,36. 20,36. Next one. The sum of the digits of 2-digit number is 10. അപ്പോൾ നമുക്കിതും ഇതാണ് ചോയ്സ് മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ചോയ്സ് മെത്തേഡ്. ഒരു 2-ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതിലെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എത്രയാണ്, 10 ആണ് വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 7 + 3 10 ആണ്. 3 + 7 ഓൾസോ 10 ആണ്. 72 ഒഴിവാക്കാം, ഒറ്റയടിക്ക് ഒഴിവാക്കാം. നമുക്ക് നൺ ഓഫ് ദീസ്, ഇത് രണ്ടും എയും ബിയും അല്ല എങ്കിൽ ഡി, നൺ ഓഫ് ദീസ് വരുന്ന രീതിയിലാണ് ചോയ്സ് വരുന്നത്. ദെൻ ഇഫ് 18 be subtracted from the digit, the resulting number will be equal. So 73 അത് എടുത്ത് നോക്കാം. 73 മൈനസ് 18 എത്രയാണ് കിട്ടുന്നത്, 55 ആണ്. റിസൾട്ടിങ് നമ്പറിലെ ഡിജിറ്റ്സ് എന്താണ്, 2-ഡിജിറ്റ് നമ്പറാണ്. റിസൾട്ടിങ് നമ്പറിലെ ഡിജിറ്റ്സ് എന്താണ്, ഈക്വൽ ആണ്. therefore ആൻസർ എത്രയാണ്, 73. 37 മൈനസ് 18 എടുത്തു കഴിഞ്ഞാൽ 19 ആണ് വരുന്നത്. ഡിജിറ്റ്സ് ഈക്വൽ അല്ല. ദെൻ നെക്സ്റ്റ് വൺ. If a number of which half is greater than 1/5 of the number by 15. അതായത് നമുക്കൊരു നമ്പർ ഉണ്ട്, അതിൻ്റെ പകുതി ഹാഫ് എന്ന് പറയുന്നത്
5-1 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ദ നമ്പർ ഈക്വൽ ടു എക്സ്. നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ എക്സ് ഡിവൈഡഡ് ബൈ 2 ഹാഫ് exceeds the 1/5 of the number by 15. So that means 5x minus 2x divided by 10 equal to 15. That implies 3x equal to 150. That implies x is equal to 50. X is equal to 50. X is equal to 50. Okay. Then next one. One has to divide a half of a number by 6 and other half by 4. Then to add the quantities. So നമുക്ക് x number x ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ half x by 2. One has to divide half of a number divided by 6. So x by 2 divided by 6, then other half x by 2 divided by 4, then രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. That means x divided by 12 plus x divided by 8. x divided by 12, x divided by 8. നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12ൻ്റെ 8ൻ്റെയും LCM 24 ആണ്. Therefore 2x plus 3x divided by 24. That means 5x divided by 24 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. Instead of doing so, divide the number by 5. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എന്താണ്, ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. If the answer is 4 short of correct answer. So കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത് 5x ഡിവൈഡഡ് ബൈ 24 ആയിരുന്നു. ഇതിന് പകരം എന്ത് ചെയ്തു, നമ്പറിനെ ചുമ്മാ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ഡിഫറൻസ് എത്രയാണ്, 4 ആണ്. 4 short of correct answer. That means 25x minus 24x divided by 120 നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഈക്വൽ ടു 4. That implies x is equal to 480. Number 30, 480 is the right answer. 480. 480. Then so ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. നെക്സ്റ്റ് വൺ നോക്കാം. എക്സ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 11. സോ 4ൻ്റെയും 3യുടെയും LCM 12 ആണ്. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3x പ്ലസ് 12 പ്ലസ് 4x minus 20 divided by 12 equal to 11. 7x minus 8, ഇവിടെ 3xും 4xും കൂടെ ആഡ് ചെയ്ത് 7x, 12 minus 20 minus 8, then 11 into 12, 132. That implies 7x equal to 140. That implies x is equal to 20. X is equal to 20. Okay, Lee. Did answer that? Next question. സോ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻ്റെ ക്വസ്റ്റൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കണം. അത് ഇൻഇക്വാലിറ്റീസിലും ഇങ്ങനെയുള്ള ഒരു ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം റീസെൻ്റ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ y പ്ലസ് 11 ഡിവൈഡഡ് ബൈ 6 മൈനസ് ഓഫ് y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു y പ്ലസ് 7 ഡിവൈഡഡ് ബൈ 4. ഇവിടെ LHSൽ 6, 9 LCM എടുത്തു കഴിഞ്ഞാൽ 18 ആണ് LCM വരുന്നത്. സോ 18
എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. LCM മെത്തേഡ് ആണെങ്കിൽ 18 അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 9y + 99 - 6y - 6 divided by 54 is equal to y + 7 divided by 4. 3y plus 93 divided by 54 is equal to y + 7 divided by 4. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് മുകളിൽ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 × y + 31 divided by 54 is equal to y + 7 divided by 4. 3 ക്യാൻസൽ ചെയ്യാം, വരും 18. Then cross multiply ചെയ്യുക, ആൻസറിലേക്ക് വരിക. That implies 4y + 124 is equal to 18y plus 18 × 7, 126. 4y minus 18y is equal to 126 minus 124. That implies minus 14y is equal to 2. That implies y is equal to 2 divided by minus 14. That means minus 1 divided by 7 is the right answer. Minus 1 divided by 7. Minus 1 divided by 7 is the right answer. Okay, then next question. Find the value of x if x divided by 0.5 minus 1 divided by 0.05 plus x divided by 0.005 minus 1 divided by 0.0005 equal to 0. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഡെസിമൽ വന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ വരുന്ന ഫോർമാറ്റിലേക്ക് എത്തിക്കാം. എക്സ് ഡിവൈഡ് ബൈ 0.5 മീൻസ് 5/10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 1000 minus 1 divided by 5 divided by 10,000 equal to 0. So then division by fraction. Reciprocal on the multiply that. Then 10x divided by 5 minus 100 divided by 5 plus 1000x divided by 5 minus 10,000 divided by 5 equal to 0. Equal to 0. That implies ഇപ്പോൾ നമുക്ക് എന്തായി, ആ ഡെസിമൽ എല്ലാം മാറിയിട്ട് ഡിനോമിനേറ്റർ എല്ലാം 5 ആയി. ദാറ്റ് മീൻസ് നമുക്ക് ന്യൂമറേറ്ററിൽ എന്താണോ ആസ് ഇറ്റ് ഈസ്, അഡീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യാം, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. സോ എക്സ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ 1010x മൈനസ് 10,100 divided by 5 equal to 0. That implies 1010x equal 10100. That implies x equal to 10. X is equal to 10 is the right answer. X is equal to 10. X is equal to 10. Okay. So ഇത്രയാണ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻ. ദാറ്റ് മീൻസ് എന്താണ്, ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഡിഗ്രി 1 ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇക്വേഷൻ. അതിൽ ഒരു വേരിയബിൾ വരുന്ന കേസിൽ വരുന്നത് 2 ഡിജിറ്റ് നമ്പറിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് റീസെൻ്റ്ലി ഒക്കെ എക്സാമിന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വരെ വരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് വേണം പോകാൻ. Then നമുക്ക് simultaneous linear equations വരാം. So linear equations with more than one variables ആണ് simultaneous linear equations. Then അതിനകത്ത് നമുക്ക് elimination method ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. The numerator of a fraction is increased by 2 and denominator by 1. The fraction it becomes 1.
So that means fraction നമുക്ക് രണ്ട് unknown, numerator അറിയില്ല, denominator അറിയില്ല. Therefore fraction equal to x by y എന്നെടുക്കാം. fraction equal to numerator x ആയിട്ടും denominator y ആയിട്ടും. എന്നിട്ട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? x by y. ന്യൂമറേറ്ററിൻ്റെ കൂടെ രണ്ടും ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്തപ്പോൾ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ ഫ്രാക്ഷൻ എത്രയായിട്ട് മാറി? 1 ആയിട്ട് മാറി. then അതേപോലെ ഒരു കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. again if numerator is decreased by 4, അതായത് x by y, numerator is decreased by 4 and denominator by 2, the fraction becomes 1 by 2. The fraction becomes 1 by 2. So that implies x plus 2 equal y plus 1. That implies x minus y equal to 1 minus 2. That means x minus y equal to minus 1. This equation 1 anarka. Then 2x minus 8 equal y minus 2. That means 2x minus y. 2x minus y equal to 6. 2x minus y is equal to 6. So നമുക്ക് രണ്ട് equations വരും. x minus y minus 1. 2x minus y equal to 6. Then so രണ്ട് simultaneous linear equations കിട്ടി. First x minus y equal to minus 1. Second one 2x minus y equal to 6. Equation 1, equation 2. So നമുക്ക് y eliminate ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? equation 1 minus equation 2 എടുത്താൽ മതി. ഇവിടെ മൈനസ് ആകും, പ്ലസ് ആകും, മൈനസ്. So y eliminated, minus x equal to minus 7. That means x 30, x equal to 7. Then x in the value equation 1 il kodukka. 7 minus y equal to minus 1. Therefore y is equal to 8. So x 7 um kitti, y 8 um kitti. Therefore fraction 7 by 8. Fraction equal to 7 divided by 8. 7 by 8. Fraction is equal to 7 divided by 8. Okay. Then next one. The age of a man is 3 times the sum of the ages of his 2 sons, and 5 years hence his age will be double the sum of their ages. Find the present age. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Age of a man is 3 times sum of the ages of his 2 sons. and ഇവിടെ ഏജ് ഓഫ് മാൻ ഉണ്ട്, ദെൻ 2 സൺ ഉണ്ട്. ഇവിടെ വേരിയബിൾസ് എത്ര എണ്ണം എടുക്കണം എന്നുള്ളതാണ് നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക്. സോ ചിലർ ഏജ് ഓഫ് മാൻ എക്സ് ആയിട്ടും സൺ 1 വൈയും ദെൻ ഇസഡ് അങ്ങനെയൊക്കെ എടുക്കും. അങ്ങനെ സമയം കളയരുത്. സോ ഇവിടെ നമുക്ക് രണ്ട് റിലേഷനാണ്, ഏജ് ഓഫ് മാൻ ആൻഡ് സം ഓഫ് ദ ഏജസ് ഓഫ് സൺസ്. 5 വർഷം കഴിഞ്ഞാലും ഹിസ് ഏജ് വിൽ ബി ഡബിൾ ദ സം ഓഫ് ദെയർ ഏജസ് ആണ്. ഓക്കെ, ഏജ് ഓഫ് മാൻ. സോ മാൻ എക്സ് എടുക്കുക, സം ഓഫ് ഏജസ് ഓഫ് 2 sons equal to y എന്ന് എടുക്കുക. സം ഓഫ് ദ ഏജസ് ഓഫ് 2 sons y. ഇനി നമുക്ക് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാം. ഏജ് ഓഫ് മാൻ, ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 3 times the sum of the ages of his 2 sons. That means 3 times into y, 3y. 5 years hence എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷത്തിന് ശേഷം. 5 വർഷത്തിന് റൈറ്റ് നൗ നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 3y. ദെൻ 5 years hence. 5 years hence. 5 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ മാൻ്റെ ഏജ് എത്രയായിരിക്കും? എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു will be double the sum of their ages. Double means എത്രയാണ്? 2 times 2 into sum of their ages. ഇപ്പോൾ റൈറ്റ് നൗ രണ്ടുപേരുടെ ഏജിന് സം y ആണ്. 5 വർഷം കഴിയുമ്പോൾ രണ്ടുപേർക്കും 5 വയസ്സ് വെച്ച് കൂടില്ലേ? therefore നമുക്ക് എങ്ങനെ എടുക്കാം? y plus 10. ഇവിടെ y plus 5 എന്ന് എടുക്കുന്നതാണ് നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക്. 2 സണ്ണിനും 5 വയസ്സ് വെച്ച് കൂടണം. സം ആകുമ്പോൾ എത്രയാവും? 5 plus 5 10 വരും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 5 ഈക്വൽ ടു 2y plus 20 x minus
So in x plus 5 is equal to ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1ലുള്ള എക്സ് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും 3y plus 5 is equal to 2y plus 20. So y terms LHSലേക്ക് എടുത്തു കഴിഞ്ഞാൽ 3y minus 2y, that means y is equal to 15. y is equal to 15. y is equal to 15. Find the present age of the man ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിൻ്റെ ഏജ് എന്ത് ചെയ്യാം 3 into 15, that means 45 is the right answer. അയാളുടെ ഏജ് എത്രയാണ് 45 years ആണ് right now. ഓക്കെ അല്ലേ? Then next one. A number consists of 2 digits is 4 times the sum of the digits, and if 27 be added to it, the digits are reversed. നല്ലൊരു ക്വസ്റ്റൻ ആണ്. 2 ഡിജിറ്റ് ഇവിടെ എല്ലാം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ 2 ഡിജിറ്റ് 3 ഡിജിറ്റ് ക്വസ്റ്റൻ എല്ലാം നമുക്ക് ചോയ്സ് മെത്തേഡ് ചെയ്യണം, അതർവൈസ് നമുക്ക് ഒത്തിരി സ്റ്റെപ്പ് എഴുതേണ്ടി വരും. 2 ഡിജിറ്റ് നമ്പർ ആണ്. 2 ഡിജിറ്റ് നമ്പർ, എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ് ഈസ് 4 times the sum of the digits. സോ അതിലെ ഡിജിറ്റ്സിൻ്റെ സമ്മിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? എക്സാക്ട്ലി ആ ഡിജിറ്റ് കിട്ടണം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് കേസ് 6 plus 3 9 into 4 36 ആണ്. സോ 63 അല്ല. ദെൻ 36 എടുത്തു കഴിഞ്ഞാൽ 3 plus 6 9 into 4. സോ 3 plus 6 9 into 4 എക്സാക്ട്ലി നമ്പർ കിട്ടി. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. ആൻഡ് 27 ബി ആഡഡ് ടു ഇറ്റ്, ദി ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ്. 36 plus 27 എക്സാക്ട്ലി എത്രയാണ്? 63 ആണ്. 3663 ആയിട്ട് മാറി. ദെൻ the number is 36 is the right answer. 36. Okay. Then next one. A number consists of 3 digits. 3 digit number. ഇത് നമുക്ക് ചോയ്സ് മെത്തേഡിൽ തന്നെ ആൻസർ ചെയ്യണം. 2 ഡിജിറ്റ് നമ്പർ റീസെൻ്റ്ലി ചോദിച്ചിരുന്നു. 3 ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ എക്സാമിന് വരാം. ചോയ്സ് മെത്തേഡ്, അതർവൈസ് ഒത്തിരി സ്റ്റെപ്പിലേക്ക് പോകും. നമുക്ക് നമ്മുടെ എക്സാമിന് ഒരു കാരണവശാലും അത്രയും സ്റ്റെപ്പ് എഴുതി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയേ ചെയ്യരുത്. ഓക്കെ. ദെൻ എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 3 ഡിജിറ്റ് വിച്ച് മിഡിൽ 1. സോ 3 ഡിജിറ്റ് നമ്പർ ആണ്. ഒബ്വിയസ്ലി പറഞ്ഞിട്ടുണ്ട് മിഡിൽ ടേം 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ സം ഓഫ് അതർ 2 ഡിജിറ്റ്സ് ഈസ് 9. ഇവിടെ നോക്കാം, നമ്മൾ നേരെ ചോയ്സിലേക്ക് വരിക. ഇതെല്ലാം 0 ആണ്. 3 plus 6 9 ആണ്. 3 plus 6 plus 3 9 ആണ്. 3 plus 6 9 ആണ്. 408 ഇത് വരത്തില്ല. ദെൻ ദ നമ്പർ ഫോംഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ഡിജിറ്റ് ഈസ് മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ ബൈ 297. സോ ഇവിടെ നോക്കിയേ, 603 ഇൻ്റർചേഞ്ച് ചെയ്താൽ 306 ആണ്. 603യെക്കാട്ടിലും കുറവാണ് വരുന്നത്. ദെയർഫോർ നമുക്ക് എന്തെടുക്കാം? 306 എടുക്കാം. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 603. സോ നോക്കുക, 603 മൈനസ് 306 എത്രയാണ് കിട്ടുന്നത്? 603 മൈനസ് 306 297 വരുന്നുണ്ട്. ഡിഫറൻസ് 297 വരുന്നുണ്ട്. Therefore നമ്മുടെ ആൻസർ എത്രയാണ്? 306 is the right answer. 306 is the right answer. Okay. Then next one, last question. Sum of 3 digit number is 12. ഒരു 3 digit നമ്പർ ഉണ്ട്, അതിലെ ഡിജിറ്റ്സിൻ്റെ സം എത്രയാണ്? 12 ആണ്. സം ഓഫ് ഡിജിറ്റ്സ് ഇൻ എ 3 digit number is 12. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ചോയ്സ് മെത്തേഡ് 1 2 3. ഫസ്റ്റ് 3 plus 2 plus 7 12 ആണ്. 3 plus 7 plus 2 12 ആണ്. 2 plus 3 plus 7 12 ആണ്. 2 plus 7 plus 3 12 ആണ്. ഓക്കെ. ദെൻ ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ്, നമ്പർ ഇൻക്രീസ്ഡ് ബൈ 495. സോ ഇവിടെ നോക്കാം, നമുക്ക് 327 ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 723 ആണ്. 7ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയല്ല? 5 അല്ല. അതുകൊണ്ട് ഇത് ഒഴിവാക്കാം. 372 എടുക്കുമ്പോഴത്തേക്കും 273 ആണ്. 372നെക്കാട്ടിലും കുറവാണ്. ദെൻ 237 റിവേഴ്സ് ഓർഡർ എടുക്കുമ്പോൾ 732. 7ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ്, 7ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്.
നമുക്കൊന്ന് നോക്കാം. 732 മൈനസ് 237 എക്സാക്ട്ലി 495 ആണ്. അപ്പോൾ നമുക്ക് 237 കൺസിഡർ ചെയ്യാം. ഇത് 273 എടുത്തു കഴിഞ്ഞാൽ 372 ആണ്. സോ 100-ൽ താഴെയാണ് വരുന്നത്, അതുമല്ല. ഫോർ ഒബ്വിയസ്ലി ഇവിടെ കൊണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടി. എങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും മതി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് വേറെ ഒന്നും ഫസ്റ്റ് കണ്ടീഷൻ സ്യൂട്ടായില്ല. ദെൻ നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ നോക്കാം. ബട്ട് റിവേഴ്സിങ് ഓൺലി ടെൻസ് ആൻഡ് യൂണിറ്റ് ഡിജിറ്റ്സ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഏതാണ് 237 എന്നുള്ളത് 273 ആക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി 237 പ്ലസ് 36 ആണ് 273. therefore എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻസർ എത്രയാണ് വരുന്നത്? 237 ആണ് ഈ പറയുന്ന 3 ഡിജിറ്റ് നമ്പർ. 237 will be the 3 ഡിജിറ്റ് നമ്പർ. ഓക്കെ അല്ലേ? ദെൻ നമ്മുടെ ഇക്വേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെയാണ് നമുക്ക് ആക്ച്വലി എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കോൺസെപ്റ്റ് വരുന്നത്. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മീൻസ് എന്താണ്? ഡിഗ്രി അല്ലെങ്കിൽ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് എന്താണ്? ax² + bx + c = 0 ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ്. ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫോർമുല -b. 2 റൂട്ട്സ് ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ളത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഫോർമുല -bx എന്നാണ് നമ്മൾ പറയുന്നത്. x = -b, x = -b plus or minus root of x = -b plus or minus root of b² - 4ac the whole divided by 2a. that means 2 റൂട്ടാണ് വരുന്നത്. ഏതൊക്കെയാണത്? -b plus root of b² - 4ac the whole divided by 2a. second one -b minus root of b² - 4ac the whole divided by 2a. സോ നമുക്ക് നോർമൽ മെത്തേഡിൽ നമ്മൾ ചെയ്യാറില്ല, നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് നോർമലി ചെയ്യാറുള്ളത്. ദെൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒന്ന് ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ഫോർമുല മെത്തേഡ് നമ്മൾ ചെയ്യുന്നില്ല, ഫാക്ടറൈസേഷൻ മെത്തേഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. x² - 9x + 20 = 0. നമുക്ക് റൂട്ട്സ് ചോയ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോയ്സ് മെത്തേഡ് വെച്ച് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. സോ ഫാക്ടറൈസേഷൻ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ x², അതായത് സ്ക്വയർ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു കോൺസ്റ്റൻറ്റ് ടേം. ദാറ്റ് മീൻസ് എത്ര വരും? 1 × 20 = 20. സോ ഇനി നമ്മൾ 2 ടേംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ആ 2 നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുവാൻ വേണം? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ദാറ്റ് മീൻസ് -9. ദാറ്റ് മീൻസ് എത്രയൊക്കെയാണ്? -5 -4. സോ -5 × -4 എത്രയാണ്? +20 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? -9 ആണ്. ദെൻ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ നേരെ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കോഎഫിഷ്യൻറ്റ് ഓഫ് x² ഇൻറ്റു കോൺസ്റ്റൻറ്റ് ടേം. ആ കിട്ടിയ പ്രോഡക്റ്റിനെ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ആ 2 നമ്പറും കൂടെ ആഡ് ചെയ്താൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് വരണം. ദെൻ നേരെ എന്ത് ചെയ്യുക? സൈൻ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് സൈൻ, ഷോർട്ട് കട്ട് ട്രിക്കാണ്. ചേഞ്ച് സൈൻ. സോ 5 4 വരും. അതിനുശേഷം തൊട്ടടുത്ത സ്റ്റെപ്പ് ഈ കിട്ടിയതിനെ x² കോഎഫിഷ്യൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 1 ആയതുകൊണ്ട് ഒരു ചേഞ്ചും വരില്ല. therefore റൂട്ട്സ് എത്ര വരും? 5 and 4 will be the roots. 5 and 4 will be the roots. 5 and 4 will be the roots. ഇനിയാണ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. സോ നമുക്ക് ax² + bx + c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും വിചാരിക്കാം. ദെൻ സം ഓഫ് റൂട്ട്സ് ഫോർമുല വരുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് ആൽഫ + ബീറ്റ അല്ലേ? റൂട്ട്സ് ആൽഫയും ബീറ്റ ആണെങ്കിൽ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ + ബീറ്റ =
മൈനസ് ബി ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് of x square. Coefficient of x divided by coefficient of x square. Minus of coefficient of x divided by coefficient of x square ആണ് വരുന്നത്. അതാണ് സം ഓഫ് റൂട്ട്സ്. ഇനി അടുത്തത് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് മീൻസ് ആൽഫ ഇൻറ്റു ബീറ്റ ആണ് വരുന്നത്. അത് സി ബൈ എ ആണ്. ദാറ്റ് മീൻസ് constant term divided by coefficient of x square. So very important. Sum of roots formula endana? Alpha and beta are roots angle. Sum of roots formula minus b by a. That means minus of coefficient of x divided by coefficient of x square. Then product of roots alpha into beta equal to c by a. That means constant term divided by coefficient of x square. Okay, then next one. Roots of a quadratic equation are given. Roots of a quadratic equation are given. Roots തന്നാൽ if roots are given then that implies quadratic equation. So roots തന്നാൽ quadratic equation കണ്ടുപിടിക്കുന്ന formula quadratic equation is equal to x square minus sum of roots in the sum into x plus product of roots equal to 0. Roots തന്നാൽ quadratic equation കണ്ടുപിടിക്കുന്ന formula ആണ് x square minus sum of roots into x plus product of roots equal to 0. ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. if 5, 4 are the roots of the quadratic equation, then quadratic equation is 5ഉം 4ഉം ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? 5ഉം 4ഉം ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഫോർമുല റൂട്ട്സ് എന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിൽ ബി എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ്. ഇവിടെ റൂട്ട്സ് ഏതൊക്കെയാണ്? 5ഉം 4ഉം തമ്മിലുള്ള സം എടുത്ത് 5 പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 5 into 4 is equal to 0. So that means x square minus sum of roots into x plus product of roots equal to 0. That means quadratic equation എന്ത് കിട്ടും? x square minus 9x plus 20 is equal to 0. x square minus 9x plus 20 ഇതിനാണ് നമ്മൾ നേരത്തെ ചെയ്തത്. x square minus 9x plus 20യുടെ റൂട്ട്സ് നമുക്ക് എക്സാക്ട്ലി 5ഉം 4ഉം കിട്ടിയിരുന്നു. അതാണ് സെയിം എക്സാമ്പിൾ എടുത്തത്. സോ റൂട്ട്സിൻ്റെ സം ഓഫ് റൂട്ട്സ് ഫോർമുല പഠിച്ചു. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് റൂട്ട്സ് തന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. ദെൻ നേച്ചർ ഓഫ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ നേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ആണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കും. സോ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ എന്താണോ അതനുസരിച്ചാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ നേച്ചർ. സോ n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ റൂട്ട്സിൻ്റെ നേച്ചർ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാറുണ്ട്. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട്സ് എന്താണ്? റിയലും ആയിരിക്കും ഈക്വലും ആയിരിക്കും. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അൺഈക്വൽ ആയിരിക്കും. ഡിഫറെൻറ്റ് റൂട്ട്സ് ആയിരിക്കും, ഈക്വൽ റൂട്ട്സ് ആയിരിക്കില്ല. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ സോ റൂട്ടിനകത്ത് നെഗറ്റീവ് വാല്യൂ ദാറ്റ് മീൻസ് ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. ദെൻ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ പെർഫെക്റ്റ് സ്ക്വയർ ദാറ്റ് മീൻസ് റൂട്ട് എടുത്താൽ എക്സാക്ട്ലി നമുക്ക് ഒരു വാല്യൂ കിട്ടും, ഇൻറ്റിജർ കിട്ടുന്ന രീതിയിലുള്ള ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക? റൂട്ട്സ് ആർ റിയൽ, റാഷണൽ
ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇതാണ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ പെർഫെക്റ്റ് സ്ക്വയർ മീൻസ് റൂട്ട്സ് റിയൽ, റാഷണൽ, ഡിസ്റ്റിങ്ക്റ്റ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ മീൻസ് റൂട്ട്സ് റിയൽ ആയിരിക്കും, ബട്ട് റാഷണൽ ആയിരിക്കില്ല, ഇറാഷണൽ റൂട്ട്സ് ആയിരിക്കും, അൺഈക്വൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട്സിൻ്റെ നേച്ചർ n നമ്പർ ഓഫ് ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട്സ് എന്തായിരിക്കും? റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ റൂട്ട്സ് റിയൽ, റാഷണൽ, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ റൂട്ട്സ് റിയൽ ആയിരിക്കും, ഇറാഷണൽ ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. മറിച്ച് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട്സ് ആർ ഇമാജിനറി. സോ ദാറ്റ് മീൻസ് ഇതിൽ നിന്ന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ട കാര്യം, അതായത് ഇത് തിരിച്ച് വരും. നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ ആയിരിക്കും. ദാറ്റ് മീൻസ് നോട്ടായിട്ട് നമുക്ക് പറയാം, റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ഈക്വൽ. ദാറ്റ് ഇംപ്ലൈസ് ഉണ്ടല്ലോ ഈക്വൽ എന്നായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് എന്തെങ്കിലും മിസ്സിംഗ് ഫിയർ കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ. സോ ഈക്വൽ ആകുന്ന എപ്പോൾ മാത്രമാണ് ബി സ്ക്വയർ മൈനസ് 4ac equal to 0. Then second one, roots of a quadratic equation are real. അതായത് ഇമാജിനറി അല്ലാതെ വരുന്ന എല്ലാം എന്താണ്? റിയൽ റൂട്ട്സ്. ഈക്വൽ ടു 0 ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആകുമ്പോഴും റിയൽ റൂട്ടാണ്, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും റിയൽ റൂട്ടാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Then last one, roots of a quadratic equation are imaginary. Implies നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ മൈനസ് 4ac ഒബ്വിയസ്ലി ലെസ് ദാൻ 0. ഇതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷനായിട്ട്. ഇത് രണ്ടുമാണ് ഒരുപാട് തവണ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റിയൽ എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. അതിൽ എയോ സിയോ ഏതെങ്കിലും ഒരു ടേം മിസ്സിംഗ് ആയിരിക്കും, കെ എന്നോ, അതെന്താണെന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. സംടൈംസ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റിയൽ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, examine the nature of roots of the equation. So roots in the nature examine ചെയ്യാനാണ്. റൂട്ട്സിൻ്റെ നേച്ചർ അറിയണമെങ്കിൽ എന്താണ്? റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട, പകരം എന്ത് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി? ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എത്ര കിട്ടും? ബി സ്ക്വയർ മൈനസ് 4ac ഫസ്റ്റ് വൺ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac ബി സ്ക്വയർ മൈനസ് 8 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 into 1 into 16 എത്രയാണ്? 64 മൈനസ് 64 0 കിട്ടി. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 വന്നാൽ എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. 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 അടുത്ത ഇതേപോലെ ഒന്ന് പറയാമോ? ബി സ്ക്വയർ മൈനസ് 4ac ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. ബി എത്രയാണ്? മൈനസ് 8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 4 64 മൈനസ് 48 ദാറ്റ് മീൻസ് 16. 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 16ൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി 4 കിട്ടും. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ പെർഫെക്റ്റ് സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? റൂട്ട്സ് റിയൽ ആയിരിക്കും, റാഷണൽ ആയിരിക്കും, 0യ്ക്ക് മുകളിലേക്ക് വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. റൂട്ട്സ് ആർ റിയൽ, rational and distinct. Real, rational and distinct. Okay, then next one.
ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു മൈനസ് 4 the whole square minus 4 into 5 into 2. 16 minus 40 minus 24. That means less than 0. B square minus 4ac less than 0 ആണെങ്കിൽ എന്നാ roots imaginary and distinct. ഈക്വൽ ആകുന്നത് എപ്പോൾ മാത്രമാണ്? ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ്. Then next one. ഇവിടെയും ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാം. ബി സ്ക്വയർ മൈനസ് 4ac, ബി മീൻസ് എക്സിൻ്റെ കോയിഫിഷ്യൻ മൈനസ് 6 the whole square minus 4 into 2 into minus 3. 36 minus into minus plus ആകും. മൈനസ് into minus plus ആകും. 36 plus 24, that means 60 greater than 0 and not a perfect square. So b square minus 4ac greater than 0 and not a perfect square വന്നാൽ എന്ത് വരും? റൂട്ട്സ് റിയൽ ആയിരിക്കും, ഇറാഷണൽ ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഓക്കെ, റൂട്ട്സ് ആർ റിയൽ, ഇറാഷണൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി 3 നോട്ട്. സോ ഇവിടെ ശ്രദ്ധിക്കാം. ഇറാഷണൽ റൂട്ട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർ. സോ ഇറാഷണൽ റൂട്ട് എപ്പോഴാണ് വരുന്നത്? ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ വരുമ്പോഴാണ്. സോ ഇറാഷണൽ റൂട്ട്സ് എങ്ങനെയാണ്? കോൺജുഗേറ്റ് പെയർ ആയിട്ട് മാത്രമേ ഒക്കർ ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് വൺ റൂട്ട് ഈക്വൽ ടു എം പ്ലസ് റൂട്ട് എൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഇംപ്ലൈസ് ഇതിൻ്റെ അതർ റൂട്ട് അല്ലെങ്കിൽ സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത് എം മൈനസ് റൂട്ട് എൻ ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺജുഗേറ്റ് പെയർ. സോ ഇറാഷണൽ റൂട്ട്സ് എങ്ങനെ ഒക്കെ അറിയത്തുള്ളൂ? കോൺജുഗേറ്റ് പെയർ ആയിട്ട് മാത്രമേ ഒക്കെ അറിയത്തുള്ളൂ. ദാറ്റ് മീൻസ് ഒരു റൂട്ട് എം പ്ലസ് റൂട്ട് എൻ ആണെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത റൂട്ട് എന്തായിരിക്കും? എം മൈനസ് റൂട്ട് എൻ ആയിരിക്കും. സോ ഇത് വെച്ചിട്ട് നമുക്ക് എൻ നമ്പർ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്, അതായത് ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന നോട്ട് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പോലും നോർമലി വരാറില്ല. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഒന്നിൽ കൂടുതലോ നമുക്ക് ചോദിച്ചിരിക്കും. സോ ഇക്വേഷൻ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ലാസ്റ്റ് ടൈം അധികം ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നിങ്ങളുടെ മെയ് അറ്റംപ്റ്റിൽ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ 1-2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് നോർമലി വരുന്നത് ഇങ്ങനെയാണ്. വൺ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് 2 plus root 3 എന്നായിരിക്കാം. ഫൈൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതായിരിക്കും നമ്മുടെ ഒരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഒരു റൂട്ട് എത്താണ്? 2 plus root 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാഷണൽ റൂട്ടാണ്. ഇറാഷണൽ റൂട്ടാണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും? അതിൻ്റെ കോൺജുഗേറ്റ് പെയർ ആയിരിക്കും. ഒരു റൂട്ട് 2 plus root 3 ആണെങ്കിൽ ആൻഡ് അതർ റൂട്ട് എന്തായിരിക്കും? 2 minus root 3 ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് എന്തായി? റൂട്ട്സ് അറിയാം. റൂട്ട്സ് ഏതൊക്കെയാണ്? 2 plus root 3 and 2 minus root 3. റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല എന്താണ്? റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല എക്സ് സ്ക്വയർ മൈനസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. സോ റൂട്ട്സിൻ്റെ സം നോക്കാം. 2 plus root 3 plus 2 minus root 3 എടുത്തു കഴിഞ്ഞാൽ പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 ഗെറ്റ് ക്യാൻസൽ. തോന്നുന്നു സം 4 വന്നു. പ്രോഡക്റ്റോ 2 plus root 3 ഇൻറ്റു 2 minus root 3, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാറ്റാണ്. ഇത് സമ്മ്, ഇത് പ്രോഡക്റ്റ്. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് മീൻസ് എ സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ 4 minus 3 1. സോ നേരെ നമുക്ക് എങ്ങനെ എഴുതാം? Therefore quadratic equation x square minus sum എത്രയാണ്? 4 into x plus product of roots എത്രയാണ്? 1 equal to 0. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ഇറാഷണൽ റൂട്ട്സ് വെച്ചിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഒരു റൂട്ട് തന്നിട്ടുണ്ടാകും, അത് ഇറാഷണൽ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് പെയർ നമുക്ക് എടുക്കാം.
ഒന്ന് എം പ്ലസ് റൂട്ട് എൻ ആണെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത് എന്തായിരിക്കും എം മൈനസ് റൂട്ട് എൻ ആയിരിക്കും. റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. Then one root is reciprocal to other. One root is reciprocal to other. That implies നമുക്ക് എന്ത് പറയാം? A equal to C. A equal to C. Okay. So നമുക്ക് one root റെസിപ്രോക്കൽ, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും എന്നാണ് പറയുന്നത്. റൂട്ട്സ് റെസിപ്രോക്കൽ ആണെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. റൂട്ട്സ് റെസിപ്രോക്കൽ ആണെങ്കിൽ ഒരു റൂട്ട് ആൽഫ ആണെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത റൂട്ട് എന്തായിരിക്കും? 1/α ആയിരിക്കും. അതിൽ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രോഡക്റ്റ് എടുത്താൽ പ്രോഡക്റ്റ് ഇത് വരും ആൽഫ ഇൻറ്റു 1/α ഈക്വൽ ടു A/C. അതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോമുല. So ഇവിടെ alpha get cancelled. That means A/C equal to 1. That implies എന്ത് വരും? A equal to C. A equal to C എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. എപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റെസിപ്രോക്കൽ ടു ഈച്ച് അതർ. ദാറ്റ് ഇംപ്ലൈസ് ഇതായിരിക്കും A equal to C. A equal to C. n നമ്പർ ഓഫ് ടൈംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3x² minus 5x plus k equal to 0 are reciprocals. Then k equal to എന്ത് വരും? ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. So roots of a quadratic equation 3x² minus 5x plus k equal to 0 are reciprocal to each other. Then k equal to. So roots reciprocal ആണെങ്കിൽ റൂട്ട്സിൻ്റെ വാല്യൂ എത്രയാണെന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. റൂട്ട്സ് റെസിപ്രോക്കൽ ആണെങ്കിൽ നമുക്കുള്ള ഫോമുല എന്താണ്? A equal to C. ഇവിടെ അതായത് കെയുടെ വാല്യൂ എന്തായിരിക്കണം? 3 ആണെങ്കിലാണ് നമുക്ക് A equal to C. ഇതാണ് A, ഇതാണ് C. സോ കെ എത്ര വരണം? 3 വന്നാലാണ് നമുക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദെൻ അടുത്തത് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റൂട്ട്സ് ആർ റെസിപ്രോക്കൽ ടു അനദർ ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. റൂട്ട്സ് റെസിപ്രോക്കൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. റൂട്ട്സ് ആർ reciprocal but opposite in sign. So that implies നമുക്ക് എന്ത് പറയാം? A equal to minus C. റൂട്ട്സ് റെസിപ്രോക്കൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണെങ്കിൽ, റെസിപ്രോക്കൽസ് ആണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A equal to minus C. That means കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറും കോൺസ്റ്റന്റ് ടേമും ഈക്വൽ ആയിരിക്കും. രണ്ടും എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ് ആയിരിക്കും. ഓക്കെ. Then next one, the roots of equation. Roots are equal. Roots are equal but opposite in sign. റൂട്ട്സ് ഈക്വൽ ആണ്, പക്ഷെ എന്താണ്? ഒന്ന് പ്ലസ് ആണെങ്കിൽ മറ്റേത് മൈനസ് ആയിരിക്കും. അതായത് നമുക്ക് ഒന്ന് ആൽഫ ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? മൈനസ് ആൽഫ ആയിരിക്കും. സം എന്ത് വരും? സമ്മ് ആൽഫ പ്ലസ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ബി ബൈ എ. That means 0 equal to minus b by a. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരുമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ബി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എന്താണ്? ബി ഈക്വൽ ടു 0 വരും. അതാണ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണെങ്കിൽ എന്ത് വരും? ബി ഈക്വൽ ടു 0. നമ്മുടെ 4 നോട്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ്. റൂട്ട്സിൻ്റെ നേച്ചർ പറയുന്ന പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കും. സോ എന്താണ് ഫസ്റ്റ് വൺ? റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. റൂട്ട്സ് എന്താണ്? ഇറാഷണൽ റൂട്ട്സ് ആണെങ്കിൽ എന്താണ്? ഒക്കറിൻ കോൺജുഗേറ്റ് പെയർ. അതായത് എം പ്ലസ് റൂട്ട് എൻ ആണ് ഒരു റൂട്ടെങ്കിൽ അടുത്ത എന്തായിരിക്കും? എം മൈനസ് റൂട്ട് എൻ. അവിടെ എങ്ങനത്തെ ക്വസ്റ്റൻ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റെസിപ്രോക്കൽ ടു ഈച്ച് അതർ എങ്കിൽ A ഈക്വൽ ടു C ആയിരിക്കും. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റെസിപ്രോക്കൽ ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണെങ്കിൽ A ഈക്വൽ ടു മൈനസ് C ആയിരിക്കും. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണെങ്കിൽ B ഈക്വൽ ടു 0 ആയിരിക്കും. അതിൻ്റെ എക്സ് ടേം ഉണ്ടാകില്ല. ഓക്കെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ഫസ്റ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഇതേപോലത്തെ ഈ ഇപ്പോൾ ചെയ്യുന്ന ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് n നമ്പർ ഓഫ് ടൈംസ് നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. If alpha and beta are the roots of the quadratic equation 2x square minus 4x minus 3 equal to 0, then find the value of alpha square plus beta square. Okay, alpha and beta are the roots of the quadratic equation. Alpha and beta are the roots of the quadratic equation. Okay, quadratic equation എന്താണ്? 2x square minus 4x minus 3 equal to 0. ഇതിൻ്റെ റൂട്ട്സ് ആണ് ആൽഫ കൊമ ബീറ്റ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ഇതിൻ്റെ വാല്യൂ ആണ്. സോ ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണ്? റൂട്ട്സ് എന്നാൽ സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത ഫോമുല സം ഓഫ് റൂട്ട്സ് എത്രയാണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് മൈനസ് 4 ഡിവൈഡഡ് ബൈ 2. മൈനസ്, that means 2. Then product of roots alpha beta is equal to c by a. That means എത്ര കിട്ടും? minus 3 by 2. പക്ഷെ നമുക്ക് വേണ്ട ആൽഫ പ്ലസ് ബീറ്റയോ ആൽഫ ഇൻറ്റു ബീറ്റയോ ഒന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതിനുവേണ്ടി നമ്മൾ ബേസിക് ഫോമുല എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ്, അല്ലെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ. അതിൽ നിന്ന് 2 ആൽഫ ബീറ്റ ക്യാൻസൽ ചെയ്താൽ മിച്ചം എന്ത് കിട്ടും? നമുക്ക് വേണ്ട ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. സോ ഇവിടെ നമുക്കുണ്ട്, ഇവിടെ നമുക്ക് എല്ലാ ടേംസും അറിയാം. RHSിലുള്ളത് ആൽഫ പ്ലസ് ബീറ്റ അറിയാം 2 ആണ്. ആൽഫ പ്ലസ് ബീറ്റ 2 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കാം. 2 സ്ക്വയർ മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് 3/2 ആണ്. 2 ഇൻറ്റു മൈനസ് 3/2. 2 get cancelled. 2 square 4 minus into minus plus 3 7. Okay, then next one. If alpha and beta are the roots of the equation 2x square minus 4x plus 1 equal to 0, find the value of, again value. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x square minus 4x plus 1 equal to 0 ആണ്. 2x square minus 4x plus 1 equal to 0 ആണ്. ഇതിൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണ്. റൂട്ട്സ് ആൽഫ കൊമ ബീറ്റ ആണ്. ദെൻ രണ്ട് കാര്യങ്ങൾ കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? മൈനസ് ഓഫ് -4 ഡിവൈഡഡ് ബൈ 2 കഴിയുന്നതും ഈ സ്റ്റെപ്പൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. ആൽഫ പ്ലസ് ബീറ്റ ഒറ്റടിക്ക് എഴുതാനും പറ്റണം 2. ദെൻ ആൽഫ ബീറ്റ 1/2. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ. LCM അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ. ദെൻ ഡിനോമിനേറ്റർ നമുക്ക് ഓക്കെയാണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഡിനോമിനേറ്റർ ആൽഫ ഇൻറ്റു ബീറ്റ നമുക്കുണ്ട്. ബട്ട് ന്യൂമറേറ്റർ നമുക്ക് നമുക്ക് അറിയാവുന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന ബേസിക് ഫോമുല, റെഗുലർ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബേസിക് ഫോമുല അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ. So alpha plus beta the whole cube can be written as 2 raised to 3 minus 2 raised to 3 minus 3 into alpha beta 3 into 1/2 into 2 divided by alpha into beta 1/2. So 2 get cancelled. 2 cube 8 minus 3 5 ആണ്. 8 minus 3 5 divided by 1/2. Division means reciprocal കൊണ്ട് multiply ചെയ്യുക. 1 divided by 1/2 means 5. 5 divided by 1/2 means 5 into 2. That means 10. Okay. Then next one.
ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ടെസ്റ്റ് പേപ്പറിലും എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാണ്. ടെസ്റ്റ് പേപ്പറിൽ ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12 ഈക്വൽ ടു 0. ഇതിൻ്റെ റൂട്ട്സ് ആണ് ആൽഫ കോമ ബീറ്റ. സോ രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണ്? ആൽഫ പ്ലസ് ബീറ്റ -7 മൈനസ് ബി ബൈ എ 1 ആണ്, ബി 7 ആണ്, -7 ഡിവൈഡ് ബൈ 1 ആണ്, -7 എഴുതിയിരിക്കുന്നത്. ദെൻ ആൽഫ ബീറ്റ സി ബൈ എ 12. സോ നമുക്ക് വേണ്ട എന്താണ്? പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. അതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? ന്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം വിത്ത് റൂട്ട്സ് ഏതൊക്കെയാണ്? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ആൻഡ് ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. റൂട്ട്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? റൂട്ട്സ് അറിയാമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. ആൽഫ പ്ലസ് ബീറ്റ അറിയാമല്ലോ, -7 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 49 ആണ്. ദെൻ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് എങ്ങനെ ഫോമുല കൺസ്ട്രക്ട് ചെയ്യാം? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. സോ ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് റെഗുലർ ബാച്ചിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ റേഷ്യോ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറയുന്ന ബേസിക് ഫോമുല ആണ്. സോ നേരെ നമുക്ക് ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആൽഫ പ്ലസ് ബീറ്റ -7 the whole square minus 4 into 12, 49 minus 48 equal to 1. സോ നമുക്ക് രണ്ട് റൂട്ട് കിട്ടി. ഒരു റൂട്ട് 49 ആണ്, ഒരു റൂട്ട് 1 ആണ്. നമുക്ക് റൂട്ട്സ് കിട്ടിയാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോമുല എന്താണ്? റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോമുല എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് എത്രയാണ്? 49 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 49 ഇൻറ്റു 1 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ് 49 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ് 49 is equal to 0. എക്സ് സ്ക്വയർ മൈനസ് 50x plus 49 is equal to 0. So very 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 important question n number of times. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവും. വരാൻ പോകുന്ന എക്സാമിന് എന്തായാലും ഉണ്ടാവും. ലാസ്റ്റ് ടൈം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. Then next one. So ഒരു റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ആണെങ്കിൽ, ഒരു റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ആണെങ്കിൽ, ഓക്കെ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. 2 പ്ലസ് റൂട്ട് 3 ആണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും? 2 മൈനസ് റൂട്ട് 3, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് പെയർ. ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിൽ ബി എക്സ് സ്ക്വയർ മൈനസ് സം 2 പ്ലസ് റൂട്ട് 3 പ്ലസ് 2 മൈനസ് റൂട്ട് 3 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3 ഈക്വൽ ടു 0 ആണ്. ദെൻ എക്സ് സ്ക്വയർ മൈനസ്, so the root 3 get cancel, 4x plus 2 square minus root 3 square equal to 0. That implies x square minus 4x, x square minus 4x plus 1 equal to 0. X square minus 4x plus 1 equal to 0. ഓൾറെഡി നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ആ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നേരെ ചോയ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ചോയ്സ് മെത്തേഡ് 4 raised to x minus 3 into 2 raised to x plus 2 plus 32 equal to 0. എക്സിന് 2 ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 4 raised to 2, that means 16 minus 3 into 2 raised to 4, 2 raised to 4 16 വരും, plus 32.
സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 മൈനസ് 48 0 ആണ് വരുന്നത്. Therefore answer 2. 2 is the right answer. Then difference between a number and its positive square root is 12. ഒരു നമ്പറും അതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് 12 ആണെന്നാണ്. നേരെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ചോയ്സ് മെത്തേഡ്. ചോയ്സ് എടുത്താൽ ഫസ്റ്റ് 12 മൈനസ് റൂട്ട് 12 ഈക്വൽ ടു 12 വരുമോ? ഒരിക്കലും വരില്ല. ദെൻ അടുത്തത് 16 മൈനസ് റൂട്ട് ഓഫ് 16, ദാറ്റ് മീൻസ് 16 മൈനസ് 4 ഈക്വൽ ടു 12 ആണ്. therefore ആൻസർ. ഇങ്ങനെ എടുത്തില്ല എങ്കിൽ ഇത് എക്സും റൂട്ട് എക്സും ഒക്കെ എടുത്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് വരേണ്ടി വരും. ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 8 steps. Then next one, divide 25 in 2 parts so that sum of their reciprocals is 1/6. So 25നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് എക്സും ഒന്ന് 25 മൈനസ് എക്സും ആയിരിക്കും. ഇതിൻ്റെ റെസിപ്രോക്കൽസ് 1/x പ്ലസ് 1/25 മൈനസ് എക്സ് ഈക്വൽ ടു 1/6. നേരെ LCM, ദാറ്റ് മീൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 25 മൈനസ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 25 മൈനസ് എക്സ് ഈക്വൽ ടു 1/6. X get cancel. 25 minus 25x, ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 25x മൈനസ് എക്സ് സ്ക്വയർ. 25x മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ഇവിടെ എക്സ് ക്യാൻസൽ ആയിട്ട് 150 എന്ന് വരും. സോ ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് 25x പ്ലസ് 150 ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നാൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാം. നോർമൽ മെത്തേഡിൽ പോയി സമയം കളയരുത്. 1 ഇൻറ്റു 150, കോയിഫിഷ്യൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ കോൺസ്റ്റൻറ്റ് 150 ആണ്. സോ ഇനി രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുക. രണ്ടും കൂടെ ആഡ് ചെയ്താൽ -24, ദാറ്റ് മീൻസ് -10ഉം -15ഉം. അടുത്ത എന്താണ് സൈൻ ചേഞ്ച് ചെയ്യുക. +10 +15. അടുത്ത എന്താണ് കോയിഫിഷ്യൻ ഓഫ് എക്സ് സ്ക്വയർ ഇവിടെ 1 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 and 15 അല്ലെങ്കിൽ 15 and 10. സോ രണ്ട് പാർട്സ് വരുന്നത്, ഒന്ന് 10 ആണെങ്കിൽ ഒന്ന് 15 ആയിരിക്കും. ഒന്ന് 15, ഫസ്റ്റ് പാർട്ട് 15 ആണെങ്കിൽ അതർ പാർട്ട് 10 ആയിരിക്കും. A piece of iron rod cost ₹60. If the rod was 2 meters shorter and each meter cost ₹1 more, the cost would remain unchanged. So cost, iron rodന്റെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ₹60 ആണ്. ₹60 ആണ്. ലെറ്റ് ലെങ്ത് എക്സ് മീറ്റർ ആണെന്ന് വിചാരിക്കുക. ദെൻ കോസ്റ്റ് പെർ മീറ്റർ എത്ര കിട്ടും? 60 ഡിവൈഡഡ് ബൈ എക്സ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് 2 meter shorter, that means x divided by 60 divided by x minus 2 വരും. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പെർ മീറ്റർ കോസ്റ്റിൻ്റെ ഒരു രൂപ കൂടെ ആഡ് ചെയ്താൽ റിമൈൻ അൺചേഞ്ച്ഡ്. സോ ദാറ്റ് മീൻസ് നേരെ നമുക്ക് കണ്ടോ ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. നേരെ ഇക്വേഷൻ, അതായത് 60 ഡിവൈഡ് ബൈ എക്സ് ആയിരുന്നു ആക്ച്വൽ പെർ മീറ്റർ കോസ്റ്റ്. 2 മീറ്റർ കുറഞ്ഞാൽ ദെൻ പെർ മീറ്റർ കോസ്റ്റിനോട് ഒരു രൂപ കൂടെ ആഡ് ചെയ്താൽ കോസ്റ്റ് വുഡ് റിമൈൻ അൺചേഞ്ച്ഡ് എന്നാണ്. സോ നമുക്ക് നേരെ ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്യാൻ പോയാൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്കൊക്കെ പോകും. നേരെ നമുക്ക് എന്ത് ചെയ്യാം? ചോയ്സ് മെത്തേഡ്. എക്സിന് 10 ഇട്ട് കൊടുത്താൽ സ്യൂട്ട് ആകുമെന്ന് നോക്കാം. 8 60 ഡിവൈഡഡ് ബൈ 8 7.5 ആണ്. 60 ഡിവൈഡഡ് ബൈ 10 7 ആണ് കിട്ടുന്നത്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? 10 അല്ല, ചോയ്സ് മെത്തേഡ്. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചോയ്സ്
then 11 ഇട്ട് കൊടുക്കുക. 11 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 60 divided by 9 6.66 ആണ്. 60 divided by 11 plus 1 എന്ന് പറയുന്നത് 6.45 ആണ്. ഈക്വൽ ആകുന്നില്ല. 12 ഇട്ട് കൊടുക്കുക. 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 60 divided by 12 minus 2 equal to 60 divided by 12 plus 1 ആണല്ലോ. 60 divided by 12 ഇത് 6 ആണ്. 5 plus 1 6 ആണ്. എക്സാക്ട്ലി. സോ ആൻസർ 12 മീറ്റർ. റോഡിൻ്റെ ലെങ്ത് 12 മീറ്റർ ആണെങ്കിലാണ് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ quadratic equation കേസിൽ ഒന്ന് ശ്രദ്ധിക്കാം. Alpha and beta are the roots of the quadratic equation. 2x square minus 4x plus 1 equal to 0. ഇതിൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 2 ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ എത്രയാണ്? 1/2 ആണ്. സോ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ന്യൂ quadratic equation with roots. ന്യൂ quadratic equation with roots 1/alpha and 1/beta. 1/alpha, 1/beta. റൂട്ട്സ് അറിയാമെങ്കിൽ സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും കണ്ടുപിടിച്ചാൽ 1/alpha പ്ലസ് 1/beta ഇസ് ഈക്വൽ ടു എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 1/2. ദാറ്റ് മീൻസ് 4. Then product 1/alpha into 1/beta. That means 1/alpha beta. So that means 1/1/2. So sum of roots and product of roots അറിയാമെങ്കിൽ quadratic equation construct ചെയ്യുന്ന ഫോർമുല എന്താണ്? x square minus sum of roots into x plus product of roots equal to 0. നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. x square minus 4x plus product എത്രയാണ്? 2 is equal to 0. ചോയ്സിൽ ടൈപ്പിംഗ് എററാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് ട്രിക്ക് ഉണ്ട്. ഇത് ഇത്രയും ചെയ്ത സമയങ്ങളിൽ നമുക്ക് ക്യൂബിക് ഇക്വേഷനിൽ ഇതേ ഷോർട്ട് കട്ട് ട്രിക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം. ഷോർട്ട് കട്ട് ഫോർമുലയാണ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ whose roots are 1/alpha, 1/beta implies. ഇതിന് ചെയ്യേണ്ടത് നമുക്ക് ഈ വരുന്ന ഓരോന്നിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും എക്സിൻ്റെയും കോൺസ്റ്റൻ്റ് ടേമും അത് റിവേഴ്സ് ഓർഡറിൽ എടുക്കുക. ദാറ്റ് മീൻസ് നോക്കാം, ഇവിടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? സി ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. സി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് എ ഈക്വൽ ടു 0 ആയിരിക്കും. എന്ത് ചെയ്താൽ മതി? ആൽഫ ആൻഡ് ബീറ്റ ആണ് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ്. ദെൻ എക്സാക്ട്ലി റെസിപ്രോക്കൽസ് റൂട്ട്സ് വന്നാൽ എന്ത് ചെയ്താൽ മതി? ആ കോഎഫിഷ്യൻസ് റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് എക്സ് സ്ക്വയറും എക്സും കോൺസ്റ്റൻ്റ് ടേമും ആക്കിയാൽ മതി. എന്താ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചല്ലോ. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 2x സ്ക്വയർ മൈനസ് 4x 2x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണ്. ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ whose roots are 1/alpha, 1/beta. and ഈ ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്താൽ ഫസ്റ്റ് നോക്കിയാൽ റിവേഴ്സ് ഓർഡറിൽ എടുത്താൽ ഫസ്റ്റ് എന്ത് വരും? 1. ദാറ്റ് മീൻസ് 1x സ്ക്വയർ. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് എത്രയാണ്? മൈനസ് 4x. അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ 2 ആണ്. ഈക്വൽ ടു 0. ഓക്കെ, എക്സാക്ട്ലി സെയിം അല്ലേ കിട്ടിയതാണ്. ഒരു സ്റ്റെപ്പ് പോലും വേണ്ട ഈ ഷോർട്ട് കട്ട് ട്രിക്ക് അറിയാമെങ്കിൽ. സോ ആൽഫയും ബീറ്റയും ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ്. ദെൻ പുതിയ റൂട്ട്സ് 1/alphaയും 1/betaയും എക്സാക്ട്ലി റെസിപ്രോക്കൽ വന്നാൽ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ഓർഡറിൽ, അതായത് കോൺസ്റ്റന്റ് ടേം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എടുക്കുക. ദെൻ എക്സ് സ്ക്വയർ എക്സ്
അത് ലാസ്റ്റ് ടേം ആ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് കോൺസ്റ്റൻറ്റ് ടേം ആക്കിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ആൻസർ. ഒരു മാറ്റവും വരില്ല. ഷോർട്ട് കട്ട് ട്രിക്ക്. ക്ലിയർലി? ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു 0 ആണ്. എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ്, സോ 3 റൂട്ട്സ് ഉണ്ടാവും, ആൽഫ ബീറ്റ ഗാമ, ആൽഫ ബീറ്റ ഗാമ. ദെൻ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആയിരിക്കും. ദെൻ രണ്ട് റൂട്ട്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ സമ്മ് സി ബൈ എ ആയിരിക്കും. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ശ്രദ്ധിക്കണം, മൈനസ് ഡി ബൈ എ. So sum of roots alpha plus beta plus gamma equal to minus b by a. Product of roots alpha into beta into gamma minus d by a. And alpha beta plus beta gamma plus gamma alpha എന്ന് പറയുന്നത് രണ്ട് റൂട്ട്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? സി ബൈ എ ആയിരിക്കും. ദെൻ റൂട്ട്സ് തന്നാൽ ക്യൂബിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോമുല എക്സ് ക്യൂബ് മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് രണ്ട് റൂട്ട്സിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു എക്സ് മൈനസ് alpha into beta into gamma. That means product of roots, sum of roots, product of roots രണ്ടും ശ്രദ്ധിക്കണേ, സൈൻ മൈനസ് ആണ്. സോ എക്സ് ക്യൂബ് മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് റൂട്ട്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ സമ്മ ഇൻറ്റു എക്സ് മൈനസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നോർമൽ മെത്തേഡിൽ ചെയ്യാതെ ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് ഉണ്ട്. ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്താണ് നമുക്ക് റൂട്ട്സ്, സ്ഥിരം ക്വസ്റ്റൻ ആണ്. നമുക്ക് ലാസ്റ്റ് ടൈം നമുക്ക് റൂട്ട്സ് ചോദിച്ചിട്ടില്ല. റീസെൻ്റ്ലി ട്രെൻഡ് ഒരുപാട് തവണ അടുപ്പിച്ച് ക്യൂബിക് ഇക്വേഷന് റൂട്ട്സ് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ മൈനസ് 1 ഈക്വൽ ടു 0. നോക്കാം. നമുക്ക് ക്യൂബിക് ഇക്വേഷൻ്റെ കേസിൽ സം ഓഫ് റൂട്ട്സ്, സം ഫോമുല എന്താണ്? മൈനസ് ബി ബൈ എ. ഇവിടെ എത്രയാണ്? മൈനസ് ബി 1 ആണ്, എയും 1 ആണ്. ദാറ്റ് മീൻസ് മൈനസ് ബി എത്ര കിട്ടും? -1. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എത്രയാണ്? മൈനസ് ഡി ബൈ എ. സോ ഇവിടെ എത്രയാണ്? മൈനസ് ഇതാണ് കോൺസ്റ്റൻറ്റ് ടേം, മൈനസ് ഓഫ് -1 എത്ര കിട്ടും? 1 കിട്ടും. ഇത് വെച്ചിട്ട് അതായത് നമുക്ക് 3 നമ്പേഴ്സ് വേണം. മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? -1 കിട്ടണം. മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ +1 കിട്ടണം. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി എന്തായിരിക്കും? രണ്ട് സൈൻ നെഗറ്റീവ് ആയിരിക്കണം, ഒന്ന് പ്ലസ് ആയിരിക്കണം. ഫസ്റ്റ് വൺ നോക്കിയാൽ മൂന്നും കൂടെ ആഡ് ചെയ്താൽ നേരെ ചോയ്സ് മെത്തേഡ്, മൂന്നും കൂടെ ആഡ് ചെയ്താൽ +1 ആണ് കിട്ടുന്നത്, സം അല്ല, സമ്മ് -1 ആണ്. ഇവിടെ നോക്കിയാൽ സെക്കൻഡ് വൺ മൂന്നും കൂടെ ആഡ് ചെയ്താൽ -1 ആണ്. -1 -2 +1 -1 കിട്ടും. പ്രോഡക്റ്റ് എടുത്താലോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കിട്ടും. സോ ആൻസർ. സോ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ചോദിച്ചാൽ നോർമൽ മെത്തേഡിൽ ചെയ്ത് സമയം കളയരുത്. നേരെ എന്ത് ചെയ്യുക? ചോയ്സ് മെത്തേഡിൽ ചെയ്യുക. നേരെ വാല്യൂസ് സമ്മും പ്രോഡക്റ്റും കണ്ടുപിടിക്കുക. -b/aയും -d/aയും യൂസ് ചെയ്ത് ദെൻ ആ കിട്ടുന്ന മൂന്നും കൂടെ ആഡ് ചെയ്താൽ സമ്മ് -1 കിട്ടണം. മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സമ്മ് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 1 കിട്ടണം. ആ 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇതേപോലെ അടുത്ത ക്വസ്റ്റൻ ഒന്ന് ആൻസർ പറയാമോ? ക്യൂബിക് ഇക്വേഷൻ x³ -7x + 6 = 0. സമ്മ് ഫോമുല എന്താണ്? -b/a ആണ്. ദാറ്റ് മീൻസ് -7/1
+7 കിട്ടണം. പ്രോഡക്റ്റ് -t/a, that means -6/1 -6. സോ നമുക്ക് തന്നിരിക്കുന്ന ടേംസിൽ നിന്ന് 3 കൂടെ ആഡ് ചെയ്താൽ 7 കിട്ടണം. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എഴുതിയിലൊരു മിസ്റ്റേക്ക് വന്നു. സ്ക്വയർ ടേം എടുത്തില്ല. സ്ക്വയർ ടേം വന്നാലല്ലേ സം വരത്തുള്ളൂ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സ്ക്വയർ ടേം, അതായത് x³ + 0x² - 7x + 6 = 0. Therefore സം എത്ര വരും? 0 വരും. പ്രോഡക്റ്റ് -6 വരും. സം 0 വരും, പ്രോഡക്റ്റ് -6 വരും. സോ ഏതൊക്കെയായിരിക്കും വാല്യൂസ് നോക്കുക. 1, 2, 3 ആഡ് ചെയ്താൽ 0 വരുമോ? ഇല്ല. സോ നമുക്ക് എന്ത് ഒഴിവാക്കാം? 1 - 2 + 3 ആഡ് ചെയ്താൽ 0 വരുമോ? ഇല്ല. 1, 2, -3 ആഡ് ചെയ്താൽ 0 വരും. പ്രോഡക്റ്റ് -6 വരുന്നുണ്ടോ എന്ന് നോക്കുക. 1 × 2 × -3, 1 × 2 × -3 എക്സാക്ട്ലി -6 കിട്ടുന്നുണ്ട്. സം 0 കിട്ടുന്നുണ്ട്. therefore ആൻസർ 1, 2 and -3. 1, 2 and -3. അല്ലേ? 1, 2 and -3. ഇത് നമുക്ക് നിങ്ങളുടെ എക്സാമിന് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടില്ല. റീസെൻ്റ്ലി വരുന്ന മോക്ക് ടെസ്റ്റിലും എക്സാമിനും എല്ലാം ക്യൂബിക് ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ റൂട്ട്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ. സോ ഇവിടെ നമുക്ക് റൂട്ട്സ് അല്ല ചോദിച്ചിരിക്കുന്ന, പകരം റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് 3x - 4 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. x³ - 6x² + 11x - 6 = 0. ആദ്യം നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എന്നിട്ടാണ് നമ്മൾ എക്സ് റൂട്ട്സ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ചോയ്സ് മെത്തേഡ് ചെയ്യാമായിരുന്നു. ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ സം എത്ര വരണം? സം -6 / 1 -b/a അല്ലേ, 6 വരണം. പ്രോഡക്റ്റോ -6 / 1, അതും എത്രയാണ്? 6 തന്നെയാണ്. സോ സമ്മും 6 വരണം, പ്രോഡക്റ്റും 6 വരുന്ന 3 ടേംസ് ഏതൊക്കെയായിരിക്കും? ഒബ്വിയസ്ലി 1, 2, 3 ആയിരിക്കും അല്ലേ. 1, 2, 3 വന്നു കഴിഞ്ഞാലാണ്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ചാടിക്കയറി 1, 2, 3 എഴുതി വെക്കരുത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന് ഏതൊക്കെ വാല്യൂ എടുക്കാം. റൂട്ട്സ് ആകുക മീൻസ് എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം. എക്സ് റൂട്ട്സ്, ദാറ്റ് മീൻസ് എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? 1, 2, 3 മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് സം 6 ആണ്. പ്രോഡക്റ്റ് എത്രയാണ്? 6 ആണ് വരുന്നത്. സോ 1, 2, 3 ആണ്. എക്സിന് 1, 2, 3 വാല്യൂസ് വരാം. therefore എക്സിന് 1, 2, 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം എന്തൊക്കെയാണ്? 3x - 4. എക്സിന് 1 വന്നാൽ x = 1 ആണെങ്കിൽ എന്ത് വരും? 3 × 1 - 4, ദാറ്റ് മീൻസ് -1. എക്സിന് 2 വന്നാലോ? 3x - 4, 3 × 2 - 4, 2 വരും. എക്സിന് 3 വന്നാലോ? 3 × 3 - 4, 9 - 4, 5. സോ ഇത്രയൊക്കെയാണ് വാല്യൂസ് വരുന്നത്. -1, then 2, then 5. -1, then 2, then -5. സോ ഇതാണ് നമുക്ക് ക്യൂബിക് ഇക്വേഷനിൽ നിന്ന്. ക്യൂബിക് ഇക്വേഷൻ നിങ്ങളുടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതേപോലെ ക്യൂബിക് ഇക്വേഷൻ തന്നിട്ട് റൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത -b/a -d/a വെച്ചിട്ട് ഒറ്റയടിക്ക് ചോയ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യണം. നോർമൽ മെത്തേഡിൽ ചെയ്ത് സമയം കളയരുത്. അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയും റൂട്ട്സ് ചോദിക്കാറുണ്ട്. അവിടെയും നമുക്ക് ഒന്നുകിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമ്മും പ്രോഡക്റ്റും എടുത്തിട്ട് അതേപോലെ കറക്റ്റായിട്ട് -b/a c/a എടുത്തിട്ട് ആൻസറിലേക്ക് വരിക. സോ മസ്റ്റായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത്, റൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ എക്സാമിന് പോകാവുള്ളൂ. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെ മോർണിംഗ് സെഷനിൽ ചെയ്യാം. ദെൻ നമ്മുടെ മോർണിംഗ് സെഷനിൽ തന്നെ നാളത്തെ സെഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ നമ്മുടെ 4th ചാപ്റ്റർ
കംപ്ലീറ്റ് അത് ഫിനിഷ് ചെയ്യും. പ്ലസ് നമുക്ക് ടൈം പെർമിറ്റ് ചെയ്യുന്നതനുസരിച്ച് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ചാപ്റ്ററിൽ ഇതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആണ് നമ്മൾ നാളെ മോർണിംഗ് സെഷനിൽ ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ തന്നെ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് ഫോർത്ത് ചാപ്റ്റർ, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, 14 മാർക്സിനുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. സോ ഇതുവരെ ഉള്ളത് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ നാളെ മോർണിംഗ് സെഷൻ നമുക്ക് 9 o'clock ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ദെൻ ഫോർത്ത് ചാപ്റ്റർ നോക്കാം. സോ നമുക്ക് നാളെ മോർണിംഗ് സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.